വിഷയാവതരണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയാണ് തീപ്പാറന്ന രംഗങ്ങൾ വരാൻ പോകുന്നത്. 20 മിനിറ്റ് വീതമുള്ള ഒരു സെഷൻ. അയ്യൂബ് അവതരിപ്പിച്ചതിനെ ഖണ്ഡിക്കാൻ അബ്ദുൽ ലത്തീഫ് സാഹിബിനും അദ്ദേഹം അവതരിപ്പിക്കുന്നതിനെ ഖണ്ഡിക്കാൻ അയ്യൂബിനുമുള്ള അവസാന ചാൻസാണിത്. അത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ തയ്യാറായിരിക്കുക. അടുത്ത സെഷൻ 40 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ ചോദ്യങ്ങളൊക്കെ എഴുതി തയ്യാറായി ഇവിടെ ഏൽപ്പിക്കുക. 40 മിനിറ്റിന് മുമ്പ് തന്നെ ഏൽപ്പിക്കണം. എങ്കിലേ എനിക്കത് സോർട്ട് ചെയ്ത് 2 പേർക്കുമായിട്ട് വീതിച്ച് കൊടുക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അയ്യൂബിനുള്ള ഒന്നാം ഖണ്ഡനത്തിൻ്റെ ആദ്യ 20 മിനിറ്റുകൾ. ചോദ്യം എഴുതാനുള്ള ചോദ്യം എഴുതി ഇവിടെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഡിബേറ്റിൻ്റെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ചോദ്യം എഴുതി ഇവിടെ നൽകുക. ചോദ്യം എഴുതാനുള്ള കടലാസ് ഇവിടെ സംഘാടകർ നൽകുന്നതായിരിക്കും. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ചോദ്യം പോലും ചോദിക്കാം വേണമെങ്കിൽ. ചോദ്യം എഴുതി ഇവിടെ നൽകുക. ആ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാതെ ഞാനിവിടെ 2 പേരുടെയും വിടില്ല, ഉറപ്പ്. കാരണം ആ ചോദ്യം ഞാൻ തന്നെ വായിക്കും. അപ്പം ചുളുവിൽ 2 പേരും അങ്ങ് ചോദ്യത്തിൽ നിന്ന് വഴുതി പോവാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ മുഴുവൻ ചോദ്യങ്ങളും ഞാൻ തന്നെ വായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അത് പേടിക്കേണ്ടതില്ല. അടുത്ത 20 മിനിറ്റിലേക്ക് അയ്യൂബിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പണ്ഡിതൻ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ പറഞ്ഞതിനോട് വിയോജിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള DC പ്രസിദ്ധീകരിച്ച ഭൂമിയിലെ ദൃശ്യവിസ്മയമെന്ന പുസ്തകം, റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ പുസ്തകത്തിൻ്റെ മലയാള വിവർത്തനമാണ് രവിചന്ദ്ര സാർ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പൊക്കിക്കാണിച്ചതിൽ സന്തോഷമുണ്ട്. ആ പുസ്തകം വായിച്ചിരുന്നെങ്കിൽ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ സാഹിബിനെ പോലെ നിങ്ങൾക്കും ഉൾക്കാഴ്ച കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഖുർആനും ശാസ്ത്രവും എന്നത് എന്നു മുതലാണ് മുസ്ലിം ലോകം പറഞ്ഞു തുടങ്ങിയത്? അദ്ദേഹം പറഞ്ഞതുപോലെ കെയ്ത്തൽ മോർ, സാക്കിർ നായിക്ക് തുടങ്ങിയ ആളുകൾ 1960-കൾക്ക് ശേഷമാണ് ഖുർആനിൽ ശാസ്ത്രപരമായ സൂചനകളുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയത്. അതിൻ്റെ മുൻപ് ഒരു 100 കൊല്ലം മുൻപ് പോലും ഇതുപോലെ ഖുർആൻ ശാസ്ത്രം ഇങ്ങനൊരു കമ്പാരിസൺ, ഒരു ഖുർആനിൽ ശാസ്ത്ര സൂചനകളുണ്ട് എന്നൊരു വാദം ഉണ്ടായിട്ടില്ല. ആ മഹാരഥന്മാരാണ് ആ കാണുന്നതൊക്കെ. ഇവർ പറഞ്ഞ കാര്യങ്ങൾ, ഈ കെയ്ത്തൽ മോർ സൗദി അറേബ്യയിലെ അവിടുത്തെ ആൽ സഊദിൻ്റെ ആരോഗ്യ ഉപദേശകൻ കൂടിയാണ്. സാക്കിർ നായിക്കിൻ്റെ ഖുർആനും ശാസ്ത്രം എന്നുള്ള ഒരുപാട് പുസ്തകങ്ങളും വീഡിയോകളും ലഭ്യമാണ്. ഇവർ ചെയ്യുന്നത് അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ സാറ് കാണിച്ചതുപോലെ ഖുർആനിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം ഓതിയ ആയത്തുകൾ നിങ്ങൾ തന്നെ പരിഭാഷയിൽ നോക്കേണ്ടതാണ്. അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ ഞാൻ നിങ്ങൾക്ക് അതിനു വേണ്ടി നിർദ്ദേശിക്കുന്നു. അണ്ഡം എന്നൊരു വാക്ക് മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത് ശുക്ലത്തിൽ നിന്നാണെന്നാ ഖുർആനിലുള്ളത്. മിൻ നുത്ഫത്തിൻ, ശുക്ലത്തിൽ നിന്നാണ് എന്നുള്ളത്. അല്ലാതെ അവിടെ അണ്ഡം എന്നൊരു വാക്ക് അതിനില്ല. നുത്ഫത്തം മിൻ മനിയ്യിൻ യുംന, ബീജത്തുള്ളിയിൽ നിന്നുള്ള ഒരു തുള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം. അറബി ഡിക്ഷണറിയിലും ഏതൊരു ഡിക്ഷണറി നോക്കിയാലും ഒരു 100 കൊല്ലം മുമ്പ് വരെയുള്ളൊരു ഡിക്ഷണറിയിൽ നുത്ഫ എന്ന് പറഞ്ഞാൽ ശുക്ലത്തുള്ളിക്കാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അംഷാജിൻ നബ്തലി, പുരുഷൻ്റെ ശുക്ലവും അദ്ദേഹം പറഞ്ഞ മാതിരി അണ്ഡവും പിന്നെ ബീജവും അണ്ഡവും തമ്മിൽ കൂടിച്ചേരുന്നു എന്ന് അംഷാജിൻ നബ്തലിഹിക്ക് അർത്ഥമല്ല. ഇത് വലിയ കാളിയുടെ ഖുർആൻ പരിഭാഷയാണ്. യുക്തിവാദികൾ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടില്ലല്ലോ.
ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ, നിശ്ചയമായും പുരുഷന്റെയും സ്ത്രീയുടെയും ഇന്ദ്രിയം കൂടിക്കലരും നിന്നാണ്. മാഉൽ മർഅത്തി വമാഉർ റജുലി, പുരുഷന്റെ വെള്ളവും സ്ത്രീയുടെ വെള്ളവും കൂടിച്ചേരുമ്പോൾ എന്നാണ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ പരിഭാഷക്കാരൻ വലിയ ഖാദിയുടെ ഖുർആൻ പരിഭാഷൻ. ഇതേ പരിഭാഷനേക്കാരും അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലും. അപ്പോൾ ബീജം എന്നൊരു വാക്ക് ഖുർആനിലില്ല. അറബിയിൽ ബീജത്തിന് അറബി വാക്കുണ്ട്, അണ്ടത്തിനും ബീജത്തിന് പിന്നെ അറബിയിൽ വാക്കുണ്ട്. ബുവൈല, അണ്ടം. അപ്പോൾ അണ്ടത്തിൽ നിന്നല്ല, ശുക്ലത്തിൽ നിന്നും സ്ത്രീയുടെ വെള്ളത്തിൽ നിന്നുമാണ് അത്രേ മനുഷ്യനുണ്ടായത്. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു വെള്ളമൊന്നുമില്ല. കുട്ടികളുണ്ടാകുന്ന ഒരു വെള്ളം പുരുഷൻ്റെയും വെള്ളത്തിൽ നിന്നല്ല ഉണ്ടാകുന്നത്. രണ്ടിൻ്റെയും അദ്ദേഹം പറഞ്ഞതുപോലെ അതൊന്നും ഖുർആനിലില്ല. ഇത്രത്തോളം പിന്നെ എക്സ് വൈ അല്ലെങ്കിൽ ഇത്ര ക്രോമസോമുകൾ ഇങ്ങനെയുള്ള ഒരു സംഗതിയും ഖുർആനിലില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ ഖുർആൻ ഒരു ദൈവികമായിരുന്നു. ആ കാലഘട്ടത്തിൽ അറിവുള്ള ഒരു സംഗതി മാത്രമാണ് പറഞ്ഞത്. പിന്നെ സൂറത്തു മുഅ്മിനൂനിൽ ഓതിയ ആയത്ത് എന്താ വരാത്ത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പരിഭാഷയിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി, കുഞ്ഞി മുഹമ്മദ് പറപ്പൂരും കൂടി ഉണ്ടാക്കിയതിൽ മാത്രം അലക്ക് എന്ന് പറഞ്ഞാൽ ഭ്രൂണം എന്നർത്ഥം കൊടുത്തിട്ടുള്ളത്. പ്രാമാണികരായ എല്ലാ മുഫസ്സിറുകളും അതിന് കൊടുത്തിട്ടുള്ളത് രക്തക്കട്ട എന്നാണ്. രക്തക്കട്ടയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. പിന്നീട് ഈ രക്തക്കട്ടയിൽ നിന്നൊന്നും മനുഷ്യനെ സൃഷ്ടിക്കുന്നില്ല. അവിടെ അങ്ങനെ ഒരു രക്തക്കട്ടയും ഇല്ല. മനുഷ്യൻ്റെ അവയവങ്ങൾ രൂപപ്പെടുന്നത് പോലെ രക്തവും ഒരു അവയവമാണ്, അത് പിന്നീട് രൂപപ്പെടുക ചെയ്യുന്നത്. മുഹമ്മദ് നബി ഇത് പറയുന്നത് അന്ന് അബോക്ഷനൊക്കെ ആവുമ്പോൾ രക്തം വരും, അത് കണ്ടിട്ടായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക, അല്ലാതെ രക്തത്തിൽ നിന്നുണ്ടാകുന്നില്ല. അലഖ് എന്ന് പറഞ്ഞാൽ രക്തക്കട്ട എന്നാണ്. അതിന് പിന്നീട് ഈ രക്തക്കട്ട എന്നതിനെ അർത്ഥം മാറ്റിയിട്ട് ഖൈത്തൽ മൂറിൻ്റെ പുസ്തകം, സാക്കിർ നായിക്കിൻ്റെ ഒക്കെ പുസ്തകം എടുത്ത് നോക്കൂ. അട്ട എന്നൊരർത്ഥം അതിനുണ്ട്. അലക്കിന് അട്ട എന്നൊരർത്ഥമുണ്ട്. അട്ടയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുരങ്ങിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് കളിയാക്കും പോലെയാവും. ഒരിക്കലും ഡാർവിൻ മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞിട്ടേയില്ല. മനുഷ്യനും മനുഷ്യൻ്റെ പൂർവികരായി എന്ന് പറയല്ല, മനുഷ്യനും ചിമ്പാൻസിയും ഈ കാണുന്ന ജീവജാലങ്ങളെല്ലാം ഒരു പൂർവികനെ പങ്കുവെക്കുന്നുണ്ട്. ഒരു മരം, ആ മരത്തിൻ്റെ ഒരു ഇലയാണെങ്കിൽ മറ്റൊരു ഇലയാണ് കുരങ്ങൻ, രണ്ടും അതിൽ നിന്നുണ്ടായതല്ല എന്നാണ് ഡാർവിൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇവിടെ പറയുന്ന അലക്ക് രക്തക്കട്ട അല്ല, ഈ അട്ട എന്ന അർത്ഥമാണെങ്കിൽ അട്ടയിൽ നിന്ന് സൃഷ്ടിച്ചു. എന്തിനാ ഈ അട്ട എന്നർത്ഥം അവിടെ കൊടുക്കാൻ കാരണം എന്നറിയോ? അതവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെ ഈ കശുമാവയിൽ അണ്ടി തൂങ്ങിക്കിടക്കുന്നത് പോലെ തൂങ്ങിക്കിടക്കുന്ന സാധനമൊന്നുമില്ല, ഇങ്ങനെ പറ്റിപ്പിടിക്കുന്ന ഒരു സാധനമുണ്ട്. അട്ടക്ക് പല ഷേപ്പുണ്ട്, കണ്ടോ, പല രീതിയിലുണ്ട് അട്ടക്ക് ഷേപ്പ്. അപ്പം അവരെന്താ ഈ അട്ടയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് പകരം അട്ട പോലത്തൊരു വസ്തുവിൽ നിന്ന് ഇതാക്കി, ഇല്ലാത്ത രണ്ട് അർത്ഥങ്ങൾ കൂട്ടിപ്പറഞ്ഞു. മിസ്ല അലഖ്, അട്ട പോലോത്ത അലക്കിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള മിസ്ല അലഖ് എന്ന ഇല്ലാത്ത ഒരർത്ഥം കൂട്ടിച്ചേർത്തു. അപ്പോൾ അട്ടയിൽ നിന്ന് അല്ലെങ്കിൽ അട്ട പോലോത്തതിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് പ്രയാസമായി. പിന്നെ ഈ അട്ട സൂറത്ത് മുഅ്മിനൂനിൽ തുടങ്ങണത് എന്താണെന്നറിയോ? നുതുഫ, ഗർഭപാത്രത്തിൽ ഫീ ഖറാരിൻ മക്കീൻ, ഉറച്ചൊരു സ്ഥലത്ത് വെച്ചു എന്നാണ്. അവിടെ ഈ പറഞ്ഞ അംഷാജിൻ നബ്തലി പറഞ്ഞിട്ടില്ല കേട്ടോ. സങ്കലനം, പുരുഷൻ്റെയും സ്ത്രീയുടെയും സിക്താണ്ഡം കൂടിക്കലരുന്ന ആ വസ്തുവിനെ കുറിച്ചല്ല പറയുന്നത്. നുതുഫനെ കൊണ്ടായിട്ടാണ് ഗർഭപാത്രത്തിൽ ഫീ ഖറാരിൻ മക്കീൻ, ഉറച്ചൊരു സ്ഥലത്ത് വെക്കണെന്നാ. അത് പിന്നീട് രക്തക്കട്ടയായി. ആ രക്തക്കട്ട പിന്നീട് മുളുഗ,
മുദ്ഗ എന്ന് പറഞ്ഞാൽ ഖിത്അത്തുൽ ലഹം, മാംസപിണ്ഡമായി. ആ മാംസപിണ്ഡത്തിന് കൈത്തൽമൂറിൻ്റെ ഇദ്ദേഹം പറഞ്ഞ പുസ്തകത്തിൽ നമ്മൾ ബബ്ലി ഒരു കടിച്ച് ചവച്ച്, സത്യത്തിൽ പിന്നെ മല എന്ന് പറഞ്ഞാൽ ചവച്ചരച്ചു എന്നർത്ഥമുണ്ട്. എന്നാൽ മുദ്ഗ എന്ന് പറഞ്ഞാൽ ചവച്ചരച്ചു എന്ന് അതിനർത്ഥമല്ല. ചവക്കാൻ ഉപയോഗിക്കുന്ന ഒരു കഷ്ണം, ഒരു ഉരുള ചോറ്, ഇതൊക്കെയാണ് മുദ്ഗ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ അയാളെ ചിത്രത്തിൽ നോക്കൂ, കടിച്ച് ഒരു ബബ്ലിക്കം കടിച്ച മാതിരി തന്നെ, കരിമ്പലാക്കൽ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു രംഗമില്ല. ഒരു വട്ടം നിങ്ങൾ ഇറച്ചി കടിച്ചു നോക്കി, അവിടെ ഇതേമാതിരി എല്ല് പൊന്തിയമാതിരി ഉണ്ടാകുമോ? അത് വല്ല ഇതുമ വല്ല മെയ്കുണ്ടല്ലോ കത്തിക്കുന്നത്, അതുമ കടിച്ചാൽ ചിലപ്പോൾ അങ്ങനെ ചിത്രം വരും. ഇറച്ചിമ ഒരു കടി അടിച്ചുകൊണ്ടൊന്നും ഈ ചിത്രം വരില്ല. സുമ്മ ഖലഖ്നൽ നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ ഫഖലഖ്നൽ മുദ്ഗത ഇളാമൻ. പിന്നീട് ആ മുദ്ഗ അസ്ഥികൂടമാകുകയാണ് അത്രേ. ആ അസ്ഥികൂടം ഫകസൗനൽ ഇളാമ ലഹ്മ, ആ അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിയ. ആദ്യം അസ്ഥി, പിന്നെ അതുമ്മ കൂടെ. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആദ്യം ഒരു പിന്നെ ഒരു അസ്ഥി കൂടെ അങ്ങോട്ട് ഉണ്ടാകുക, അതുമ്മ അങ്ങനെ ഒരു രംഗമല്ല. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയാ, അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. കുറേ സൃഷ്ടാക്കളുണ്ട്, അതിൽ ഈ ചവച്ചരച്ചുണ്ടാക്കിയ ഈ സാധനത്തിൽ നിന്ന് ഉണ്ടാക്കിയവനാണ് അഹ്സന്. എന്താ ഈ ഖാലിഖീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇസ്മു തഫ്ളീലിന് ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു കുട്ടി, ഈ കുട്ടി നല്ലവനാണ് എന്ന് പറഞ്ഞാൽ മറ്റേ കുട്ടികളൊക്കെ ഉണ്ട്, അതിൽ കുറച്ചും കൂടി നല്ലവൻ ഇവനാണ്. അഹ്സനുൽ ഖാലിഖി എന്ന് പറഞ്ഞാൽ കുറേ ഖാലിഖീങ്ങളുണ്ട്, അതിൽ അഹ്സൻ അള്ളാഹു ആണെന്നേ ഉള്ളൂ. മറ്റു പല ദൈവങ്ങളുണ്ട്, അതിൽ ഒരു വലിയ ദൈവം അള്ളാഹു ആണ് എന്നതിൻ്റെ അർത്ഥം. ഖാലിഖീൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടാക്കൾ. അങ്ങനെയാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. അപ്പം ഖുർആനിൽ ഈ എംബ്രിയോളജിയെ കുറിച്ചിട്ടൊന്നും ഖുർആനിലില്ല. ഖുർആനിൽ ഇന്ന് കണ്ട DNA കുറിച്ചോ അല്ലെങ്കിൽ ബീജസങ്കലനത്തെക്കുറിച്ചോ XY ക്രോമസോമുകളെ കുറിച്ചൊക്കെ ഖുർആനിൽ എവിടെയില്ല. അത് നമ്മൾ ഒരു ആയത്തുണ്ടോ ഒരു സംഗതി പറയുക, അലക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ എക്സും വൈയും ക്രോമസോമും DNA-യും ഇതെല്ലാം അങ്ങോട്ട് പറയാം. അതൊക്കെ ഖുർആനിലുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. ഖുർആനിൽ അതൊന്നുമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. പിന്നീട് മനുഷ്യൻ്റെ വിരൽ തുമ്പുകളെ പറ്റിയിട്ടാണ് കരിമ്പൽ. ഇവിടുത്തെ ഇതേ ഒരു വിഡിത്ത് അവിടെയുണ്ട്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. എന്താണ് അതിൻ്റെ അർത്ഥം? ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. ഖിയാമത്ത് സാക്ഷി നിർത്തിയിട്ട് പറയാ, എല്ലുകൾ, ഈ നുരുമ്പിപ്പോഴ എല്ലുകൾ ഒരുമിച്ചു കൂട്ടാൻ കഴിവുള്ളവനല്ലയോ? ബലാ, അതെ. ഖാദിരീന അലാ അൻ നുസവ്വിയ, ഈ നുരുമ്പിപ്പോയ എല്ലുകൾക്ക് വീണ്ടും ഒരുമിച്ച് കൂട്ടാൻ കഴിവുള്ളവനല്ലയോ? അതെ. അന്നുസവ്വിയ ബനാന, നിങ്ങളുടെ ഈ വിരൽ തുമ്പുകൾ പോലും സമപ്പെടുത്തുവാൻ കഴിവുള്ളവൻ. എന്താ ഈ വിരൽ സമപ്പെടുത്തണ? ഖാഫൻ ഔ ഖാഫിറൻ എന്ന തഫ്സീറിലൊക്കെ ഉള്ളത്. തൊബരി എടുത്തു നോക്കൂ, മലയാള പരിഭാഷയിൽ നോക്കൂ, എന്താണത്? ഈ വിരലിൻ്റെ ഇതേ ായിരുന്നോ? അതായത് ഖാഫൻ ഔ ഖാഫിറൻ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ, ഈ ഒട്ടകത്തിൻ്റെയും കുതിരയുടെയൊക്കെ കാല് ഒട്ടിപ്പിടിച്ചിട്ടാണല്ലോ. നമ്മളെ കൈ ഇങ്ങനെ തന്നെയാണെങ്കിൽ എങ്ങനെ സാധനങ്ങൾ പിടിക്കുക? ആ ഒരർത്ഥം പറഞ്ഞു. അല്ലെങ്കിൽ ഒരുപോലെ ഒരേ വലുപ്പത്തിലാക്കുക. ബനാനഹു എന്നാണ്. പിന്നെ ഈ ഒരു ഇത് വെച്ചിട്ട് എല്ലാ മനുഷ്യനും വ്യത്യാസപ്പെടുത്തി എന്നൊന്നും അവിടെ സൂചിപ്പിക്കുന്നില്ല. ശാസ്ത്രം എന്നും മാറിക്കൊണ്ടിരിക്കുന്നു, ഇന്നും മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഖുർആൻ മാറുന്നില്ല. അപ്പോൾ പഴയത് എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് ഭൂമി പഴയതാണ്, ആ ഭൂമിക്ക് ഇന്നും പുതുമയല്ലേ ഉള്ളത്. അപ്പോൾ പഴയതിന് പുതുമ. ശാസ്ത്രം ഈ ഭൂമി പുതിയതെന്ന് വെച്ചാൽ നമ്മൾ വാപ്പാൻ്റെ കാലത്ത് കണ്ട ഭൂമിയല്ല ഇന്നത്തെ നിലപാട്, മാറിയിരിക്കുന്നു. ഈ ഭൂമിയുടെ 450 കോടി വർഷം മുമ്പുള്ള ഭൂമിയല്ല ഇന്നുള്ളത്. ഇനി അങ്ങനെയാണ് കൂട്ടുക. പഴയതായ പുതുമ ഉണ്ടാന്ന് വെച്ചാൽ എല്ലാ വസ്തുക്കൾക്കും പുതുമയുണ്ടോ? 1400 വർഷം മുമ്പുള്ള ഒരു വീടോ വാഹനമാണോ ഒന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അല്ലല്ലോ. അപ്പം പുതുമ എന്നും പുതുമ തന്നെയാണ്.
പക്ഷെ സയൻസ് മാറും എന്ന് പറയുമ്പോൾ അതിൻ്റെ അറിവിൻ്റെ മാർഗം മാറുന്നില്ല, ഉപകരണങ്ങൾ മാറുന്നു എന്നർത്ഥം. അതായത് നമ്മൾ പണ്ട് പേന കൊണ്ട് എഴുതിയിരുന്ന ആളുകൾ ഇന്ന് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള സിസ്റ്റം വന്നതുപോലെ പണ്ട് ഉപയോഗിച്ച് അതിനെ വീണ്ടും വീണ്ടും നിരീക്ഷണം നടത്തുകയാണ്. പണ്ട് ഒരു ടയർ കണ്ടെത്തി, അത് പിന്നീട് കാളവണ്ടിയായി, പിന്നീടും പിന്നീടും വളരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കാറായി, വിമാനങ്ങളായി. ഇപ്പം സയൻസ് മാറുന്നു എന്ന് പറയുന്നത് ഈ ഉപകരണങ്ങളിലൂടെയാണ്. അടിസ്ഥാനപരമായി സയൻസിൻ്റെ ജ്ഞാനമാർഗം പരീക്ഷണ, നിരീക്ഷണ, ഗവേഷണങ്ങളിലൂടെയുള്ള ആ റിവേൻ്റെ മെത്തഡോളജി, അതിൻ്റെ എപ്പിസ്റ്റമോളജി മാറുന്നില്ല, അതിൻ്റെ രീതിശാസ്ത്രം മാറുന്നില്ല. അന്നും അന്വേഷണം, ഇപ്പോൾ ടയർ കണ്ടപ്പോൾ അവിടെ തന്നെ നിന്നിട്ടില്ല. ഒരു ചക്രം കണ്ടെത്തിയപ്പോൾ വീണ്ടും വീണ്ടും പരീക്ഷണം നടത്തി, ഇതെങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിനെ കണ്ടെത്തിയപ്പോൾ വീണ്ടും പരീക്ഷണം നടത്തി, അങ്ങനെ വളരുകയാണ്. അങ്ങനെ അന്വേഷണങ്ങളിലൂടെയാണ്. അപ്പം സയൻസ് മാറുന്നില്ല എന്ന് പറയുന്നതും മാറുന്നു എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. മാറ്റമുണ്ട് എന്ന് പറയുന്നത്, നാം ഇപ്പം പണ്ട് ടെലസ്കോപ്പ് കണ്ടപ്പോൾ ഇന്ന് ഇലക്ട്രോൺ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചു. പണ്ട് നമ്മൾ നേത്ര കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയിരുന്നത് നമ്മൾ ഉപകരണങ്ങളിലൂടെയാണ് നോക്കിക്കാണുന്നത്. അപ്പം നോക്കുക എന്നുള്ളത് പിന്നെ യുക്തിവാദികൾക്കൊക്കെ പഞ്ചേന്ദ്രങ്ങളേ ഉള്ളൂ എന്നാണ്. മനുഷ്യന് പഞ്ചേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അബദ്ധമാണ്. നമുക്ക് വേദന ഉണ്ടാവാറുണ്ട്. വേദന നമ്മൾ എന്തുകൊണ്ടാണ് അറിയണത്? വിശപ്പുണ്ടാകാറുണ്ട്. അതെന്തുകൊണ്ടാണ് അറിയണത്? അത് കൈകൊണ്ടും കാലും കൊണ്ടാണ് അറിയണത്. അപ്പോൾ ഇന്ദ്രിയം എന്ന് പറയുന്നത് 5 ഉള്ളൂ എന്ന് ധരിച്ചത് കൊണ്ടാണ്. ഒരുപാടുണ്ട്. അപ്പോൾ ഇന്ദ്രിയജ്ഞാനത്തെ നമ്മൾ ചെറുതാക്കി കാണുന്നത് സയൻസിനെ ചെറുതാക്കാനാണ്. സയൻസ് കൃത്യമായി പ്രൂവ് ചെയ്ത കാര്യത്തിന് ഖുർആനിൽ എതിരുണ്ടോന്നാ ഞാൻ പറഞ്ഞത്. ഓരോന്നും ഞാൻ ഒന്നും കൂടി പറയാം. മനുഷ്യന് ജീവനുണ്ടായത് എങ്ങനെയാ? മനുഷ്യന് ജീവനുണ്ടായത് 4-ാം മാസം വന്നിട്ട് റൂഹിട്ട് കൊടുത്തിട്ടല്ലേ ജീവനുണ്ടായത്. എങ്ങനെ മരണം? ഈ റൂഹ് ഒരാൾ വന്ന് പിടിച്ചുകൊണ്ടുപോവുകയാണ്. നല്ലത് ഇല്ലിയീൻ, മറ്റേ സിജീൻ. സൂറത്ത് സുമർ 42 വായിച്ചു നോക്കൂ. ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു റൂഹിനെ പിടിച്ചു വെക്കുന്നത് കൊണ്ടത്രേ ഉറക്കം എന്ന് പറയുന്നത്. മരണമോ ആത്യന്തികമായൊരു പിടുത്തം, ഒരിക്കലും കൊടുക്കാത്തൊരു പിടുത്തം. അതുകൊണ്ടാണ് ഉറങ്ങി നീച്ചാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ തമ്പുരാനെ നിനക്കാണ് സ്തോത്രം. ഉറക്കം എന്നത് റൂഹിനെ, ജീവൻ ഒരാൾ അങ്ങനെ ഒരു ജീവൻ മേത്തുനിന്ന് പോവാനും അടുത്ത് കുത്തിക്കയറ്റാനും ഒരു സാധനമല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ നുതുഫയിൽ ഒരുപാട് ബീജങ്ങളുണ്ട്, അതിന് ജീവനുണ്ട്. അണ്ഡത്തിനും ജീവനുണ്ട്, സിക്താണ്ഡത്തിനുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ സെല്ലുകളും ജീവനുള്ളതാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ നിശ്ചിത മണിക്കൂർ കൊണ്ട് അവനവൻ്റെ ബോഡികൾ ദാനം ചെയ്യാൻ പറ്റും. അതിതുള്ളത് കൊണ്ടാണ്. പടച്ചോൻ ഈ സാധനം കൊണ്ടേക്കണമെങ്കിൽ എന്തേക്കാർ അർത്ഥം? അനസ്തേഷ്യ കൊടുക്കാറുണ്ട്, അല്ലേ? ഉറക്ക് ഗുളിക കൊടുക്കാറുണ്ട്. ഖുർആനിൽ പറഞ്ഞത് എന്താണ് ജീവൻ? സയൻസ് പറഞ്ഞ ജീവൻ രണ്ടും രണ്ടാ. ഈ ശുക്ലം വരുന്നത് അവിടുന്ന് വാര്യലിൻ്റെയും നെഞ്ഞിൻ്റെ ഇടയിൽ നിന്നാണ് അത്രേ ഖുർആനിലെ ഈ നുത്തുഫ പുറത്തു വരുന്നത്. അതാണോ സയൻസ് പറയുന്നത്? മനുഷ്യന്റെ ചിന്തയുടെ ആസ്ഥാനം മാറി മറിയുന്നത്, ഖലബ കൽബ്, മാറി മറിയുന്നത് ഈ മനസ്സാണ്. ഇതാണ് മനസ്സെന്ന് പറഞ്ഞാൽ ഈ നെഞ്ഞത്തിൻ്റെ, ഈ സൂറത്തു ഹജ്ജില് കൃത്യമായി പറഞ്ഞു, ഈ നെഞ്ഞിൻ്റെ ഉള്ളിലുള്ള ഹൃദയം കൃത്യമായിട്ട് പറഞ്ഞു. ആലങ്കാരികമൊന്നല്ല, കലബ എന്ന് പറഞ്ഞ ഇത് ഇവിടെ ഇങ്ങനെ മാറ്റി. അതുകൊണ്ടാണ് അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക് യാ മുഖല്ലിബൽ ഖുലൂബ് എന്നൊക്കെ പറയുമ്പോൾ ഹൃദയം മാറ്റിമറിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം മനുഷ്യന്റെ ചിന്തയുടെ, വികാരത്തിൻ്റെ, മനസ്സെന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിനാണ്, അല്ലാതെ ഈ നെഞ്ഞിൻ്റെ ഉള്ളിലുള്ള ഈ സംഗതിക്കല്ല. 2, ഖുർആനിൽ പറഞ്ഞത്
ഞാൻ ചോദിച്ചല്ലോ, ഹിജടകൾ. ഖുർആന്റെ കാഴ്ചപ്പാടിൽ ഹിജടകളെ കുറിച്ച് പരാമർശമില്ല. അവർക്ക് സ്വത്ത് കൊടുക്കണോ, സ്വത്ത് കൊടുക്കണ്ടേ, അവർക്ക് അവകാശങ്ങളുണ്ടോ, ഇല്ലേ? അള്ളാഹ്ക്ക് അത് അറിയില്ല. മുഹമ്മദ് നബിന്റെ കാലത്ത് പടച്ചോൻ പറഞ്ഞപ്പോ അങ്ങനത്തെ ഒരു വർഗത്തെക്കുറിച്ച് അറിയില്ല. വൻഷക്കൽ ഖമർ, ഖുർആനിൽ ശാസ്ത്ര സൂചന ഉണ്ട്. ഇതൊക്കെ ചന്ദ്രൻ അങ്ങനെ വപ്പടം 2 കഷ്ണാക്കും പോലെ പിളർത്തി എന്നാണ്. വങ്കദത്തിൻ നുജൂം, ഭൂമിയേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഉതിർന്നു വീണു എന്നാണ്. ഒരു പന്ത് ഒരു മണൽ തരിമ പോകും പോലെ ഉണ്ടാകുള്ളൂ. ഖുർആനിൽ അങ്ങനെ കുറേ ഉണ്ട്. ഏതായാലും പിന്നീടാവാം. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിലേ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ മനുഷ്യജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും വെളിച്ചം വീശുന്നു. അതിനെ വിമർശിക്കുന്നവർ സമാനമായതോ അതിലും മികച്ചതോ ആയിരിക്കുന്ന ഒരു മാനിഫെസ്റ്റോ ഇക്കാലമത്രയുമായി സമർപ്പിച്ചിട്ടുണ്ടോ? പ്രകൃതി മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഭൂമിക്ക് വളർച്ചയുണ്ടാകുന്നുണ്ട്. നമ്മൾ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ശരി, 6-ാം നൂറ്റാണ്ടിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ബൈനോക്കുലറോ ഒരു മൈക്രോസ്കോപ്പോ തുടങ്ങിയിരിക്കുന്നതൊന്നും കയ്യിലില്ലാത്ത കാലത്ത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഹമ്മദി എന്നൊരു ചെറുപ്പക്കാരൻ, അദ്ദേഹം സ്വയം മെനഞ്ഞുണ്ടാക്കിയതാണ് ഈ വിശുദ്ധ ഖുർആനിയെങ്കിൽ അതിനേക്കാൾ എന്തുകൊണ്ടും വളരെ മികവുറ്റ, എല്ലാം തികഞ്ഞ, ഒരു കുറ്റവുമില്ലാത്ത ഒരു മഹാഗ്രന്ഥം കൊണ്ടുവരാൻ ഇന്ന് സകലവിധ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും സഹായമുള്ള ഈ കാലത്ത് സാധ്യമാകേണ്ടതാണ്. പക്ഷേ യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടോ എന്നതാണ് ഞാൻ ആദ്യമായി ചോദിച്ചത്. സാധാരണ നമ്മൾ ഈ ആളില്ലാത്ത പോസ്റ്റിൽ ഗോളടിക്കുക എന്ന് പറയും. ഇത് പോസ്റ്റ് തന്നെയല്ല, നല്ല ഗോളടിക്കലേ. എവിടെ പോസ്റ്റ്? അങ്ങനെ ഒരു സംഗതി വെക്ക്. എത്ര കാലമായി നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെയുള്ള എല്ലാ മതങ്ങളെയും വിശുദ്ധ ഖുർആനെയും നിങ്ങൾ അടിക്കടി വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ വിമർശനങ്ങൾ നടത്തുക എന്നുള്ളത് പകരം വെക്കാൻ എന്തുണ്ട്? ഞാൻ ആദ്യം ചോദിച്ചത് തന്നെയാണ്. ആയുർവേദം പറ്റില്ല, അലോപ്പതി തീരെ ശരിയാവില്ല, ഹോമിയോപ്പതി വളരെ മോശമാണ്, പകരം ഒരു നാട്ടുവൈദ്യമെങ്കിലും സമർപ്പിക്കുക. അങ്ങനെ മുന്നോട്ട് വെക്കാൻ കയ്യിലൊന്നുമില്ലാത്തവർ ഈ പണിയായിട്ട് പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് അത്രേ പറഞ്ഞോളൂ. രണ്ടാമത്തത്, ഇവിടെ ഈ പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു സംഗതി സ്വമേധയാ ഉണ്ടാകുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ട് വെച്ച് ഒരു മൊട്ടു സൂചി സ്വന്തമായി ഉണ്ടാകുമെന്ന് സമ്മതിക്കാൻ കഴിയുമോ? ഇവിടെ നേരത്തെ രവിചന്ദ്രൻ സാറുടെ എനിക്ക് സമയമില്ലാത്തൊരു വായിക്കാന്ന ആ രവിചന്ദ്രൻ സാറ് ഞാൻ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് ഒരു സെമിനാറിലൂടെ. ഇതേ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന് ട്രെയിനിന് ടൈം ആയതുകൊണ്ട് അദ്ദേഹം പോവാ ചെയ്തത്. ഇത് നിസ്സാരമായ വിഷയമല്ല. ഒരു മൊട്ടു സൂചി സ്വയം ഉണ്ടാവും എന്ന് പറയാൻ ധൈര്യം കാണിക്കാത്തവർ ഈ മഹാപ്രപഞ്ചവും അതിലുള്ള അനന്തകോടി സൃഷ്ടിജാലങ്ങളും അത് ഇങ്ങനെ സ്വമേധയാ സ്വയംഭൂവായി യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് തന്നെയാണോ പറയുന്നത്? അതാ വിഷയം. പിന്നെ ജീവനെക്കുറിച്ചൊരു പരാമർശം നടത്തി. ഇവിടെ എല്ലാ സെല്ലുകളിലും ജീവനുണ്ട്, അതെല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ പിന്നെ വലിയൊരു ജീവനായി മാറും. ശരി, ജീവൻ നഷ്ടപ്പെടുമ്പോഴോ ഓരോ സെല്ലുകൾ നീ ജീവൻ ഇങ്ങനെ എടുത്തു പോയതാ? അങ്ങനെയാണോ? ഞാൻ ജീവൻ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? എന്താണ് ജീവൻ? ചൈതന്യം എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും ഒന്നാണ് എന്ന് ധരിച്ചോ എന്ന് എനിക്കറിയില്ല. അതാണ് വിഷയം. ഇത് രണ്ടും ഒന്നാണ് എന്ന് ധരിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായിരുന്നാലും ജീവൻ എന്നതിനെക്കുറിച്ച് ഇന്നോളം കൃത്യമായി വ്യക്തമായി ഒരു വിവരണവും നൽകാൻ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. എന്താണെന്ന് പറയാൻ പറഞ്ഞില്ല. ഉണ്ടെന്ന് പറഞ്ഞ് കോശത്തിനുണ്ട്. നമ്മൾ വാദത്തിന് സമ്മതിക്കാം. ശരി, ഈ കോശങ്ങൾക്ക് എവിടെന്നാ ജീവൻ കിട്ടിയത്? കോശങ്ങൾക്ക് എവിടെന്നാ ജീവൻ കിട്ടിയത്? ആരാ കൊടുത്തത്? സ്വയം ഉണ്ടാക്കിയതാണോ? അതല്ല മറ്റെവിടെന്നോ വന്നതാണോ? 4-ാം മാസമാവണ്ട, 4-ാം ദിവസമാവട്ടെ, വേണ്ട 4-ാമത്തെ സെക്കൻഡിലായിക്കോട്ടെ, ആദ്യ സെക്കൻഡ് തന്നെ ആയിക്കോട്ടെ. ആര് കൊടുക്കുന്നു? ആര് നൽകുന്നു? ആര് പിൻവലിക്കുന്നു? പിൻവലിച്ചാൽ എങ്ങോട്ട് പോകുന്നു? എന്താണ് ജീവൻ? ആ ഉത്തരം കൃത്യമായി നൽകാതെ ആ വിഷയം പൂർണ്ണമാവുന്നില്ല. അതിൻ്റെ കൂടെ ചോദിച്ചത് എന്താണ് ബുദ്ധി? ഒരു പുതിയ സംഗതി കിട്ടി. എന്തായാലും രണ്ട് കാര്യങ്ങൾ. ഒന്ന്,
കുരങ്ങിനും മനുഷ്യനും കൂടി യോജിച്ചു നിൽക്കാവുന്ന ഒരു പൊതുപിതാവുണ്ടെന്നാണ്. ഡാർവിൻ അങ്ങനെയാണ് പോലും പറഞ്ഞത്. ആയിക്കോട്ടെ, ആ പൊതുപിതാവാരാ? ആ പൊതുപിതാവാരാ? മനുഷ്യനെ പോലെ പ്രസംഗിക്കുന്ന എഴുതുന്ന പിതാവാണോ? ഈ ഭൂമിയിൽ തന്നെ എത്ര ജീവജാലങ്ങളുണ്ട്, ചുണ്ടുകളും നാവുകളുമുള്ള. അവരൊക്കെ പ്രസംഗിക്കുന്നുണ്ടോ? പിന്നെ ഈ രൂപത്തിൽ സംസാരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കുരങ്ങ് പോലും, അതിൻ്റെ പൂർവികനെങ്കിൽ ആ പൂർവികനെങ്കിലും തൻ്റെ കൈവിരലുകളിൽ ഒരു കൊള്ളിക്കഷ്ടം പിടിച്ച് ഒരക്ഷരം എഴുതിയിരിക്കുന്നതായി കാണാൻ കഴിയോ? പക്ഷെ മനുഷ്യൻ ഒരക്ഷരത്തിൽ തുടങ്ങി കോടിക്കണക്കിന് അക്ഷരങ്ങളിലൂടെ വിജ്ഞാന വൈവിധ്യത്തിൻ്റെ, വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ കൊടുമുടിയിലാകാതെ നിൽക്കുന്നത്. അവിടേക്ക് എത്തിച്ചെന്താ? അവന് ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം, അതാണ് അവൻ്റെ കൈവിരലിൻ്റെ പ്രവൃത്തി. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വെറുതെ പറഞ്ഞൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചോദിച്ച ബുദ്ധി എന്താന്ന് ഇതുവരെ പറഞ്ഞില്ല. എന്താണ് ബുദ്ധി? അത് എന്താന്ന് പറഞ്ഞിട്ട് പോരാതെ എവിടെയെന്ന് പറയല്? വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളും ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിച്ചു കണ്ടെത്തി ബോധ്യപ്പെട്ട് ഇത് ശാസ്ത്രവിരുദ്ധമാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടില്ല. അയ്യുമൊലിക്ക് പറയാൻ പറ്റും, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടില്ല. ചിന്തയുമായി ബുദ്ധിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും അതിൻ്റെ A to Z കാര്യങ്ങൾ തലച്ചോറുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നും മനുഷ്യന്റെ ഹൃദയത്തിന് അതുമായി യാതൊരു ബന്ധവുമില്ല എന്നും ശാസ്ത്ര ഗവേഷണ സത്യങ്ങളൊന്നും അസന്നിഗ്ധമായി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. മാത്രമല്ല, ആ വിഷയത്തിലുള്ള പഠന ഗവേഷണങ്ങൾ ഇന്നുവരെയും അവസാനിപ്പിച്ചിട്ടുമില്ല. മനുഷ്യബുദ്ധിയെക്കുറിച്ചുള്ള, ചിന്തയെക്കുറിച്ചുള്ള, അതുപോലെ മനസ്സിനെക്കുറിച്ചുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇന്നും ഗവേഷണ പരിപാടികൾ അവസാനിപ്പിച്ചിട്ടില്ല. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയട്ടെ. നമുക്കറിയാം, മനുഷ്യരുടെ കൂടെ തന്നെ ബുദ്ധിയിൽ വൈവിധ്യങ്ങളുള്ളവരുണ്ട്, വ്യത്യാസങ്ങളുള്ളവരുണ്ട്, ഏറ്റക്കുറവുള്ളവരുണ്ട്. അയ്യൂബ് മൗലവിയുടെ ബുദ്ധിയല്ല മാറൂഫ് സാഹിബിനുള്ളത്, അതുപോലെ എനിക്കുള്ളത് വേറെയാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ഇവിടെ വലിയ വലിയ ബുദ്ധിമാന്മാരുടെ തലച്ചോറിൻ്റെ പ്രത്യേകത എന്താ? അവിടെയാണ് ബുദ്ധിയെങ്കിൽ അങ്ങനെ കാണുമല്ലോ. എൻ്റെ കയ്യിലുള്ളത് മാതൃഭൂമിയുടെ ഒരു പതിപ്പാണ്, ഈ കഴിഞ്ഞ നവംബറിൽ. അതിൽ ശ്രദ്ധേയമായിരിക്കുന്നൊരു ലേഖനമുണ്ട്. ഐൻസ്റ്റൈൻ്റെ മരണാനന്തര വിചിത്ര ജീവിതം, ജോബ് തോമസ് എഴുതിയിരിക്കുന്ന ലേഖനമാണ്. ഇതിൻ്റെ ഇതിവത്ത് അത്രയേ ഉള്ളൂ. ഐൻസ്റ്റൈൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്ന ഡോക്ടർ അദ്ദേഹത്തിൻ്റെ തലച്ചോറ് എടുത്തു വെച്ചു. എന്തിന്? ഐൻസ്റ്റൈൻ ഇത്രമാത്രം ബുദ്ധി ഉണ്ടായത് ഈ തലച്ചോറിന് എന്തോ കാര്യമായി പ്രത്യേകതകളുള്ളതുകൊണ്ടായിരിക്കാം, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പരീക്ഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, തീർന്നിട്ടില്ല എന്നാണ്. ആ പരീക്ഷണങ്ങൾക്കിടയിൽ ഒരുപാട് തലച്ചോറുകൾ പരിശോധിച്ചു. അതിൻ്റെ റിസൾട്ട് വായിക്കാം. കൗതുകകരമായിരുന്നു. റുഡോൾഫ് വാഗ്നർ ആ വിശദ പഠനങ്ങളിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ. പ്രഗത്ഭമതികളുടെ തലച്ചോറിന് സാധാരണക്കാരുടേതിനേക്കാൾ അധികമായി എന്താണുള്ളത് എന്നായിരുന്നല്ലോ അറിയേണ്ടിയിരുന്നത്. വംശനാശങ്ങളെ സംബന്ധിക്കുന്ന മനുഷ്യ ചിന്തയുടെ അടിത്തറ രൂപപ്പെടുത്തിയ മഹാശാസ്ത്രകാരൻ ജോർജ് കൂവിയയുടെ തലച്ചോർ സാധാരണ കാണുന്ന തലച്ചോറുകളേക്കാൾ വലുപ്പം കൂടിയിരുന്നു. പക്ഷേ അതേ വലുപ്പത്തിൽ മറ്റൊരു തലച്ചോറും അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ ആ തലച്ചോറിൻ്റെ ഉടമ ജീവിച്ചിരുന്ന കാലത്ത് ചുമടെടുത്ത് ജീവിച്ചിരുന്ന ആളായിരുന്നു. ചുമട്ടുകാരൻ്റെ തലച്ചോറും മഹാചിന്തകൻ്റെ തലച്ചോറും ഒരേ വലിപ്പം. ഇപ്പോൾ വലിപ്പം കൊണ്ട് കാണുന്നില്ല. കാൾ ഫെഡറിക് ഗോസിൻ്റെ തലച്ചോറിൽ സാധാരണക്കാരുടേതിനേക്കാൾ കൂടുതൽ മടക്കുകൾ ഉള്ളതായി വാഗ്നർ കണ്ടെത്തി. പക്ഷേ അതേ കണക്കിന് മടക്കുകളുള്ള മറ്റൊരു തലച്ചോറും കിട്ടി. ആ തലച്ചോറിൻ്റെ ഉടമ ഒരു സ്ത്രീയായിരുന്നു. അവർ ഒരു അലക്കുകാരിയുമായിട്ടാണ് ജീവിച്ചത്. അലക്കുകാരൻ്റെ തലച്ചോറിനും വലിയ ചിന്തകൻ്റെ തലച്ചോറിനും ഒരേ അളവുള്ള മടക്കുകൾ. എന്താണ് വ്യത്യാസം? ഇതിൻ്റെ അവസാനത്തിൽ ഐൻസ്റ്റീൻ്റെ തലച്ചോറിനെ കുറിച്ച് പറഞ്ഞു വെച്ചാൽ എന്താ അറിയോ? മാരിയൻ നടത്തിയ പഠനം അവരുടെ ചിന്തയെ സാധൂകരിക്കുന്നതായിരുന്നു. കോർട്ടക്സിൽ സ്ഥലത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കുന്ന ഭാഗത്തും ഗണിത പ്രവൃത്തികൾക്ക് പിന്തുണ നൽകുന്ന ഭാഗത്തും വലിയ അളവിൽ ഗ്ലിയൽ കോശങ്ങളുടെ ആധിക്യം കണ്ടെത്തി. ഐൻസ്റ്റൈൻ്റെ തലച്ചോറിൻ്റെ പ്രത്യേകത ഇതാണ് എന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിസങ്കീർണമായ തിയറി രൂപപ്പെടുത്താനായത് എന്നും വാർത്തകൾ ആ സമയത്ത് പ്രചരിച്ചിരുന്നു. വാർത്തയാണ് കേട്ടോ, പക്ഷേ വാസ്തവം വേറെയായിരുന്നു. അതിസങ്കീർണമായ തിയറികൾ രൂപപ്പെടുത്തുന്ന പ്രവൃത്തികൾക്കായി തലച്ചോറിന് ഉപയോഗിച്ചതുകൊണ്ടാണ് ഐൻസ്റ്റൈൻ്റെ തലച്ചോറിലെ ചില ഭാഗങ്ങൾ ഗ്ലിയൽ കോശങ്ങൾ കൂടുതൽ ഉണ്ടായത്. പിന്നീട് വന്ന വിലയിരുത്തലുകൾ ഈ കാര്യത്തെ അസന്നിഗ്ധമായി സ്ഥാപിച്ചു. മാരിയൻ ഡയമണ്ടിൻ്റെ പഠനങ്ങൾക്ക് ശേഷം
പിന്നീടും പല പഠനങ്ങൾ നടന്നിരുന്നു. അതൊന്നും തന്നെ മുൻകൂട്ടി ഉണ്ടായിരുന്ന അനാട്ടമിക്കൽ പ്രത്യേകത കൊണ്ടാണ് ഐൻസ്റ്റൈന് തൻ്റെ തിയറികൾ ഉണ്ടാക്കാനായത് എന്ന് പറയുന്നതായിരുന്നില്ല. ഞാൻ പറഞ്ഞെന്തിനോ, ഐൻസ്റ്റൈൻ എന്ന മഹാശാസ്ത്രജ്ഞൻ്റെ, അതിബുദ്ധിമാനായിരിക്കുന്ന മനുഷ്യൻ്റെ തലച്ചോറും സാധാരണക്കാരുടെ തലച്ചോറും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ട് അതുപോലും ഇന്നും സാധിച്ചിട്ടില്ല. ഇവിടെ നിന്നാണ് ബുദ്ധി എവിടെയാണ്, എവിടെയാണ് കുടികൊള്ളുന്നത് തുടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ. ഞാനതാ പറഞ്ഞത്. മനുഷ്യന് വികാരം, സ്നേഹം, കാരുണ്യം, ആർദ്രത, ദേഷ്യം, കോപം തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. ഇതും തലച്ചോറുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പറയേണ്ടതുണ്ട്. ഇനി ബുദ്ധിയെ തന്നെ സൽബുദ്ധി, ദുർബുദ്ധി, കുബുദ്ധി, കുരുട്ട് ബുദ്ധി എന്നൊക്കെ പറയാറില്ലേ? ഈ സംഗതികളുടെയൊക്കെ ഇനിയും വിവക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ബുദ്ധിയെക്കുറിച്ചുള്ള പഠന ഗവേഷണങ്ങൾ ഇന്നും എവിടെയും എത്തിയിട്ടില്ല. മൂന്നാമത്തത്, ഈ ബീജം പുറപ്പെടുന്നത് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, അത് നട്ടലിൻ്റെയും വാരിയലിൻ്റെയും ഇടയിൽ നിന്നാണ് എന്ന് ഖുർആൻ പറഞ്ഞത് മഹാബദ്ധമാണെന്നാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികൾ, MBBS പഠിക്കുന്ന കുട്ടികൾ, അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ പോലും ഈ ടെസ്റ്റിസ് ഇറങ്ങി വരുന്നത് മുകൾ ഭാഗത്ത് നിന്ന് കൃത്യമായി ചിത്രം വരച്ചുകൂടെ പഠിപ്പിക്കുന്നുണ്ട്. ടെസ്റ്റിസ് ഇറങ്ങി വരുന്നത് ഭ്രൂണാവസ്ഥയിൽ തന്നെ, അഥവാ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ ടെസ്റ്റിസ് മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയായിരുന്നു 3-4 ഘട്ടങ്ങളിലായിട്ട് എന്ന് പറയുന്നു. അത് ആ പഠനത്തിൻ്റെ ഒരു വലിയ ഘട്ടമാണ്, ഒരു പടവാണ്. ആ പടവുകൾ ഇനിയും മുകളിലോട്ട് ചവിട്ടിക്കയറുമെന്ന് നമ്മൾ പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ കോടിക്കണക്കിന് പൂർണ്ണകോശങ്ങളിൽ നിന്ന് അർദ്ധകോശങ്ങളായ ബീജങ്ങളെ പ്രത്യേകമായി വേർതിരിച്ചു കൊണ്ടുവരുന്നതിൽ ഈ ടെസ്റ്റിസ് അതിന് സംരക്ഷണം കൊടുക്കുകയും വളർച്ചയും താപസംരക്ഷണം നൽകുകയും അഥവാ താപസന്തുലിതത്വം നൽകുകയും ചെയ്യുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഈ ടെസ്റ്റിനെ മാത്രം അടിസ്ഥാനമാക്കി അതാകുന്നു ഇതിൻ്റെ എല്ലാം ഉറവിടമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഇതിൽ ഇനിയും പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്, നടത്തി പൂർത്തിയായിട്ടില്ല. പൂർത്തിയാവാത്ത വിഷയത്തിൽ ഖുർആനെ വിമർശിക്കാൻ ശ്രമിച്ച ഒരു കാര്യമില്ല. പിന്നെ ഖുർആനിൽ നുത്തുഫ എന്നാണ് പറഞ്ഞത്, ബീജം എന്ന് പറഞ്ഞിട്ടില്ല. ഈ നുത്തുഫ പിന്നെ കൂടെ അലക്കും. സുഹൃത്തുക്കളെ, ഞാൻ ഓതിയിരിക്കുന്ന ആയത്തിന് എന്താ? നുത്തുഫയിൽ നിന്നാണ് അലക്ക് രൂപീകരിച്ചെന്നാ. നുത്തുഫയിൽ നിന്ന് രൂപീകരിച്ച് വരുന്നതെന്തോ അഥവാ സൃഷ്ടിച്ചു വരുന്നതെന്തോ അതാണ് അലക്ക്. അതിന് ഓരോ കാലഘട്ടത്തിലെ മുഫസ്സിറുകൾ അവർക്ക് മനസ്സിലായിരിക്കുന്ന അർത്ഥം എഴുതി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഖുർആൻ എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ പിന്നെ ചർച്ച നടക്കുന്നത് ഖുർആനും ശാസ്ത്രവും എന്ന വിഷയത്തിലാണോ, അതിലെ തഫ്സീറുകളും ശാസ്ത്രവും എന്ന വിഷയത്തിലാണോ? പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടുത്തെ വിഷയം ഖുർആനും ശാസ്ത്രവും എന്നാണോ, അതല്ല തഫ്സീറുകളും ശാസ്ത്രവും എന്നാണോ? പിന്നെ ഖുർആനിലെ ക്രോമസോമിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുപോലെയുള്ള വിഷയങ്ങൾ, അതിനാണ് മനുഷ്യന്മാർക്കുള്ള ബുദ്ധി എന്നത്. ഈ ഖുർആനെ ചിന്തിച്ചു പഠിക്കാൻ, ആലോചിച്ചു പഠിക്കാൻ അതിനാ പറഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ മനുഷ്യരുടെ വർണ്ണ വൈവിധ്യങ്ങളുടെ വ്യത്യാസങ്ങളിൽ അതിലൊക്കെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്ക്? ചിന്തിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ പുരുഷ ബീജം തന്നെയാണ് പിന്നെ സ്ത്രീയും പുരുഷനും എന്ന ഈ വൈവിധ്യം വരുന്നത് എന്ന ഖുർആന്റെ സമീപനം കൃത്യമായി ബോധ്യപ്പെടും. അങ്ങനെ ചിന്തിക്കാനുള്ള ബുദ്ധി നൽകുകയും അത് ഉപയോഗപ്പെടുത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഖുർആൻ മുന്നോട്ട് പോകുന്നത്. ഇനി ഞാൻ അതിൻ്റെ കൂടെ തന്നെ കാര്യം ചോദിച്ചിരുന്നു. എന്താ അറിയോ, ഈ എന്താണ് യുക്തിവാദികളുടെ ലൈംഗിക സദാചാരവുമായി ബന്ധപ്പെട്ട വിഷയം? എൻ്റെ കയ്യിലുള്ളത് ഇത് യുക്തിരേഖ. ഇത് ഒരു യുക്തിവാദി ഗ്രൂപ്പിൻ്റെ ആണ്, ഇവരുടേതല്ല. ഇതിൽ ഒരു കാര്യം കൊടുത്തത് അവസാനം, ലേഖനങ്ങളിലെ അഭിപ്രായങ്ങൾ യുക്തിവാദി സംഘത്തിൻ്റെതായിരിക്കണമെന്നില്ല. അപ്പോൾ ആർക്കും ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഓതൻറ്റിക് അല്ല. ഇത് യുക്തിയുഗം, ഇത് നമ്മളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘാടകരുടേതാണ് യുക്തിയുഗം. ഇതിലാണെങ്കിലോ അങ്ങനത്തെ ഒരു പരാമർശമില്ല. എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന സാധനങ്ങൾക്കൊക്കെ ഇതിൻ്റെ ആളുകൾ തന്നെയാണ് ഉത്തരവാദികൾ എന്ന് ചുരുക്കം. ഇതൊരു ലേഖനം, ഇതിൻ്റെ മാനേജർ കൂടിയായിരിക്കുന്ന PM നസീർ എഴുതുന്നത്. ഈ ലേഖനത്തിൻ്റെ ഹെഡിങ് പ്രണയം, കാമം, ആനന്ദം, ഒരു നൈതിക അന്വേഷണം. ഞാൻ വാചകം വായിച്ചേ കിട്ടുക. സ്വവർഗ ലൈംഗികതയെ എതിർക്കുന്നവരോട് പരിഷ്കൃത സമൂഹം പറയുന്നത് സ്വവർഗ ലൈംഗികത സ്വവർഗ പ്രേമികളുടെ പ്രകൃത്യാവുള്ള അഭിരുചിയാണ് എന്നാണ്. നൽകപ്പെട്ട മതാധിഷ്ഠിതമായ അറിവും മൂല്യവ്യവസ്ഥയും ലൈംഗികതയടക്കമുള്ള ഒട്ടുമിക്ക കാര്യങ്ങളിലും വികലമാണ്. അവയെ ചോദ്യം ചെയ്യുന്നതിന് പരിണാമത്തിലൂടെ രൂപം കൊണ്ട അടിസ്ഥാന മനുഷ്യപ്രകൃതിയെ തന്നെയാണ് നമുക്ക് അടിവരയിടേണ്ടി വരുന്നത്. തീർന്നില്ല, കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒന്നുകൂടി വ്യക്തമായി പറയുന്നു. മതശാസനകളിൽ
ലൈംഗിക സദാചാരം വ്യക്തികൾക്ക് മരണാനന്തരം ലഭ്യമാവും എന്ന് പറയുന്ന സ്വർഗം കിട്ടാനാണ്. പകരം വ്യക്തികളോട് മതങ്ങൾ ആവശ്യപ്പെടുന്നതും നടപ്പാക്കുന്നതും യഥാർത്ഥമായ ഭൂമിയിലെ ജീവിതത്തെ നരകതുല്യമാക്കുക എന്നാണ്. സെക്സിനെയും ലൈംഗിക ജീവിതത്തെയും കുറിച്ച് ശരിയായ അറിവ് നേടാനും യുക്തിപരമായ ഇണജീവിതം സാധ്യമാക്കാനും ഈ പരമ്പരാഗത ചിന്താ നിയന്ത്രണം ഉപേക്ഷിക്കേണ്ടതുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഈ ചിന്താ നിയന്ത്രണത്തെ അപ്രസക്തമാക്കിയത് മതങ്ങളുടെ പാർശ്വവൽക്കരണമാണ്. ചുരുക്കി പറഞ്ഞാൽ ഫ്രീ സെക്സ് ആണ് യുക്തിവാദികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് സ്വപരഗരതിയാണെങ്കിലും ഉഭയകക്ഷിരതിയാണെങ്കിലും. അതുകൊണ്ട് ഞാൻ ആദ്യമേ ചോദിച്ചത്, ഈ രതിയിൽ മാതാവ്, മകള്, സഹോദരി, ഇണ, അന്യ സ്ത്രീ തുടങ്ങിയിരിക്കുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ശാസ്ത്രത്തിന്റെ പേരിൽ, യുക്തിയുടെ പേരിൽ? തീർന്നില്ല. രാഹുൽ പശുപതി എന്നൊരു മനുഷ്യൻ തന്റെ ഭാര്യയെ പശുവിനെ പോലെ കണ്ട് കാളയെ പോലെ പ്രവർത്തിച്ചല്ലോ. എവിടുന്ന്? അങ്ങാടിയിൽ വെച്ചിട്ട്. അയാൾ സ്വന്തം ഭാര്യയെ ആരാന്റെ കിടപ്പറയിലേക്ക് പറഞ്ഞയച്ച് പണം വാങ്ങുന്ന മനുഷ്യനാ. അയാൾ ആ പണി അങ്ങാടിയിൽ ആരംഭിച്ചതിന്റെ തുടക്കമാണ്. കഴിഞ്ഞ വർഷം രാഹുൽ പശുപതി എന്ന് ഇവിടെ ബന്ധപ്പെട്ട കാര്യമല്ല. ആ ശരി, പശുപാലനം വിട്ടു. പക്ഷെ ആ വിഷയം പറയാലോ. അദ്ദേഹം ചെയ്തു പോന്നിരുന്ന വിഷയങ്ങളെ അങ്ങാടിയിൽ ആരംഭിക്കുന്നതിന്റെ ഉദ്ഘാടനമാണ് ചുംബന സമരത്തിലൂടെ തുടങ്ങി വെച്ചത്. ഈ സംഗതി പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ അതല്ല എതിർക്കപ്പെടേണ്ടതാണോ? അതാണ് വിഷയം. അവിടെ നടന്നിരിക്കുന്ന സംഗതി പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ എതിർക്കപ്പെടേണ്ടതാണോ? പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നവർ, കുറച്ചാളുകൾക്കെങ്കിലും ഭാര്യമാരുണ്ടല്ലോ, ആ ഭാര്യമാരെ ഈ സംഗതിക്ക് അതുപോലെ തുറന്നു വിടുമോ? സ്വന്തം ഭാര്യ, സ്വന്തം വേണ്ടപ്പെട്ടവർ ഇങ്ങനെയുള്ള മാർഗം സ്വീകരിക്കുന്നതിന് യുക്തിവാദപരമായി വല്ല തടസ്സങ്ങളും ഉണ്ടാകുമോ? ഞാനിത് നൈതികതയുമായി ബന്ധപ്പെട്ട ചോദിച്ചത്. ധാർമ്മിക മൂല്യങ്ങൾ, മതം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖല അതാണ്. ധാർമ്മിക മൂല്യങ്ങൾ. ആ ധാർമ്മിക മൂല്യങ്ങളെ കൊച്ചാക്കി കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ പകരം അതിനേക്കാൾ ഗുണകരമായ മെച്ചപ്പെട്ട മാർഗങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇവിടെ പോലും തങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ പോലും ഇവിടെ ഫ്രീ സെക്സിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ തരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്വന്തം സഹോദരിയുമായുള്ള വേഴ്ചക്കും മരണപ്പെട്ടിരിക്കുന്ന മൃതദേഹത്തിന് വേഴ്ചക്ക് ഉപയോഗിക്കുവാനും ഒക്കെയില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ഈ അടുത്ത കാലത്ത് റിപ്പോർട്ടർ ചാനലിൻ്റെ ബുള്ളറ്റിൽ നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പലരും പല വഴിക്ക്. ഫാദർസ് അമേരിക്ക എന്നുള്ളത് വളരെ എല്ലാവർക്കും ബോധ്യപ്പെട്ട സംഗതിയാണല്ലോ. അതുപോലെ ബാർബറ സ്മോക്കറെ പോലെയുള്ള ആളുകൾ സ്വപരതയ്ക്ക് വേണ്ടി നിർവഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. ഇതിൽ ഏതാണ്, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? നമ്മുടെ സദാചാര ബോധം എന്താണ്? കേവലം യുക്തിയുടെ, കേവലം ശാസ്ത്രത്തിൻ്റെ പേര്. ഞാനൊരു കാര്യം ശ്രദ്ധപ്പെടുത്തട്ടെ. ഞാൻ ജോലി ചെയ്ത് ശമ്പളം വാങ്ങി അതുകൊണ്ട് ഭക്ഷണം വാങ്ങി കഴിക്കുന്നു. വേറൊരാള് കട്ട മുതൽ തിന്നുന്നു. ഇത് രണ്ടും തമ്മിൽ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ എന്താ വ്യത്യാസം? എന്താണ് വ്യത്യാസം? ഒരാൾ കട്ട തിന്നുന്നു, ഒരാൾ സ്വയം അധ്വാനിച്ച് സമ്പാദിച്ച് അതുകൊണ്ട് തിന്നുന്നു. എന്താ വ്യത്യാസം? ധാർമ്മികത, അതുപോലെ സദാചാരം, മൂല്യം, സൽസ്വഭാവം, സൽഗുണങ്ങൾ, നന്മ, തിന്മ തുടങ്ങിയിരിക്കുന്ന വിഷയങ്ങളിലെ മോഡറേറ്റർക്ക് അങ്ങനെ പറയാം, ഒരു വിരോധമല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഈ മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ സംവാദം നിയന്ത്രിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ അവകാശമുണ്ട്, അത് നമ്മൾ വകവെച്ചു കൊടുക്കണം. പക്ഷെ ഒരു കാര്യം, മോഡറേറ്റർ ഒരിക്കലും പരീക്ഷയ്ക്ക് തോൽക്കാനിരിക്കുന്ന കുട്ടികൾക്ക് മോഡറേഷൻ കൊടുക്കുന്നവനാവരുത്. അതെനിക്ക് പറയാനുണ്ട്. കൈയടിക്കരുത്, അതെനിക്കും പറയാനുള്ള കൈയടിക്കുന്ന. പക്ഷെ ആ ഒരു കാര്യം കൂടി പറയാം. കൈയടിക്കരുതെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഖുർആൻ മുന്നോട്ട് വച്ചിരിക്കുന്ന ഖുർആൻ അല്ലെങ്കിൽ ശാസ്ത്രം, ഇത് രണ്ടിലാണ് പറയേണ്ടത്. ഖുർആൻ സദാചാരം നമ്മുടെ വിഷയമല്ല, ക്ഷമിക്കുക. സദാചാരം നമ്മുടെ വിഷയമല്ല, ക്ഷമിക്കുക. സദസ്സ് ശാന്തമാവുക. നിങ്ങൾ തുടരുക.
നിങ്ങൾ തുടരുക. സദസ്സ് ശാന്തമാവുക. തുടരുക. ശാന്തമാവുക. ഞാൻ സദാചാരം പറഞ്ഞത് ഖുർആനുമായോ ശാസ്ത്രവുമായോ പൊരുത്തപ്പെടുന്നില്ല എന്നാണ്. അതാ പ്രശ്നം. ശരി, ഖുർആനിന്റെ ഇതിവൃത്തത്തിൽ വിഷയത്തിലേക്ക് വരിക. ഖുർആനിന്റെ ഇതിവൃത്തത്തിൽ അതിപ്രധാനമായ വിഷയമാണ് സദാചാരം. പക്ഷേ നമ്മുടെ സദാചാരമല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം ഖുർആനും ശാസ്ത്രവുമാണ്. ഖുർആനും ശാസ്ത്രവുമാണ്. ക്ഷമിക്കുക. സദാചാരത്തെ മാറ്റിവെച്ചുകൊണ്ട് ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്യാനേ കഴിയില്ല. സമയം കഴിഞ്ഞിരിക്കുകയാണ്. 20 മിനിറ്റ്. 4:28 തുടങ്ങുകയും ഇപ്പം 4:48 എൻ്റെ വാച്ചിൽ 4:28 തുടങ്ങുകയും 4:48 എൻ്റെ വാച്ചിലായിരിക്കുകയാണ്. സമയം 20 മിനിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഇത്ര നേരവും ഈ സംവാദകർ 1 മണിക്കൂർ വീതം അതിൽ കൂടുതൽ സമയം സംസാരിക്കുകയും നമ്മൾ അത് റേഡിയോ പോലെ ശ്രവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു. ഇനി നമുക്ക് റേഡിയോയിൽ നിന്ന് വിഭിന്നമായിട്ട് ഇന്ററാക്റ്റീവ് മോഡിലേക്ക് നമ്മൾ കടക്കുന്നു. ആദ്യം ചോദ്യങ്ങൾക്ക് ഉത്തരം അവസാനിപ്പിക്കേണ്ടത് ശ്രീമാൻ അബ്ദുൽ ലത്തീഫ് ആയതുകൊണ്ട് ആദ്യം ചോദ്യത്തിന് ഉത്തരം പറയുന്നത് അയ്യൂബ് മൗലവിയാണ്. ഞാൻ ചോദ്യങ്ങൾ വായിക്കുന്നത് മുറക്ക് അരമണിക്കൂറാണ് കൊടുത്തിരിക്കുന്നത്. അരമണിക്കൂർ എന്ന് പറയുന്നത് ചോദ്യം വായിച്ച് ഉത്തരം പറയാനുള്ള സമയമാണ്. അതുകൊണ്ട് ഞാൻ വായിക്കുന്ന സമയവും അതിൽ ഉൾപ്പെടുന്നതാണ്. അല്ലെങ്കിൽ അദ്ദേഹം വായിക്കണമല്ലോ. അപ്പം ഞാൻ വായിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ സമയവും അതിൽ ഉൾപ്പെടുന്നു. അരമണിക്കൂറാണ് ചോദ്യം. ഇനി ചോദ്യങ്ങൾ ഇവിടെ തീരുകയാണ്. ഇനി ചോദ്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതല്ല. ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ചോദ്യങ്ങൾ ഇനി സ്വീകരിക്കുന്നതല്ല. അയ്യൂബിനോടുള്ള ഒന്നാമത്തെ ചോദ്യം, എന്താണ് സത്യം എന്നതിന്റെ താങ്കളുടെ വ്യാഖ്യാനം എന്താണ്? സത്യം എന്നുള്ളതിന്റെ താങ്കളുടെ വ്യാഖ്യാനം എന്താണ്? ഉടനെ വേഗം. സത്യം എന്നത് സത്യം, അസത്യം, നന്മ, തിന്മ ഇതൊക്കെ സമൂഹത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് രൂപപ്പെടുത്തുന്ന സംഗതിയാണ്. കാലേക്കൂട്ടി ഒരാൾ ഇറക്കിത്തരുന്നതല്ല. കാലഘട്ടത്തിനനുസരിച്ച് സത്യവും മാറ്റങ്ങൾക്ക് വിധേയമാണ്. സത്യം ആപേക്ഷികമാണ്. അത് സമൂഹത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ചോദ്യം 2, ദൈവിക വെളിപാടുകൾ എന്ന് കരുതപ്പെടുന്ന ഖുർആൻ പോലുള്ള ഗ്രന്ഥങ്ങൾ മാനുഷിക മൂല്യങ്ങൾക്ക് നല്ല സാമൂഹിക ജീവിതക്രമങ്ങൾ ഉപകരിക്കുമെങ്കിൽ അവ നിലനിൽക്കുന്നതിന് സമൂഹത്തിന് നല്ലതല്ലേ? എന്ന് കരുതി മൗനം പാലിക്കുന്നതല്ലേ നല്ലത്? ഒരു ഖുർആനിൽ എല്ലാം മോശമെന്നൊന്നും അർത്ഥമല്ല. ഖുർആനിൽ നല്ലതുണ്ട്. ഖുർആനിൽ വിശ്വമാനവികതയ്ക്ക് എതിരാകുന്ന ഒരുപാട് വചനങ്ങളും ഉണ്ട്. ആ ഖുർആൻ വിശ്വമാനവികതയ്ക്ക് എതിരാകുന്ന വചനങ്ങളെ വിമർശനത്തോടു കൂടി വിശകലനത്തിന് വിധേയമാക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഒരു യുക്തിവാദിയോടാണ് ചോദ്യം. യുക്തിവാദി പ്രതിനിധിയോട് ചോദ്യം. അയ്യൂബിനോടല്ല എന്ന് തോന്നുന്നു. യുക്തിവാദി പ്രതിനിധിയോടാണ്. അയ്യൂബ് യുക്തിവാദി പ്രതിനിധിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ചോദ്യം അയ്യൂബിന് കൊടുക്കുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോഴും മരണപ്പെടുമ്പോഴും എന്തോ ഒരു വസ്തു മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് ശാസ്ത്രം തെളിയിക്കുന്നതായി വായിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു സംഭവം ശാസ്ത്രം പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഖുർആൻ പറയുന്ന കാര്യവും ശരിയല്ലേ? ഖുർആൻ പറയുന്ന ആ കാര്യം ആത്മാവാണ്. ആത്മാവും ജീവനും രണ്ടല്ലേ? അത് ജീവനായതുകൊണ്ടല്ലേ മരണശേഷവും മനുഷ്യന്റെ അവയവം മാറ്റിവെക്കാൻ ഉപയോഗിക്കുന്നത്? ജീവൻ എന്നത് തന്നെയാണ് റൂഹ് എന്നതിന്റെ വിവർത്തനം. റൂഹിനെ കുറിച്ച് മുഹമ്മദ് നബിയോട് അന്നത്തെ ആളുകൾ ചോദിച്ചുകൊണ്ടാണ് കുലിർ റൂഹു മിൻ അംരി റബ്ബി എന്ന് ഉത്തരം പറയാൻ പറഞ്ഞത്. എന്താണ് റൂഹ്? ഈ റൂഹ് എന്ന് തന്നെയാണ് ജീവൻ. ജീവന് അറബിയില് എന്താ പറയാ? ജീവിതത്തിന് ഹയാത്ത്, ഹയ്യ്, ജീവിച്ചിരിക്കുന്നവൻ എന്നുണ്ട്. അത് മാത്രമല്ല അള്ളാഹ്ക്ക് ഹയ്യ് എന്നൊരു സിഫത്തുണ്ട്. ജീവൻ എന്നൊരു സിഫത്ത് അള്ളാഹ്ക്കുണ്ട്. അതാരാ ഇട്ടുകൊടുത്തത്? നമുക്ക് തന്നത് ആരാ? അള്ളാഹു ആണെങ്കിൽ അള്ളാഹ്ക്ക് ഹയാത്ത് ഇട്ടുകൊടുത്തത് ആരാ? അത് തന്നാലെ ഉണ്ടാകുമെങ്കിൽ എല്ലാം അത് മറ്റൊരു യാദൃശികമായിട്ടുണ്ടായിക്കൂടെ? അള്ളാഹ്ക്ക് മാത്രം ഒരാൾ ഇട്ടുകൊടുക്കാതെ സ്വയം ഉണ്ടാവാനും മറ്റുള്ളവർക്കൊക്കെ ഒരാൾ ഇട്ടുകൊടുക്കണം എന്ന് പറയുന്നതാണ് വിഷമം. ഓക്കെ. ഭൂമിയിലെ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ മനുഷ്യൻ ഉൾപ്പെടെ സൃഷ്ടിച്ചത് ശാസ്ത്രമാണെന്നാണോ താങ്കളുടെ വാദം? അതോ അവയുടെ സൃഷ്ടിപ്പിന്റെ സംവിധാനത്തെക്കുറിച്ച് പഠനമോ? ഏതാണ് ശാസ്ത്രം? സൃഷ്ടിച്ചത് ശാസ്ത്രമാണെങ്കിൽ വർഷങ്ങളായി ഗവേഷണം നടത്തിയിട്ടും എന്തുകൊണ്ട് മഴ പെയ്യിക്കാനുള്ള ശാസ്ത്ര ശ്രമം പരാജയപ്പെടുന്നു? സൃഷ്ടിക്കാൻ ഒരാൾ ഉണ്ടാവണം എന്നൊരു ബോധം മതബോധമാണ്. എല്ലാം ദൈവം ഇങ്ങനെ പരിപ്പോടുണ്ടാക്കുന്നത് പോലെ ഓരോന്നോരോന്നായി ഉണ്ടാക്കി എന്ന സയൻസിന് വിശ്വാസമില്ല. നമ്മളെ ശരീരത്തിൽ തന്നെ ഇപ്പോ ഉരുളൻ കല്ലുണ്ട്. പുഴയുടെ തീരത്ത് ചെന്നാൽ ഉരുണ്ട കല്ലുകൾ ഇങ്ങനെ കാണാം. പടച്ചോൻ വന്ന് ഉരുട്ടിയതല്ല.
ഒരുപാട് ചാണകത്തിനുള്ളിൽ ഒരുപാട് പുഴുക്കളുണ്ട്, നമ്മുടെ വയറ്റിലുണ്ട്. ഇതൊക്കെ പടച്ചോൻ വന്നിട്ട് ഓരോന്നോരോന്നോരോന്നും ഉണ്ടാക്കിയതല്ല, പ്രകൃതിയുടെ ഭാഗമായി ഉണ്ടാകുകയാണ്. സൃഷ്ടിച്ചതല്ല, സ്വമേധയെ ഉണ്ട്. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നത് മണ്ണ് കൊടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങളെ കയ്യിൽ ചെന്നിട്ട് ചപ്പാത്തിന്റെ മാവ് കൊടുത്തിട്ട് ആട്ട കൊടുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെയാണ്. അല്ലാതെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചിട്ടില്ല. ഖുർആനിൽ പറഞ്ഞ സൃഷ്ടി മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു സൃഷ്ടിപ്പ് സയൻസ് അംഗീകരിക്കുന്നില്ല. സൃഷ്ടിക്കാൻ ഒരാൾ അങ്ങനൊന്നുമില്ല. അത് മതത്തിന്റെ സ്വഭാവമാണ്. പ്രപഞ്ചത്തിൽ നക്ഷത്രങ്ങൾ കുറെ കാലങ്ങൾ കഴിഞ്ഞാൽ നശിച്ചു പോകുന്നു. പുതിയ നക്ഷത്രങ്ങളും പുതിയ ഗാലക്സികളും പിറവിയെടുക്കുന്നു. ഇവക്ക് രൂപാന്തരപ്പെടാനുള്ള ഹൈഡ്രജനുകൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രം പറയുന്നു. ഏതാണ് ആ കേന്ദ്രം? ആരാണ് ഇത് നൽകുന്നത്? നക്ഷത്രങ്ങൾ ഒരുപാട് ഉതിർന്നു വീഴുന്നു, ഒരുപാട് പുതുതായി ഉണ്ടാകുന്നു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ബിഗ് ബാങ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഈ ബിഗ് ബാങ് എന്നൊരു തിയറിയിലൂടെ വികസിക്കുന്നു, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. നക്ഷത്രങ്ങൾ കുറെ കഴിയുമ്പോൾ ഇത് ഇല്ലാണ്ടായിത്തീരുന്നു. അങ്ങനൊക്കെ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് നശിക്കുമ്പോൾ വേറൊന്നുണ്ടാകുന്നത് ഈ നശിച്ചതല്ല, പക്ഷേ ഏതോ ഒരു നശിച്ച ഇല്ലാണ്ടായ ഒരു നക്ഷത്രത്തിൽ നിന്നാണ് ഇന്ന് ഈ ഭൂമിയും നമ്മളും എല്ലാം ഉണ്ടായത്. മുമ്പേ നശിച്ചുപോയ ഒരു നക്ഷത്രത്തിൽ നിന്നാണ്. ഇനി ചളിവെള്ളത്തിൽ കടൽ ചില സമയങ്ങളിൽ ചളിവെള്ളം പോലെ വന്ന ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുണ്ട്. ചോദ്യം എങ്ങനെയാണ് ഈ ചോദ്യം ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞു ഖുർആൻ സൂര്യൻ പാപ്പടച്ചട്ടിയിൽ മുങ്ങും പോലെ ചളിവെള്ളത്തിൽ മുങ്ങുന്നു എന്ന്. ചോദ്യം ഒന്ന്, അള്ളാഹു ഇത് ശാസ്ത്രീയമായി പറഞ്ഞതല്ലേ? കാരണം ദുൽഖർനൈൻ കണ്ടു എന്നാണ് പറഞ്ഞത്. ഉദാഹരണം, സൂര്യൻ അസ്തമിക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് നാം അസ്തമിക്കുന്നു എന്ന് പറയുന്നു. ഇത്ര മണിക്ക് അസ്തമിക്കും എന്ന കണക്ക് കൂട്ടി പറയുന്നു. ഇനി ചളിവെള്ളത്തിൽ മുങ്ങുമോ? കടൽ ചില സമയങ്ങളിൽ ചളിവെള്ളം പോലെ വന്ന ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുണ്ട്. ചോദ്യം രണ്ട്, ബിഗ് ബാങ് തിയറി ഖുർആനിന് ശേഷമാണ് ശാസ്ത്രം പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. ഇത് എങ്ങനെ ഖുർആൻ പറഞ്ഞു? ചോദ്യം മൂന്ന്, ഫ്രീസ് മൂന്നും പറയണോ അല്ലെങ്കിൽ ഓരോന്നായിട്ട് പറയണോ? ആദ്യത്തേത് ദുൽഖർനൈനെ കുറിച്ചുള്ളതാണ്. അത് സൂര്യൻ അസ്തമിക്കുന്നില്ല, സൂര്യൻ അസ്തമിക്കുന്നു എന്ന് തോന്നുന്നത് മാത്രമല്ലേ, അത് ചളിവെള്ളത്തിൽ മുങ്ങുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് തെറ്റാവുക എന്നുള്ളതാണ് ചോദ്യം. ദുൽഖർനൈൻ എന്ന് പറഞ്ഞ രണ്ട് കൊമ്പുള്ള ആള് എന്നാണല്ലോ. അയാളെ പേര് പോലും അല്ല പറഞ്ഞിട്ടില്ല. ദുൽഖർനൈൻ എന്ന് പറഞ്ഞ രണ്ട് കൊമ്പുള്ള ആള് എന്നാണ്. അദ്ദേഹം കണ്ട ഒരു കാഴ്ച ഖുർആനിലൂടെ എടുത്തുദ്ധരിക്കുന്നത് ദുൽഖർനൈൻ പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ടല്ലോ എടുത്തുദ്ധരിച്ചു തന്നത്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരു കാഴ്ചയാണ്. സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ മുഹമ്മദ് നബിന്റെ കാലത്ത് കണ്ടുകൊണ്ടാണ് മഗ്രിബ്, മശ്രിക്ക്, മശാരിക്ക്, മഗ്രിബൈൻ, മശ്രിക്കൈൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഖുർആനിൽ ഇത് യാഥാർത്ഥ്യത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ബിഗ് ബാങ് തിയറി ഖുർആനിന് ശേഷമാണ് ശാസ്ത്രം പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. ഇത് എങ്ങനെ ഖുർആൻ പറഞ്ഞു എന്നുള്ളതാണ്. ഖുർആനിൽ ഒരു ബിഗ് ബാങ് തിയറിയും ഇല്ല. ഖുർആനിൽ അദ്ദേഹം പറഞ്ഞ ആയത്ത് ഇദാ കാനത റത്ഖൻ ഫഫതഖ്നാഹുമാ എന്ന് പറഞ്ഞ ആയത്ത് ആകാശവും ഭൂമിയും, ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞ വാക്ക് തന്നെ അതിനെ വിമർശകർ ഉപയോഗിച്ച വാക്കാണ്. സത്യത്തിൽ ആ കണ്ടെത്തിയ സയന്റിസ്റ്റ് കൊടുത്ത പേരല്ല ബിഗ് ബാങ്. ആ തിയറി ഇന്ന് ഏകദേശം ശരിയാണെന്ന് ശാസ്ത്രം അനുമാനിക്കുന്നു. പൂർണ്ണമായും ശരിവെക്കാൻ ബിഗ് ബാങ് ശരിയാക്കി തീരുമാനിച്ചിട്ടില്ല. ഒരു അനുമാനമാണ്. ഇന്നത്തെ തെളിവ് വെച്ചിട്ട് ബിഗ് ബാങ് കുറച്ചുകൂടി സത്യമാണെന്നാ പറയുന്നത്. ഇനി രണ്ട്, അത് ഖുർആനിലില്ല. ഈ ഖുർആനിൽ പറയും ഇന്നാ ലഹു ലമൂസിഊൻ എന്ന് പറഞ്ഞാൽ ലഖാദിറൂൻ എന്നാണ് അതിന് അർത്ഥമുള്ളത്. മൂസിയൂൻ എന്ന് പറഞ്ഞാൽ വികസിക്കാൻ എന്നല്ല. ഖുർആനിൽ ഈ മൂസിയൂൻ എന്നുള്ള വാക്ക് ഒരുപാട് സ്ഥലത്തുണ്ട്. ഇവിടങ്ങൾ വികസിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്തൊക്കെ അള്ളാന്റെ സിഫത്തായിട്ടാണ് ചിലയിടത്ത് പിന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന് തന്നെ മൂന്നാമത്തെ ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് കണ്ടതുകൊണ്ട് തള്ളിക്കളയുന്നു. ചോദ്യം ഇതാണ്, സദാചാരവുമായി ബന്ധപ്പെട്ടതാണ്. സദാചാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സദാചാരത്തിന്റെ വേറൊരു സംവാദം വെക്കുന്നതായിരിക്കും സുഹൃത്തെ നല്ലത്. ഇനി അടുത്ത ചോദ്യം, ഖുർആനിൽ സദാചാരം പഠിപ്പിക്കുന്നു. സദാചാരമല്ല വിഷയം എന്നുള്ളത് കൊണ്ട് സദാചാരത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കാവുന്നതാണ്. അയ്യൂബ് മൗലവിയോട്, യുക്തിവാദികൾക്ക് ജീവിതത്തിലെ സദാചാര മാർഗരേഖ എന്താണ്? മുമ്പ് ഉന്നയിക്കപ്പെട്ട പോലെ ഏത്? അതും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് അതും ചോദ്യം പറയാൻ ബാധ്യസ്ഥനല്ലാതെ ആവുന്നു. അടുത്ത ചോദ്യം,
ഇതൊന്ന് സഹായിക്കുക. ഫിറോസെ ഒന്ന് സഹായിക്കും. അയ്യോ വേഗം. അയ്യോ മൗലവിയോട്, താങ്കൾ പേരിന്റെ കൂടെ മൗലവി എന്ന് സ്വീകരിച്ചതിന്റെ ശാസ്ത്രം എന്താണ്? ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയതായ കൊണ്ട് അയ്യൂബ് മൗലവിക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. വ്യക്തിപരമായ ചോദ്യമാണ്. വ്യക്തിപരമായ ചോദ്യം. ഇപ്പൊ ഞാൻ ഇന്ന് മൗലവി പണിയെടുക്കുന്ന ആളല്ല, മുമ്പ് ഞാൻ മൗലവി പണിയെടുത്തിരുന്ന ഒരാളാണ്. ഒരു സ്കൂൾ അധ്യാപകൻ അദ്ദേഹത്തിന്റെ ടീച്ചിങ് മേഖല കഴിഞ്ഞാലും മാഷ് എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ ഉസ്താദ്, നമ്മൾ പഠിപ്പിച്ച ഉസ്താദ് എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ പേര് സ്വീകരിക്കാറില്ല. എന്റെ പേര് ഞാൻ പറയുമ്പോൾ അയ്യൂബ് PM എന്നാ പറയാറ്, മൗലവി എന്ന് പറയാറില്ല. കാരണം ആ പേര് സ്വീകരിക്കാൻ ഞാൻ താല്പര്യപ്പെടാറില്ല. കാരണം ഞാനിപ്പോ ആ പണി ചെയ്യാറില്ല. അയ്യൂബിനോടുള്ള വ്യക്തിപരമായ ഒരു ചോദ്യമാണ്, താങ്കൾ വൈദ്യുതി കണ്ടിട്ടുണ്ടോ? ഇല്ല. അടുത്ത ചോദ്യം, മനസ്സ് ഹൃദയമാണെങ്കിൽ ഹൃദയം മാറ്റിവെച്ചാൽ മനസ്സ് മാറുമോ? അത് എന്നോടല്ല. മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങൾക്കാണ് മനസ്സെന്ന് പറയുന്നത്. ഇന്ന് സയൻസ് ഒരു ഏകദേശം പ്രൂവ് ചെയ്ത കാര്യമാണ്, അല്ലാതെ ഹൃദയത്തിലാണെന്നല്ല. നമ്മളിന്ന് മൃഗങ്ങളുടെ ഹൃദയം മനുഷ്യന് വെക്കാറുണ്ട്, അതിനുവേണ്ടി മൃഗങ്ങളെ പോറ്റാറുമുണ്ട്. ഇന്ന് ഖുർആനിനെതിരായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്ന എന്തൊക്കെ ശാസ്ത്ര നിഗമനങ്ങൾ നാളെയും ശാസ്ത്ര സത്യങ്ങളാവുമെന്ന് താങ്കൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും? അങ്ങനെ എന്തെങ്കിലും ഉറപ്പിച്ചു പറയാൻ പറ്റുമെങ്കിൽ ഖുർആൻ നൂറ്റാണ്ടുകളായി മാറ്റമില്ലാതെ തുടരുന്നതിനെ താങ്കൾ എങ്ങനെ വിമർശിക്കും? ഉറപ്പിച്ച് പറയാൻ പറ്റില്ലെങ്കിൽ എങ്ങനെ അത് വെച്ച് ഖുർആനിനെ വിമർശിക്കും? ഇന്നത്തെ നിലപാട് വെച്ചിട്ടാണ് പറയുന്നത്. ഇന്ന് നമ്മൾ സയൻസ് പ്രൂവ് ചെയ്ത് നാളെ ഖുർആനിൽ പറഞ്ഞതുപോലെ മനസ്സെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തന്നെയാണ്, അല്ല തലയിലല്ല എന്ന് പിന്നീട് സയൻസ് തെളിയിച്ചാൽ നമ്മൾ അത് പറയും. ഇന്നത്തെ തെളിവനുസരിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കയ്യടി വേണ്ട. അടുത്ത ചോദ്യം, അതും വളരെ വ്യക്തിപരമായ ചോദ്യമാണെങ്കിലും അതിലൊരു യുക്തി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ചോദ്യം വായിക്കുന്നത്. താങ്കളുടെ പിതാവ് ഇന്നയാളാണ് എന്ന് താങ്കൾ ശാസ്ത്രം വെച്ചാണോ തെളിയിച്ചത്? അതെ. അല്ല, അങ്ങനെ തെളിയിക്കുവാൻ DNA ടെസ്റ്റ് നടത്തിയാൽ മതി. എനിക്ക് എന്റെ അമ്മാനെ സംശയമൊന്നുമില്ല. എന്റെ അമ്മാനെ സംശയം ഉണ്ടെങ്കിലല്ലേ ഞാൻ അത് ചെയ്യേണ്ടുള്ളൂ. അടുത്ത ചോദ്യം, മോഷണം, പിടിച്ചു പറയും, ബലാത്സംഗം ഇവയൊക്കെ ചെയ്യുന്നത് എനിക്ക് ശരിയാണെന്നോ എന്ന് തെറ്റാണെന്ന് എന്നോട് തന്നെ ഉദ്ദേശിക്കാൻ പറ്റിയ ലെവൽ പറഞ്ഞിട്ടില്ല. ഇതും നമ്മുടെ വിഷയത്തിന്റെ പരിധിയിൽ വരുന്നതല്ലാത്തത് കൊണ്ട്, മോഷണമൊന്നും നമ്മുടെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയമല്ലാത്തത് കൊണ്ട് അത് മാറ്റിവെക്കുന്നു. താങ്കളുടെ കാഴ്ചപ്പാടിൽ താങ്കളുടെ മകൻ താങ്കളെ നീതീകരിക്കാവുന്ന കാരണങ്ങളൊന്നുമില്ലാതെ വധിക്കുന്നത് ശരിയാണോ തെറ്റോ? താങ്കളുടെ മകൻ താങ്കളെ നീതീകരിക്കാവുന്ന കാര്യമൊന്നുമില്ലാതെ വധിക്കുന്നത് തെറ്റോ ശരിയോ എന്നാണ് ചോദ്യം. ആരും ആരെയും വധിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഞാൻ ഒരു തെറ്റ് ചെയ്താൽ എന്റെ മകൻ ഒരു ജഡ്ജിയായി വന്നാൽ ഇപ്പൊ മേമന് ശിക്ഷ കൊടുത്തതുപോലെ അവിടെ നീതിയാണ് നോക്കേണ്ടത്, ബന്ധം നോക്കാതെ. അച്ഛനായാൽ പോലും എന്റെ മകൻ വിധിക്കേണ്ടത് നീതിപൂർവ്വം വിധിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, താങ്കൾക്ക് 40 വയസ്സായി എന്ന് വിചാരിക്കുകയെങ്കിൽ 42 വർഷം മുമ്പ് താങ്കൾ എവിടെയായിരുന്നു? ചോദ്യം തള്ളിക്കളയുന്നു. അതിൽ തന്നെയുള്ള അടുത്ത ചോദ്യം, 42 വർഷം മുമ്പ് താങ്കൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ യാതൊരു യുക്തിയുമില്ല. അതിലുള്ള ശാസ്ത്രം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അയ്യൂബിന് മനസ്സിലായെങ്കിൽ അയ്യൂബിന് പറയാം. 42 വർഷം മുമ്പ് ഞാൻ ഈ ലോകത്ത് അപ്പോ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. 42 വർഷം മുമ്പ് ഞാൻ ഒന്നുമില്ലായിരുന്നു. 42 വർഷമായപ്പോൾ എൻ്റെ ഉമ്മ ബാപ്പൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങളുണ്ടായി. അല്ല അള്ളാഹ് വന്നിട്ട് എൻ്റെ ഉമ്മാന്റെ വയറ്റിക്ക് കൊണ്ടാക്കിയതൊന്നല്ല. ശരി, അടുത്ത ചോദ്യം, അതേ ആളുടെ തന്നെ അടുത്ത ചോദ്യം, എല്ലാ സെൽസിലും ജീവനുണ്ട് എന്നത് ശരിയാണെങ്കിൽ നമ്മുടെ മുടി, നഖം എന്നിവ മുറിക്കുമ്പോൾ അതിന് വേദനയില്ലാത്തത് എന്തുകൊണ്ട്? രണ്ട് തരം സെൽ, അത് നല്ലൊരു പരിപാടിയാണ്. സംഗതി നമ്മൾ സുന്നത്ത് കഴിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. നഖം, മുടി എന്നൊക്കെ പറയുന്നത് പിന്നെയും വളരും, പക്ഷേ അതൊരു വേദന ഉണ്ടാക്കുന്ന ഒരു സംഗതിയല്ല. സെല്ലുകൾ തന്നെയാണ്, പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത് പോലെ സെല്ലുകൾ തന്നെ. എല്ലാ സെല്ലുകളും ഇതുപോലെ വേദന ഉണ്ടാക്കുന്ന ഒരു സെല്ലുകളല്ല. അടുത്ത ചോദ്യവും നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് തള്ളിക്കളയുന്നു. സദാചാരമല്ല നമ്മുടെ വിഷയം. അയ്യൂബ് മൗലവിയോട്, ഒരു യുക്തിവാദി കുറെ കാലം തന്നെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. തിരിച്ചു വരുമ്പോൾ ഭാര്യ ഗർഭിണിയാണ്. ഭാര്യ പറയുന്നു തന്റെ അണ്ഡകോശങ്ങൾ ആകസ്മികമായി കൂടിച്ചേർന്ന് ക്ലോണിംഗ് നടന്ന് ഗർഭമുണ്ടായെന്ന്.
ഇതിൻ്റെ സംഭാവ്യത താങ്കൾ അംഗീകരിക്കാനാകുമോ? ഇത് അംഗീകരിക്കാത്ത ഒരു യുക്തിവാദി പരിണാമവാദം അംഗീകരിക്കുന്നതിൽ യുക്തിയുണ്ടോ? അല്ല ആണും പെണ്ണും ചേർന്നിട്ടാണ്, അണ്ടവും ബീജവും ചേർന്നിട്ടാണ് സാധാരണ കുഞ്ഞുണ്ടാവാറ്. ഞാൻ ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും എൻ്റെ ഭാര്യ വേറെ ആളായിട്ട് ബന്ധപ്പെട്ടാലും കുട്ടികളുണ്ടാവും, നേരാണ്. പക്ഷേ ഇന്ന് ആണും പെണ്ണും ചേരാതെ കുട്ടികൾ ഉണ്ടാകും എന്നുള്ളത് ആ ചോദ്യക്കാരെ സമ്മതിക്കുന്നു. പടച്ചോൻ ആണിനെയും പെണ്ണിനെ പറ്റിയാ പറയുന്നത്. പിന്നെ ക്ലോണിങ് അതുപോലെ ഒരുപാട് സംഗതിക്ക് പുരുഷന്റെ ആവശ്യമൊന്നും വേണ്ട എന്ന് തെളിയിക്കുന്നുണ്ടല്ലോ. ഇത് ചോദ്യമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു വിമർശനം ഉന്നയിച്ചതാണ്. അതിവിടെ പ്രസക്തമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വായിക്കുന്നു. അയ്യൂബിന് മറുപടി പറയേണ്ടതില്ല. സുഹൃത്തെ, ലാൽ ജോസ് സംവിധാനം ചെയ്ത ചാന്ത് പൊട്ട് എന്ന സിനിമ കണ്ടാൽ മനസ്സിലാകും മൂന്നാം ലിംഗക്കാർ ഇല്ലെന്ന്. അത് മനുഷ്യൻ അവന്റെ താല്പര്യമനുസരിച്ച് മാറ്റുന്നതാണ്. ഇതിൽ ചോദ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ചോദ്യമായിട്ട് പരിഗണിക്കുന്നില്ല. അടുത്ത ചോദ്യം, മരിച്ച വ്യക്തിയുടെ സെൽ മാറ്റാൻ മറ്റൊരാൾക്ക് നൽകിയാൽ ഉപകാരപ്പെടുന്നു. ജീവൻ നിലനിർത്താം എന്നാണെങ്കിൽ മരിച്ചു കിടക്കുന്ന 5 പേർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇവരുടെ സെല്ലുകൾ എടുത്ത് ഇവർക്ക് തന്നെ മാറ്റിവെച്ചു കൊടുത്താൽ ആ 5-ൽ ആരെങ്കിലും ഉയർത്തെഴുന്നേൽക്കുമോ? പുനർജന്മം എന്ന വിഷയമായിട്ടാണ് അതിന് ബന്ധമെങ്കിൽ ഖുർആനിൽ പുനർജന്മം പറയുന്ന സംഗതി തെളിവുകൾ വേറെയാണ്. അതിനാൽ ഈ പുനർജന്മത്തെക്കുറിച്ച് ഖുർആനിൽ, പരലോകത്തെ യൗമുൽ ആഖിറിനെ കുറിച്ച്, യൗമുൽ ബാത്തിനെ കുറിച്ച് ഖുർആന്റെ കാഴ്ചപ്പാട് വേറെയാണ്. 2, ഞാനൊരു പുനർജന്മത്തിലും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് പറയുന്നതിലൊന്നും എനിക്ക് വിശ്വാസമല്ല. അതിനെക്കൊണ്ട് ഞാൻ അത് തള്ളിക്കളയുന്നു. അടുത്ത അതേ ആ ചോദ്യം തന്നെയുള്ള രണ്ടാമത്തെ ഭാഗം, ജീവൻ പോയാൽ മറ്റൊരു ആർക്കും ഉപകരിക്കില്ലെങ്കിൽ ജീവൻ എന്തെന്നും ആണ് ചിന്താവിഷയം. ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ബോധിക്കുന്നത് പോലെ പറയണമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് അദ്ദേഹത്തെ നിർബന്ധിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞ ഉത്തരം നിങ്ങൾക്ക് ബോധിക്കുന്നതല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധിക്കുന്നത് പോലെ ഉത്തരം പറയാൻ അദ്ദേഹത്തെ നിർബന്ധിക്കാൻ എനിക്ക് കഴിയില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ബാഹ്യ ഇടപെടലുകളില്ലാതെ ഈ പ്രപഞ്ചങ്ങൾ ഉണ്ടായ എന്തെങ്കിലും വസ്തുക്കളെ കാണിച്ചു തരാമോ? ബാഹ്യ ഇടപെടലുകളില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായ എന്തെങ്കിലും വസ്തുക്കളെ കാണിച്ചു തരാമോ? ദൈവം, ഈ പ്രപഞ്ചം ആരാണ്ടാക്കി? ബാഹ്യശക്തിയായ ദൈവമാണെന്നാ പറയുന്നെങ്കിൽ ആ ദൈവവും ഇന്ന് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രവർത്തനമാണ് ദൈവം എന്നൊരു സംഗതി. അത് ഭൗതിക പ്രവൃത്തിക്ക് അപ്പുറത്തോ പ്രപഞ്ചത്തിന് അതീതമായ ഒരു ശക്തിയുമില്ല. അങ്ങനെ ഉണ്ട് തന്നെ ദൈവം അങ്ങനെ ആയിക്കാരം. അലി അക്ബർ മലപ്പുറത്തിന്റെ ചോദ്യവും സദാചാര വിഷയമായതുകൊണ്ട് തള്ളിക്കളയുന്നു. അടുത്ത ചോദ്യം, നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ കാമപൂർത്തീകരണത്തിന് വേണ്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതിൽ നിന്ന് 1-2 തുള്ളി ഇന്ദ്രിയം ഗർഭാശയത്തിൽ എത്തുന്നു. പിന്നീട് മനുഷ്യരൂപം നൽകുവാൻ നാം എന്താണ് ചെയ്യുന്നത്? യുക്തിവാദ പ്രകാരം വിശദീകരിക്കുക. അണ്ടവും ബീജവും ചേർന്നാൽ മനുഷ്യനായിത്തീരുന്നു, എന്തുകൊണ്ട് കുരങ്ങായില്ല എന്നത് നമ്മുടെ പരിണാമഘട്ടങ്ങളിലൂടെ വളർന്നു വന്ന ഒരു പ്രതിഭാസമാണത്. മനുഷ്യൻ ഉത്ഭവിക്കുന്നതിന്റെ മുമ്പ് നാം ആരോ ആയിരുന്നു. അന്നും അങ്ങനെ ഇണ ചേർന്നിട്ടും ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ ഇന്ന് കാണുന്ന ഈ മനുഷ്യനൊക്കെ അള്ള ഇങ്ങനെ സൃഷ്ടിച്ചു എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ ചോദ്യം നിലനിൽക്കുന്നത്. അടുത്ത ചോദ്യം, ശാസ്ത്രം ഉപയോഗിച്ച് നടത്തുന്ന പ്രവചനങ്ങളെല്ലാം സത്യമായി പുലരുന്നു എന്നാണ് അയ്യൂബ് മൗലവി പറഞ്ഞത്. ദിവസവും കാലാവസ്ഥാ പ്രവചനങ്ങൾ കാണുന്നവരല്ലേ നാം? ഇതൊക്കെ സത്യമാണ് എന്നത് പരമാബദ്ധമല്ലേ? ശാസ്ത്രം പറയുന്നത് വസ്തുനിഷ്ഠമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കുറേയൊക്കെ സംഭവ്യവുമാണ് അധികവും. ചിലത് സംഭവ്യമല്ലെങ്കിൽ അത് അവരുടെ പഠനത്തിന്റെ നിരീക്ഷണത്തിന്റെ വൈകല്യമാണത്. ഉപചോദ്യങ്ങൾ അനുവദിക്കുന്നതല്ല. അടുത്ത ചോദ്യം, മുസ്ലിങ്ങൾ വേദഗ്രന്ഥമായി ഖുർആൻ സ്വീകരിക്കുന്നു. യുക്തിവാദികൾ അടിസ്ഥാന ശാസ്ത്ര ഗ്രന്ഥമായി സ്വീകരിക്കുന്ന ശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? യുക്തിവാദികൾക്ക് അങ്ങനെ ഒരു അടിസ്ഥാനമായ ഒരു ആചാര്യനോ ഒരു ഗ്രന്ഥമോ ഒന്നുമേ ഇല്ല. സമൂഹത്തിൽ രൂപപ്പെടുന്ന നിയമങ്ങൾ, ഇപ്പൊ കോടതിയിലുള്ള നിയമങ്ങളുണ്ട്. നമ്മൾ പല രാജ്യത്തും പല നിയമങ്ങളുണ്ട്. അതൊന്നും വേദഗ്രന്ഥങ്ങളല്ല, അവരവരുടെ സമൂഹ അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്ന നിയമങ്ങളാണുള്ളത്. യുക്തിവാദികൾക്ക് പണ്ടേ ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ട് അതെന്നെ ഫോളോ ചെയ്യണമെന്ന് വെച്ചാൽ നടക്കുന്ന കേസല്ല. മനുഷ്യന്റെ ജ്ഞാനം മാറുന്നു,
സാഹചര്യങ്ങൾ മാറുന്നു, എല്ലാം മാറുമ്പോൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമല്ലേ വേണ്ടത്? കാലയെ കൂട്ടിണ്ടാക്കിയ ഒരു പുസ്തകം യുക്തിവാദികൾക്ക് സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. അടുത്ത ചോദ്യം, ഈ ലോകത്ത് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് ഖുർആൻ തെളിവുകൾ നിരത്തി വിശ്വാസികൾ വാദിക്കുന്നു. അതേപോലെ ഈ ലോകത്തിന് ഒരു സൃഷ്ടാവ് ഇല്ല എന്ന് ശാസ്ത്രീയ തെളിവുകൾ നിരത്തി വാദിക്കാൻ കഴിയുമോ? സൃഷ്ടാവ് ഉണ്ട് എന്നും ഇല്ല എന്നും തെളിയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇപ്പൊ ഇവിടെ കാക്കിരി പൂക്കിരി എന്നൊരു സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഇല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പൊ ഉള്ള വസ്തുവിനെ നമുക്ക് തെളിയിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഡിങ്കൻ എന്നാണോ ദൈവം ഉണ്ട് എന്ന് ഞാനങ്ങ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലാന്ന് തെളിയിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ വേറെന്തെങ്കിലും? സയൻസിന് ഭൗതിക പ്രതിഭാസമല്ലേ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. മരണാനന്തരം ഒരു ജീവിതമില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇത്തരം പ്രചാരണ പരിപാടികൾ നടത്തുന്നത്? അതും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. മരണാനന്തര ജീവിതമല്ല നമ്മുടെ വിഷയം. അയ്യൂബ് മൗലവിയോടാണ് ചോദ്യം. യുക്തിവാദികൾ മതത്തെയും ദൈവത്തെയും യുക്തിയുടെ പേരിൽ എതിർത്തു വരുന്നു. മറ്റുള്ളവരെ അപഹസിക്കുന്നതാണെങ്കിൽ നിങ്ങൾ നിർമ്മിച്ച ഡിംഗമതത്തിന്റെ യുക്തി എന്താണ്? ഭാവിയിൽ നിങ്ങൾക്ക് ഡിംഗക്ഷേത്രവും ഡിംഗപ്രതിഷ്ഠയും ഉണ്ടാകുമോ? നിങ്ങളുടെ വേദഗ്രന്ഥം ബാലമംഗളമോ ബാലരമയോ വ്യക്തമാക്കിയാൽ കൊള്ളാം. ഇതിൽ യാതൊരു ശാസ്ത്രവും ഇല്ലാത്തതുകൊണ്ട് അത് ഡിംഗമതക്കാരോട് ചോദിക്കാൻ അയ്യൂബിന് വേണമെങ്കിൽ മറുപടി പറയാം. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഡിങ്കൻ എന്ന് പറയുന്ന ദൈവത്തെ ഒന്നും നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദൈവത്തെയും, പക്ഷെ മറ്റു ചില ആളുകൾ മറ്റു ദൈവങ്ങളെ പോലെ ഇതിനും അംഗീകാരം കിട്ടണം, അതിനും അവർ കോടതി പോവാനും മറ്റൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു തമാശയാണ് അത്. ഈ ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതാണ് ആ ഡിങ്കോയിസം എന്ന് പറയുന്നത്. ചാപിള്ളയാവാതെ ഭൂമിയിലേക്ക് വന്ന താങ്കൾ ഏറ്റവും കുറഞ്ഞത് ആരോട് താങ്ക്സ് പറയും? ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ അത് തന്നവനോട് താങ്ക്സ് പറയുന്നത് ഒരു സാമാന്യ മര്യാദയല്ലേ? ഞാൻ ഇന്ന അള്ളാഹു ആണ് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോഴല്ല അൽഹംദുലില്ലാ അല്ലെ ദുംതും ബിഖൈർ എന്നൊക്കെ പറയേണ്ടുള്ളൂ. അങ്ങനെയാണ് ഇവിടെ നോക്കൂ, ജനിക്കുമ്പോ തന്നെ വികലാംഗനായിട്ടും വിരൂപനായിട്ടും പലതും ജനിക്കുന്നില്ലേ? പള്ളന്റെ ഉള്ളിൽ തന്നെ ചാപ്പിള്ളയായിട്ട് ജനിക്കുന്നില്ലേ? അപ്പൊ ജനനവും മരണവുമായി അള്ളാഹ്ക്ക് ഒരു പങ്കുമില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. സായിബാബ അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്തപ്പോൾ അത് തള്ളിക്കളഞ്ഞ് അത് തട്ടിപ്പാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ആ ഭസ്മത്തിലെ ഓരോ തരിയും എണ്ണിയാൽ അത്ര തന്നെ വരാവുന്ന പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങൾ താനേ ഉണ്ടായി എന്ന് എങ്ങനെ വിശ്വസിക്കും? അള്ളാഹ് താനേ ഉണ്ടാകുമോ? എങ്കിൽ ഇതൊക്കെ താനേ ഉണ്ടാകും. ഒരാൾക്ക് മാത്രം താനേ ഉണ്ടാകാൻ പാടില്ല എന്നെങ്ങനെ പറയാ? ഈ പ്രപഞ്ചം മുഴുക്ക സൃഷ്ടിച്ചു ആര്? അള്ളാഹ് സൃഷ്ടിച്ചു. അള്ളാഹ് ആരാ സൃഷ്ടിച്ച്? അത് ചോദിക്കാൻ പാടില്ല. അത് തന്നാലെ ഉണ്ടായി. നക്ഷത്രങ്ങളോ അത് ഒരാൾ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായി. അള്ളാഹ്ക്ക് തന്നാലെ ഉണ്ടാകാൻ പറ്റുമെങ്കിൽ ഇവക്കൊക്കെ തന്നാലെ ഉണ്ടാകാൻ പറ്റും. എന്താണ് കയ്യടി വേണ്ട? എന്താണ് ജീവൻ? എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? ആരാണ് നൽകുന്നത്? എന്താണ് ജീവൻ? എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? ആരാണ് നൽകുന്നത്? ആരാണ് പിൻവലിക്കുന്നത്? മനുഷ്യന്റെ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങൾക്കാണ് നാം ജീവൻ എന്ന് പറയുന്നത്. ആ ജീവൻ ആരും കുത്തിക്കയറ്റിയതല്ല. ഇത് മരിച്ചു പോകുമ്പോൾ എന്താണ് മരണം? മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിലക്കുന്നതിനാണ് മരണം എന്ന് പറയാ. കൈ വെട്ടിയാലും ജീവിക്കും, പക്ഷെ കവുത്ത് വെട്ടിയാൽ ജീവിക്കില്ല. അപ്പൊ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിലക്കുന്നതിന് മരണമെന്ന് പറയുന്നു. അവിടെ ഒരാൾ പോകാനുമില്ല, ഇങ്ങോട്ട് വണ്ടി കയറി വരാനുമില്ല. താങ്കളുടെ സുഹൃത്തിന്റെ മകൻ മരിച്ചു എന്ന് സങ്കല്പിക്കുക. എങ്കിൽ അയാളെ എന്ത് പറഞ്ഞ് താങ്കൾ ആശ്വസിപ്പിക്കും? നിങ്ങൾക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം. അല്ല, എന്റെ സുഹൃത്ത് മരിച്ചാൽ നമുക്ക് എന്റെ കുട്ടീനെ ഇവിടുന്ന് നമ്മളൊക്കെ ഇവിടത്തേക്ക് പോയപ്പോ ആറ്റുനോറ്റ് ഒരു മോനുണ്ടായി. ആ മോനിന് ആക്സിഡന്റിൽ മരിച്ച അള്ളാന്റെ വിധിയാണ് മോനെ, സായി ക്ഷമിച്ചള എന്ന് പറയുന്നതിന് പകരം വസ്തുതകൾ അവരെ ബോധ്യപ്പെടുത്തലല്ലേ? നീ ഒരു വണ്ടി ക്രോസ് ചെയ്തപ്പോ ശ്രദ്ധിച്ചില്ല, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഓരോരോ അതിന്റെ കാരണങ്ങൾ പറഞ്ഞാൽ ബോധ്യപ്പെടുത്തല്ലേ? എല്ലാം അലല്ലാന്ന് പറഞ്ഞാൽ പിന്നെ പഠനത്തിനും ചിന്തക്കും പ്രസക്തിയുണ്ടോ? അടുത്ത ചോദ്യം, മൗലവിയുടെ ജീവൻ അഥവാ സെല്ലുകളുടെ പ്രവർത്തനം എപ്പോൾ നിൽക്കും? ശാസ്ത്രീയമായി ഒന്ന് പറഞ്ഞു തരാമോ? എന്റെ സെല്ലുകൾ ഓരോ ദിവസവും നശിക്കുന്നു, പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നു. എപ്പോൾ നശിക്കുന്നു വെച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. എന്റെ മുടി ഞാപ്പെന്ന് മുട്ടയടിച്ചപ്പോൾ വേറെ മുടി വരുന്നു, നഖം മുറിക്കുമ്പോൾ വേറെ പുതിയ സെല്ലുകൾ ഉണ്ടാകുമ്പോൾ പഴയ സെല്ലുകൾ നശിക്കുന്നു, വീണ്ടും ഉണ്ടാകുന്നു. ഇങ്ങനെ നിരന്തരം മരണവും ജനനവും സെല്ലുകൾക്ക് നടക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. മുട്ടുസൂചിക്കൊരു നിർമ്മാതാവുണ്ടോ? ഉണ്ടെങ്കിൽ അയ്യൂബ് മൗലവിക്ക് ഒരു സൃഷ്ടാവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതോ താങ്കൾ സ്വയം ഉണ്ടായിത്തീർന്ന ഒരു വ്യക്തിയാണോ? എന്നെ സൃഷ്ടിച്ചത് എന്റെ മാതാപിതാക്കളാണ്. മുട്ടുസൂചി ഉണ്ടാക്കിയത് അതിന്റെ ഒരു കമ്പനിക്കാരാണ്. പക്ഷേ കുറെ നമ്മൾക്കൊക്കെ ഈ കാണുന്ന വീടുണ്ടാക്കിയത് നമ്മളാണ്, വണ്ടി ഉണ്ടാക്കിയത് ഇതൊക്കെ നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മൾ സൃഷ്ടിക്കാൻ നാം സ്വമേധയാ ഉണ്ടായ വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. താനെ ഉണ്ടായതും ഈ പ്രപഞ്ചത്തിലുണ്ട്, മനുഷ്യൻ നിർമ്മിച്ചതും ഉണ്ട്.
അടുത്ത ചോദ്യം, ഖുർആൻ അവതരണത്തിന് മുമ്പ് നടന്ന പല സംഭവങ്ങളും ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ഉദാഹരണം, നൂഹ് നബിയുടെ ജനത പ്രളയത്തിൽപ്പെട്ടത്. ഇത് സംഭവിച്ചിട്ടില്ല എന്ന് സയൻസിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതെ, നൂഹിന്റെ കപ്പല് ഇന്ന് സയൻസ് പരമായി തെളിയിക്കാൻ കഴിയില്ല. എന്തൊരു പലക എന്തൊരു ഉൾപ്പടി ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത്, എത്ര ആയിരുന്നു അതിന്റെ വീതി, നീളം, മായം, അതിലെത്ര ഇണകളാണ് ഉൾക്കൊള്ളിച്ചത്. അന്ന് എല്ലാ ഇണകളെയും അയാൾക്ക് ഉൾക്കൊള്ളിച്ചാൻ കഴിഞ്ഞിരുന്ന ചിത്രശലഭം തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. ഓരോന്നിനും പോയി അയാൾ പിടിച്ചു കൊണ്ടുവന്നതാണോ? കാട്ടിൽ എത്രങ്ങാനും ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങളിൽ കുറെ അവശേഷം നശിച്ച ജീവജാലങ്ങളുണ്ട്. 16 ലക്ഷത്തോളം നാമാവശേഷമായ ജീവികളുണ്ട്. അതെന്തുകൊണ്ട് നശിച്ചു എന്ന് പറയണം. ഇന്നുള്ള ജീവജാലങ്ങളൊക്കെ ആ കപ്പലിലുണ്ടായിരുന്ന വസ്തുക്കൾ തന്നെ എന്ന് പറയേണ്ടി വരും. പിന്നെ ഒരു ജലപ്രളയത്തിൽ ജലജീവികൾ നശിക്കാറുണ്ടോ? ഇതൊക്കെ ശാസ്ത്രീയമായി നോക്കിയാൽ അസാത്തിറുൽ അവ്വലീൻ, ഇത് കെട്ടുകഥയെന്ന് പറയേണ്ടി വരും. ഞാനൊരു മാന്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു മാർഗം നിർദ്ദേശം നൽകാൻ കഴിയുമോ? കഴിയും. ശാസ്ത്രം പറയുന്നത് മാറി മാറി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ സമൂഹത്തിന് എനിക്ക് ഗുണം കിട്ടുന്ന മാത്രം പോലെ എൻ്റെ സുഹൃത്തിനും കൂടി ദോഷമില്ലാത്ത നിയമങ്ങൾ സമൂഹം ഉണ്ടാക്കുന്നു. അതിനാണ് നമ്മൾ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത്. എംബ്രിയോളജി ശാസ്ത്രമാണ്, വാനശാസ്ത്രമുണ്ട്, സാമൂഹ്യ ശാസ്ത്രമല്ലേ? അതാരുണ്ടാക്കിയതാ? മനുഷ്യരുണ്ടാക്കിയതാണ്. ആ സാമൂഹ്യ ശാസ്ത്രം അനുസരിച്ച് ജീവിക്കണം. അടുത്ത ചോദ്യം, ലോകത്തെ എല്ലാ സ്ഥലത്തും ആണിനും പെണ്ണിനും പ്രത്യേകം സീറ്റുകൾ, യൂറിനുകൾ, കമ്പാർട്ട്മെന്റുകൾ ഹിജടകൾക്ക് പ്രത്യേകമില്ല. ഇത് പോരായ്മയാണോ? സീറ്റുകൾ ഹിജടകൾക്കും ഉപയോഗിക്കാം, അതേപോലെ ഖുർആനിൽ നിയമങ്ങളും ഉപയോഗിക്കാം. ഹിജടകൾക്ക് പ്രായോഗികമല്ലാത്ത വല്ല നിയമങ്ങൾ ഖുർആനിലുണ്ടോ? നോക്കൂ, ഹിജടകളെ കുറിച്ച് ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. നമ്മളെ കേരളത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി പോരായ്മകളുണ്ട്. ഹിജടകൾക്ക് പ്രത്യേക അവകാശങ്ങളും നിയമങ്ങളൊന്നുമില്ല. ഡൽഹി ഹൈക്കോടതിയാണ് ഇവർ കേസ് നടത്തി 12 കൊല്ലം കേസ് നടത്തിയിട്ട് അവരുടെ അവകാശം നേടിയെടുത്തത്. തമിഴ്നാട്ടിൽ ഇതുപോലുള്ള ആളുകൾക്ക് അവകാശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അവർ സുപ്രീം കോടതിയിലേക്ക് ഞങ്ങൾക്കും വേണം അവകാശം. കേരളത്തിൽ തന്നെ 2000 ചില്ലാനം ആളുകൾ ഇങ്ങനത്തെ ആളുകളുണ്ട്. അവർക്ക് അവകാശങ്ങൾ വേണ്ടേ? നമുക്ക് ഇങ്ങനത്തെ ഒരു മോനുണ്ടായാൽ, ഇങ്ങനത്തെ ഒരു മോളുണ്ടായാൽ നമുക്ക് അവർക്ക് അവകാശം വേണം നമുക്ക് തോന്നൂലേ? ജീവിതത്തിന്റെ അർത്ഥം തെരഞ്ഞുകൊണ്ടിട്ടുള്ള ചോദ്യമാണ്. ഈ ഭൂമിയിൽ നല്ലത് ചെയ്യുന്നതും തിന്മ ചെയ്യുന്നവരും ഒരുമിച്ച് മരിച്ചു മണ്ണാകുകയാണെങ്കിൽ എവിടെയാണ് ജീവിതത്തിന്റെ അർത്ഥം? ധാർമ്മികമായ ചോദ്യമാണ്. ജീവിതത്തിന് പ്രത്യേകമായ ഒരു അർത്ഥമോ ലക്ഷ്യമോ ഒന്നുമേ ഇല്ല. ആദ്യമായിട്ട് പറയുന്നു, എന്റെ നിലപാടാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിന് പ്രത്യേകമായ ഒരു ലക്ഷ്യമോ അർത്ഥമോ അത് നമ്മൾ കൽപ്പിക്കുന്നതാണ്. ഈ ലക്ഷ്യം ആര് തന്നതാ? നിങ്ങൾക്ക് അള്ള തന്നതാണ്. നമ്മളെ ലക്ഷ്യം ഞാൻ തീരുമാനിക്കേണ്ടതാണ്. ഇന്നത്തെ ലക്ഷ്യം എനിക്ക് നാളെ നമ്മുടെ സംവാദത്തിന് വന്നു, നാളെ എനിക്ക് ലക്ഷ്യം വേറല്ലേ? ഓരോരോ ലക്ഷ്യങ്ങൾ മാറൂലേ? അല്ലാതെ മരിച്ചു പോയിട്ട് ഇവിടുന്ന് കൂലി തരാത്ത പടത്തോൻ മരിച്ചു പോയിട്ട് എന്താ തരുന്നത്ര ഉറപ്പ് നിങ്ങൾക്ക്? ഇവിടുന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു രോഗി ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു, അതിന് കൂലി അത് അവിടെ ചെന്നിട്ട് കിട്ടും. അവിടെ ചെന്നിട്ട് കിട്ടിയിട്ട് എന്താ കാര്യം? ഇവിടുന്ന് എനിക്ക് കിട്ടണ്ടേ? അടുത്ത ചോദ്യം, അയ്യൂബ് സാറിന് നിങ്ങളുടെ വിശ്വാസപ്രകാരം ഈ പ്രപഞ്ചത്തിന് അന്ത്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുശേഷം എന്തായിരിക്കും? പ്രപഞ്ചത്തിന് തുടക്കമില്ലാത്തതുപോലെ ഒടുക്കവുമില്ല. ഫനാ എന്ന് പറഞ്ഞ സംഗതിയില്ല. ദ്രവ്യമാണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ദ്രവ്യം പല രൂപത്തിലുണ്ട്. ഇന്നെ കത്തിച്ചാൽ വെണ്ണീറാകും, അതൊന്നൊന്നിലേക്ക് രൂപപ്പെടുന്നു എന്നല്ലാതെ ആത്യന്തികമായി ബദുവും ഫനാവും ഇല്ല. മരണശേഷം പുനർജന്മമുണ്ടോ? മരണത്തോടു കൂടി എല്ലാം തീർന്നില്ലേ? മരണത്തിന് ശേഷം എന്തൊരു ജന്മം? അതിനെന്താ തെളിവ്? ഇല്ല എന്ന് പറയാനും തെളിവ് വേണ്ടേ? ഉണ്ട് എന്ന് പറയാനും തെളിവ് വേണം. ഞാൻ ഇല്ല എന്ന് പറയാനും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല, തെളിവ് വേണം. അങ്ങനെ ഇല്ലെങ്കിൽ ഈ ലോകത്ത് നീതി നടപ്പാവുമോ? അതറിയില്ല. ഇനി ഇതൊക്കെ കൂടി ഉണ്ടായിട്ട് ഇനി ഒരു ജന്മം നടപ്പാക്കുമോ എന്ന് വെച്ചാൽ അറിയില്ല. യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം സ്വയം ഉണ്ടാവരുത് എന്ന് പറയുന്നത്. പ്രപഞ്ചം ഉണ്ടായതിന് മുമ്പ് യുക്തിയുടെ അടിസ്ഥാനത്തിൽ മറുപടി, പ്രപഞ്ചം ഉണ്ടായതിന് മുമ്പ് യുക്തിയുടെ അടിസ്ഥാനത്തിൽ മറുപടി പറയാമോ? ഈ പ്രപഞ്ചം ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അള്ള എവിടെയെന്നു? അള്ളല്ലേ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ? അള്ള എവിടെ നിന്നിട്ടാ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്? അള്ള ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അള്ള എവിടെ നിന്നിട്ടാ ഇത് ഉണ്ടാക്കിയത്? ഈ കുപ്പിപ്പടല്ലാത്ത ഞാൻ ഇവിടെ വെച്ചതാണ് എന്നതുപോലെ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് അങ്ങേരെ അങ്ങ് സൃഷ്ടിച്ചപ്പോ അങ്ങേരെ എവിടെയായിരുന്നു? നമ്മളെ വിശ്വാസമല്ല. അല്ലെങ്കിൽ ഈ അള്ളൻ എന്താ അപ്പുറത്ത് ചാത്തനായിക്കൂടെ? അപ്പുറത്ത് വേറെ ഏതൊരു ദൈവങ്ങളായിക്കൂടെ? ഈ അള്ളന്നെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്താ ഇത്ര തെളിവ്? ഹിന്ദുക്കൾ പറയുന്ന ദൈവങ്ങളായിക്കൂടെ? ക്രിസ്ത്യാനികൾ പറയുന്ന ദൈവങ്ങളായിക്കൂടെ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാത്തനായിക്കൂടെ? എന്താ ഈ അള്ളന്നെ നിങ്ങളെ സൃഷ്ടിച്ചെന്ന് എന്താ അത്ര തെളിവ്? പരലോക വിശ്വാസം ഖുർആൻ സമർത്ഥിക്കുന്നു, യുക്തി ഉപയോഗിച്ച് അതിനെ ഖണ്ഡിക്കാമോ? പരലോകം യുക്തി ഉപയോഗിച്ചിട്ട് ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അറിയാം.
സൂറത്തു ഹജ്ജില് തുടക്കാൻ എനിക്ക് തോന്നുന്നു, ഈ ഭൂമി നിർജീവമായി കിടക്കുമ്പോൾ പെട്ടെന്ന് മഴ വന്നു, ഇതാ സസ്യജാലങ്ങളൊക്കെ കിളിർത്ത് വന്നു. ഇതുപോലെ മനുഷ്യൻ മരിച്ചു, അതുപോലെ അവനും ഇങ്ങനെ ഒരു മീൻ ഉണക്കാനിട്ടതുപോലെ മനുഷ്യനെ കൊണ്ടിട്ട് ഉണക്കിയിട്ട് അവിടെ ഇട്ടാൽ ഒരു വശം മുളച്ചു പൊന്തുമായിരിക്കും. സുഹൃത്തുക്കളെ, ജീവജാലങ്ങൾ മഴ പെയ്തപ്പോൾ പൊളച്ചു പൊന്തിയത് അതിന്റെ വിത്തിന് ജീവനുള്ളത് കൊണ്ടാണ്. നേരെ മറിച്ചിട്ട് നിങ്ങൾ പുല്ല് കരിക്കണ മരുന്നുണ്ട്, അവിടെ അടിച്ചോക്കൊണ്ടി അവിടെ മഴ പെയ്താലും പുല്ല് മുളക്കൂല. മരുഭൂമിയിൽ മഴ പെയ്താലും പുല്ല് മുളക്കൂല. നമ്മുടെ ഗ്രൗണ്ടിൽ പുല്ല് മുളക്കുന്നത് അതിന്റെ പുല്ലിന്റെ ജീവന് ഉണ്ടായിരുന്നു, ആ വിത്തിന് അല്പം ജീവനുള്ളത് കൊണ്ടാണ് മഴയതപ്പം മുളച്ചു പൊന്തിയത്. ഇനി അങ്ങനെ തെളിവായാൽ തന്നെ ഹിന്ദുക്കൾ പറയുന്ന ജന്മത്തിനല്ലേ തെളിവ്? ഇവിടെ തന്നെ കുരങ്ങനും ഇവിടെ തന്നെ കാക്കയൊക്കെ ആകുന്നതിനാ തെളിവ്. മരണാനന്തരത്തിന് ഇതെങ്ങനെ തെളിവാകുക? അടുത്ത ചോദ്യം, ആത്മാവ് എന്താണ്? അത് സൃഷ്ടിച്ചത് ആര്? ആത്മാവിനെ കുറിച്ച് അങ്ങനെ ഒരു സംഗതി ഇല്ല. അള്ളാഹിനോട് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞെന്തറിയോ? അതിന്റെ കാര്യം എനിക്കേ അറിയുള്ളൂ, നിനക്കറിയില്ല. കാരണം കിട്ടാത്ത കാര്യത്തിന് യസ് അലൂനക്ക എന്ന് ഖുർആനിൽ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉസ്ലൂബുൽ ഹക്കീം എന്ന തിയറി വെച്ചിട്ടാ പറയുന്നത്. അതിനോട് ചോദിച്ചാൽ ഉത്തരം തേങ്ങാന്ന് ചോദിച്ചാൽ മാങ്ങ എന്ന് പറയണം എന്നാണ്. അതാണ് ഉസ്ലൂബുൽ ഹക്കീമിന്റെ തിയറി. ശരി, അയ്യൂബിന് അനുവദിച്ച സമയം അരമണിക്കൂറായിരുന്നു. അതിന് 1 മിനിറ്റ് കൂടി ബാക്കിയേ ഉള്ളൂ. ഇത്രയും ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ലത്തീഫ് സാഹിബാണ് പറയേണ്ടത്. വേണമെങ്കിൽ ഈ ചോദ്യം തീർക്കാം നമുക്ക്. അത് 5 മിനിറ്റ് കൂടുതലായിട്ട് ചോദ്യം തീർക്കാം. അപ്പം ചോദ്യം തീർക്കാമെന്നുള്ളതാണ് ലത്തീഫ് സാഹിബിന്റെയും അഭിപ്രായം. അതുകൊണ്ട് കുറച്ച് സമയം നീട്ടി കൊടുക്കുന്നു. ആദവും ഹവ്വയും ആദ്യം സൃഷ്ടിച്ചത് മനുഷ്യർ എന്ന അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ സംസാരിച്ച ഭാഷയല്ലേ ലോകം മുഴുവൻ സംസാരിക്കേണ്ടത്? നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. സോറി, ഇത് അബ്ദുൽ ലത്തീഫിനോടുള്ള ചോദ്യമാണ്. ഇതിപ്പോഴത്തേക്ക് മാറിപ്പോയതാണ്. സർ, മനുഷ്യന് കിട്ടിയ ധാർമ്മിക പൈതൃക സംസ്കാരം ഇത് എങ്ങനെ കിട്ടുന്നു? ധാർമ്മികതയുമായിട്ട് സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടല്ലാത്തതുകൊണ്ട് അത് മാറ്റിവെക്കുന്നു. യുക്തിവാദികൾക്ക് ബന്ധം ഇല്ല എന്നും അവർക്ക് ലൈംഗിക ആവശ്യങ്ങൾ ഉമ്മ പെങ്ങൾ തുടങ്ങി അതും സദാചാരവുമായി അങ്ങനെ വന്നത് അയ്യൂബിന്റെ ആവശ്യം പരിഗണിച്ച് ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയാൻ സന്നദ്ധനാണ്. യുക്തിവാദികൾക്ക് ബന്ധങ്ങളില്ല എന്നും അബ്ദുൽ ലത്തീഫ് സോറി, ഇത് അടുത്ത അബ്ദുൽ ലത്തീഫിനോടുള്ള ചോദ്യമാണ്. എന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ പിഴവ്, ഇതിനിടയിൽ എനിക്ക് അടി കിട്ടുമോ എന്നുള്ളതൊക്കെ പേടി കൊണ്ടാണ് ഇങ്ങനെയുള്ള പിഴവുകൾ വരുന്നത്. ക്ഷമിക്കുക. അയ്യൂബ് മൗലവിയോട് അടുത്ത ചോദ്യം, ശാസ്ത്രം കണ്ടെത്താത്ത ഒന്നും ഇല്ല എന്ന് നിഷേധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ആ അറിവ് മറ്റൊരു സമൂഹത്തിലൂടെ അറിയുകയില്ല എന്ന് പറയുന്നത് വിഡിത്തമല്ലേ? ശാസ്ത്രത്തിന് അറിയാത്തൊരു കാര്യം വേറെ ആർക്കും അറിയിച്ചു തരാനില്ല. ശാസ്ത്രം ഇന്ന് കുറെ സംഗതി കണ്ടെത്തിയിട്ടില്ല എന്ന് ശരിയാ, പക്ഷെ ശാസ്ത്രം അത് അന്വേഷണത്തിലാണ്, അന്വേഷണ ഗോതയിലാണ്, പഠനത്തിന്റെ ഗോതയിലാണ്. അത് നാളെ പറയും, കണ്ടെത്തും. പക്ഷേ ഖുർആനിൽ പറഞ്ഞ സംഗതി അങ്ങനെയല്ലല്ലോ. സയൻസ് പറയുന്നു പൂർണ്ണമായി വളർന്നിട്ടില്ല സയൻസ്, ഇനിയും വളരാനുണ്ട്. സയൻസിന് പറയാൻ കഴിയാത്തത് ഇവിടെ വേറെ ഒരാൾക്കും പറയാൻ കഴിയില്ല. വഹി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് താങ്കൾ പറയുമ്പോൾ ഏത് രൂപത്തിലാണ് അത് തെളിയിക്കേണ്ടത് എന്ന് പറയാമോ? വഹി എന്ന് പറയുന്നത് മനോനിഷ്ഠമാണ്, ഒരു വ്യക്തിനിഷ്ഠമാണ്. ഞാനിങ്ങനെ ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഒരാൾ വന്നിട്ട് എന്നോട് പറയാ ഇഖ്റ എന്ന് പറഞ്ഞിങ്ങനെ ഓതാൻ പറയാ. ഈ വന്നതിനോ എന്നോട് പറഞ്ഞതിനോ ഞാൻ മാത്രമേ സാക്ഷിയുള്ളൂ, വേറെ എനിക്ക് തെളിയിക്കാൻ കഴിയില്ല. മാത്രമല്ല മുഹമ്മദ് നബിക്ക് ശേഷം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇത് വേറൊരാൾക്ക് ഇനി വന്നെങ്കിലല്ലേ തെളിയിക്കാൻ പറ്റുള്ളൂ. ഭൗതിക പ്രതിഭാസമല്ലല്ലോ ഇതൊന്നും. എനിക്ക് കിട്ടി, ഞാൻ കുറേ കണ്ടു കേട്ടു എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വേറെ വെളിച്ചപ്പാടുകൾ പറയുന്നില്ലേ? അതൊന്നും നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? വെളിച്ചപ്പാടുകളും തുള്ളി പറയുന്നുണ്ട് പലതും. മരണശേഷം ജീവിതമില്ല, സൃഷ്ടാവില്ല എന്നതിന്റെ ശാസ്ത്രീയമായ തെളിവെന്താണ്? മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇന്ന കാരണം കൊണ്ട് മരണജീവിതം ഉണ്ട്. അത് ശാസ്ത്രീയമായി പറഞ്ഞ വിശ്വാസത്തിന്റെ മേഖലയാണ്. മരണശേഷം എന്താണ് മരണം? മരണം എന്നാൽ എന്താണ്? നമ്മളിന്ന് ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നു. ആത്യന്തികമായി സയൻസ് ഒരു പക്ഷേ മസ്തിഷ്കം ഇതുവരെ മാറ്റിവെക്കുന്ന ക്രിയ ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷെ സയൻസ് അത് കണ്ടെത്തും. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ജീവൻ കിട്ടിയെന്നൊക്കെ വരും. സയൻസ് തെളിയിച്ചിട്ടില്ല, അതാണ്. തെളിവില്ലെങ്കിൽ യുക്തിവാദവും അന്ധവിശ്വാസമല്ലേ? അന്ധവിശ്വാസം എന്ന് പറയുന്നത് തെളിവുകളില്ലാതെ
വിശ്വസിക്കുന്നതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുക. ദൈവമില്ല എന്ന് ഞാൻ ഒരു തെളിവില്ലാതെ അങ്ങോട്ട് പറയുന്ന അന്ധവിശ്വാസം തന്നെയാണ്. ദൈവമുണ്ടെന്നും ഇല്ലെന്നും തെളിയിക്കാൻ പറ്റില്ല എന്നേ ഞാൻ പറയാൻ പാടുള്ളൂ. അങ്ങനെ അല്ലല്ല നിങ്ങൾ തെളിയിക്കോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റടിക്ക് പറയാം അല്ലല്ല എന്ന് ഞാൻ അങ്ങ് പിന്നെ പറഞ്ഞ അല്ലദീന യുമിനൂന ബിൽ ഗൈബി എന്ന് പറഞ്ഞതിൽ പെടും. അതുണ്ടോന്നും അറിയില്ല, ഇല്ല എന്നും അറിയില്ല. ഇപ്പോഴത്തെ തെളിവ് വെച്ച് നോക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ ആവശ്യം കാണുന്നില്ല എന്നതാണ്. ശാസ്ത്രീയമായി തന്നെ പറയപ്പെടുന്ന ടേംസ് സാമാന്യ ബുദ്ധിയിൽ നിന്ന് തെളിയിക്കാമോ? ഉദാഹരണം, ശാസ്ത്രീയമായി തന്നെ പറയപ്പെടുന്ന വാക്കുകൾ അല്ലെങ്കിൽ ടേംസ് സാമാന്യ ബുദ്ധിയിൽ നിന്ന് തെളിയിക്കാമോ? ഉദാഹരണം, സിംഗുലാരിറ്റി, ടൈംലെസ് വേൾഡ്. ഇതൊക്കെ ശാസ്ത്രം കണ്ടെത്തിയ വേർഡുകളാണ്. പക്ഷേ ഈ വേർഡുകളൊക്കെ ഇപ്പോൾ സയൻസ്, ഇപ്പോൾ നമുക്ക് ദൈവകണം ആ പേരിട്ടപ്പോൾ ദൈവമുണ്ട് എന്നല്ല തെളിവല്ല. പേരുകൾ അവരവരെ സയൻറ്റിസ്റ്റുകൾക്ക് തോന്നുന്ന രീതിയിൽ അവർ ചർച്ച ചെയ്ത് പേരിടും. ആ പേരും ചിലപ്പോൾ ആ സംഗതിയായിട്ട് ബന്ധമുണ്ടായിക്കൊള്ളണമെന്നില്ല, ബന്ധമുണ്ടാകാം. 40 വയസ്സിന് ഉള്ള ഒരാൾ 42 വർഷം മുമ്പ് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം മുന്നേ വന്നതാണ്. ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് ഇനി പരിഗണിക്കേണ്ടതില്ല. ശാസ്ത്രം കൊണ്ട് ജീവൻ അതുപോലെ മരണം എന്നതിനെ കുറിച്ചുള്ള വിശദീകരണം എന്താണ്? ശാസ്ത്രം ഒരുപക്ഷെ ജീവൻ കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ? ഇതും വിശദീകരിച്ചു കഴിഞ്ഞതാണ്, മുൻപേ വിശദീകരിച്ചു കഴിഞ്ഞ ചോദ്യമാണ്. ചോദ്യം അയ്യൂബിനോട് ലൈംഗിക സദാചാരം യുക്തിവാദികളുടെ ഏത് സദാചാരവുമായി ബന്ധപ്പെട്ടതാണ്? ഒരു സദാചാരം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇത്രയും ചോദ്യം കിട്ടിയല്ലേ പറയേണ്ടി. സദാചാര ബോധം, യുക്തിവാദികളുടെ സദാചാര ബോധത്തെ കുറിച്ച് അയ്യൂബ് പറയും. സദാചാരം എന്ന് പറയുമ്പോൾ മതത്തിന്റെ സംഭാവനയാണെന്ന് തോന്നുന്നു. ഖുർആനിൽ പറഞ്ഞ സദാചാരം മറ്റു മതവിഭാഗത്തിന് അനാചാരമാണ്. ജൂതന്മാരെ പറ്റി പറഞ്ഞ വചനങ്ങളൊക്കെ ഇന്ന് സദാചാരമാണോ? അടിമയെക്കുറിച്ച് പറയുന്ന ആചാരങ്ങളൊക്കെ ഇന്ന് ധാർമ്മികതയാണോ? ധാർമ്മികത കുറച്ച് യുക്തി. എന്നോട് ഒരാൾ ചോദിച്ചു, നിനക്ക് എൻ്റെ അമ്മാനെയും പെങ്ങളെയും കാണുമ്പോൾ എന്താ അങ്ങനെ ആയിക്കൂടെ, എന്താ ഇപ്പോൾ ഒരു തെറ്റ് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ആ ചോദ്യകർത്താവ് എന്നേക്കാൾ പ്രായമുള്ള ഒരാളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് വെറുപ്പില്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ. കുറേ ആളുകളെ മുന്നിൽ എന്നെ കൊച്ചാക്കാൻ വേണ്ടി ചോദിച്ചതായിരുന്നു. ഞാൻ അപ്പം തന്നെ അയാളോട് പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മാനെയും പെങ്ങളെയും കാണുമ്പോൾ ഒന്നും ഉദ്ധാരണം ഉണ്ടാകുന്നില്ല, ഞാനത് അങ്ങനെ നിയന്ത്രിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ടോ? എനിക്ക് എൻ്റെ അമ്മാനെയും പെങ്ങളെയൊന്നും കാണുമ്പോൾ ഉദ്ധാരണം ഉണ്ടാകാറില്ല. പടച്ചോൻ കാണല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ തിരികണമൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊരു മാനവിക ബോധമല്ല. എൻ്റെ ഉമ്മാന്ന് തിരിച്ചറിഞ്ഞാൽ എനിക്കത് ഉണ്ടാകുമോ? ചോദ്യം ഇത് ഞാൻ പറഞ്ഞു, ഒരുപാട് ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ ഞാൻ നിർബന്ധിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഉത്തരം പറയണമെന്നുള്ളത് കൊണ്ട് ചോദ്യം വന്ന സ്ഥിതിക്ക് അതിനെ മാനിക്കുക. ഉത്തരം പറയാൻ കാണിച്ച വിഷയത്തിന് പുറത്താണെങ്കിലും ഉത്തരം പറയാൻ കാണിച്ച ആ മാന്യതയെ മാനിക്കുക. അടുത്ത ചോദ്യം, ജീവൻ എന്താണെന്ന് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാമോ? അത് വിശദീകരിച്ച് സദാചാരത്തെ കുറിച്ച് ഒരു സംവാദം ഞാൻ തയ്യാറാണ്. സദാചാരത്തെക്കുറിച്ച് ഇതുപോലുള്ള ഒരു വേദിയിൽ സദാചാരം മതത്തിലും യുക്തിചിന്തയിലും ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് ഡേറ്റ് നിശ്ചയിച്ചോളൂ, നമുക്ക് ചർച്ച ചെയ്യാം. യുക്തിവാദികൾ ഇന്നലെ ഇണകളുമായി അതും ഈ സദാചാരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിവിടെ മറുപടി പറഞ്ഞതും കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ അത് മറുപടി പറയാൻ പോലും പാടില്ല എന്നായിരുന്നു പറഞ്ഞത്. അടുത്ത ചോദ്യം, മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണാമം സംഭവിച്ചുണ്ടായി എന്നത് ഒരു വാദത്തിന് വേണ്ടി സമ്മതിച്ചു തരുന്നു എങ്കിൽ കുരങ്ങൻ എവിടെ നിന്ന് എങ്ങനെ ഉണ്ടായി? ഇല്ലാത്തത് സങ്കല്പിച്ചിട്ട് ഞാൻ എങ്ങനെ ഉത്തരം പറയാനാ? മനുഷ്യൻ കുരങ്ങുന്നുണ്ടായി എന്ന് സയൻസ് പറഞ്ഞിട്ടില്ല. പറയാത്തത് ഞാൻ സങ്കല്പിച്ചിട്ട് ഉത്തരം പറയണ്ടേ? അങ്ങനെ സങ്കല്പിച്ചിട്ട് ഉത്തരം പറയാൻ കഴിയില്ല. അയ്യൂബിന്റെ ചോദ്യോത്തര സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 6 മിനിറ്റ് കൂടുതൽ എടുത്തിരിക്കുന്നു. ഇനി അടുത്തത് അബ്ദുൽ ലത്തീഫ് സാഹിബിന്റെ ചോദ്യോത്തര സെഷനാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആ അവസരം വകവെച്ചു കൊടുത്തുകൊണ്ടാണ് ഖുർആൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ഖുർആനും സദാചാരവും തമ്മിൽ ബന്ധം വിശദീകരിക്കുക. ഔട്ട് ഓഫ് സബ്ജക്റ്റ്. സൃഷ്ടാവ് വേണമെങ്കിൽ സൃഷ്ടാവിനെ, എല്ലാത്തിനും ഒരു സൃഷ്ടാവ് വേണമെങ്കിൽ സൃഷ്ടാവിനെ ആര് സൃഷ്ടിച്ചു? സൃഷ്ടാവ് എങ്ങനെ ശാസ്ത്രീയമായി താങ്കൾക്ക് തെളിയിക്കാൻ പറ്റും? ഞാൻ എൻ്റെ വിഷയാവതരണത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാർ ഇങ്ങനെ സ്വയം ഉണ്ടായിട്ട് ഒരു കാർ വന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ നമ്മുടെ ഒരു കൊച്ചു കാര്യം പോലും സ്വമേധയാ ഉണ്ടാകുമെന്ന് ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ സമ്മതിക്കാൻ കഴിയാത്തവർ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തിയും ഇല്ല എന്ന് പറയുന്നതിന് അംഗീകരിക്കുന്നതിനാണ് അന്ധവിശ്വാസം എന്നറിയാം. ഞാൻ അന്ധവിശ്വാസി അല്ലാത്തത് കൊണ്ട് ആ വാദത്തെ അംഗീകരിക്കുന്നില്ല. താങ്കൾ പറയുന്നത് എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് ദമ്പതികൾക്ക് കുട്ടികളില്ലാതെ പോയത്?
അവിടെയെല്ലാം ടെസ്റ്റ് ട്യൂബ് പോലുള്ള ശാസ്ത്ര മേഖലകളിലൂടെ ദൈവം പരാജയപ്പെട്ടെടുത്ത് ശാസ്ത്രം വിജയിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് എല്ലാവർക്കും മക്കളില്ല എന്ന് പറഞ്ഞാൽ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം. എല്ലാവരുടെയും ജീവിതം ഇവിടെ തന്നെ അവസാനിക്കുകയായിരുന്നുവെങ്കിൽ, ഇവിടുത്തെ മരണത്തോടുകൂടി ജീവിതം എന്നേക്കുമായി അവസാനിച്ച് പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഇവിടെ തന്നെ മക്കൾ വേണ്ടിയിരുന്നു, എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാവേണ്ടിയിരുന്നു. മറ്റൊരു ജീവിതത്തെ, മറ്റൊരു ലോകത്തെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരികയാണ് അങ്ങനെയുള്ള സംഗതികളോടെ ഖുർആൻ ചെയ്തിരിക്കുന്നത് എന്നതാണ് വസ്തുത. വ്യത്യസ്തമായ കൈരേഖകൾ ദൈവത്തിന്റെ പരാജയമല്ലേ കാണിക്കുന്നത്? ഒരുപോലെ രേഖകൾ സൃഷ്ടിക്കുന്നതല്ലേ ദൈവത്തിന്റെ വിജയമായി കാണേണ്ടത്? ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും അതുപോലെ പ്രത്യേകതയുമാണത്. ഇവിടെ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ സൃഷ്ടിച്ചാൽ നമ്മൾ മൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ടി വരും. ഇവിടെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നവർ, മത്സ്യം പിടിക്കുന്നവർ, പച്ചക്കറി നടുന്നവർ, അതുപോലെ അങ്ങാടികൾ വൃത്തിയാക്കുന്നവർ, എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്ന ആളുകൾ, പല വിധത്തിലുള്ള കാര്യങ്ങൾ ആളുകൾക്ക് നിർവഹിക്കാൻ പറ്റുന്നത് അവരുടെ ജീവിതത്തിലെ വൈവിധ്യങ്ങളാണ്. ആ നിർവഹണം കൊണ്ടാണ് ഇവിടെ നിർമ്മാണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കുവാനും വെള്ളം കുടിക്കുവാനും വസ്ത്രം ധരിക്കുവാനും വാഹനം ഓടിക്കുവാനും റോഡിലൂടെ സഞ്ചരിക്കുവാനും സാധിക്കുന്നത്. എല്ലാവരും ഒരുപോലെയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ കുത്തിയിരുന്ന് സ്വയം കൃഷി ചെയ്ത് അത് കിട്ടുന്നത് മാത്രം കഴിച്ച് അവനവൻ്റെ വസ്ത്രം സ്വയം ഉണ്ടാക്കി അതുമാത്രം ധരിച്ച് അവനവൻ്റെ വീട് അവൻ തന്നെ ഉണ്ടാക്കി അതിൽ താമസിച്ച് എന്ന് പറഞ്ഞാൽ മൃഗത്തിൻ്റെയോ അല്ലെങ്കിൽ അതിനെ താഴോട്ട് പോകും. അത് പോകാതിരിക്കാനാണ് പടച്ചോൻ ഈ വൈവിധ്യങ്ങൾ ഉണ്ടാക്കിയത്. അത് തിരിച്ചറിയാൻ ആ ബുദ്ധി ഉണ്ടായാൽ മതി. എല്ലാത്തിനും സൃഷ്ടാവ് വേണമെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടാവ് ആരാണ്? എല്ലാത്തിനും സൃഷ്ടാവ് വേണം എന്നത് അംഗീകരിക്കുമ്പോഴാണ് ദൈവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രസക്തിയുള്ളത്. ദൈവത്തിന്റെ സൃഷ്ടാവ് യഥാർത്ഥത്തിൽ മനുഷ്യനല്ലേ? മനുഷ്യരുടെ ഭാവനയിൽ മാത്രമല്ലേ ദൈവമുള്ളത്? അതുകൊണ്ടല്ലേ മറ്റ് ജീവജാലങ്ങൾക്ക് ദൈവമില്ലാത്തത്? ദൈവത്തിൻ്റെ സൃഷ്ടി മനുഷ്യനല്ലേ എന്നത് ഒരു കവിതാ സമാഹാരമാണ്. അത് ഒരു ശാസ്ത്രമോ അല്ലെങ്കിൽ മതമോ മതദർശനമോ ഒന്നുമല്ല. ഒരാളുകളുടെ തോന്നൽ അവർ കവിതയിലൂടെ വിളിച്ചു വചരിക്കുന്ന വിഷയമാണ് മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചു എന്നുള്ളത്. അതിന് മറുപടി പറയേണ്ട ബാധ്യത ഖുർആനും ശാസ്ത്രവും എന്ന ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് എനിക്കില്ല. പുരുഷ ബീജം സ്ത്രീയുടെ അണ്ഡവുമായി ചേർന്നാണ് ഭ്രൂണമുണ്ടാവുന്നതെന്ന് ഖുർആനിൽ ഏത് ആയത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? സ്ത്രീയുടെ അണ്ഡത്തെ പറ്റി ഖുർആനിലുണ്ടെന്ന് ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് ഇസ്ലാമിക പണ്ഡിതന്മാർ എല്ലാവരും പറയാതിരുന്നത് എന്തുകൊണ്ട്? നേരത്തെ ഞാനതിന് ഉത്തരം പറഞ്ഞു. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ. സങ്കരത ബീജം എന്ന് പറഞ്ഞാൽ രണ്ട് ബീജം ചേർന്നതല്ല, ഒരു രണ്ട് അണ്ടം ചേർന്നതല്ല, ഒരു അണ്ടവും ഒരു ബീജവും ചേർന്നെന്നുള്ളത് ഞാൻ നേരത്തെ അതിൻ്റെ എല്ലാ വശങ്ങളും വ്യക്തമാക്കിയതാണ്. അതിൽ വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിച്ചാൽ മാറ്റിവെക്കല്ല നിർവാഹമൊന്നുമില്ല. അടുത്തൊരു അതിൻ്റെ ഉപചോദ്യം ധാർമ്മികതയുമായിട്ട് അല്ലെങ്കിൽ സദാചാരവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് വായിക്കുന്നില്ല. ഖുർആനിൽ അടിമ സ്ത്രീയുടെ വിഭജിക്കാൻ, അതും ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ആദമിന്റെ മക്കൾ ആരുമായി ഇണചേർന്നാണ് ഭാവി മനുഷ്യൻ ഉണ്ടായത്? അത് സദാചാരമാണ്. അതിൽ ശാസ്ത്രം എന്താണ്? ഖുർആൻ അത് സദാചാരമാണ്, അതിൽ ശാസ്ത്രമില്ല. ചോദ്യം മതത്തോട്. ഇവിടെ എല്ലാം ദൈവ സന്നിധിയിലാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ യുക്തിവാദികളെ കാര്യങ്ങൾ ദൈവം തന്നെയാണ് നടത്തുന്നത്. ദൈവത്തിനെതിരെ ഒരു ചോദ്യം ചെയ്യുന്ന ഒരാളെ ദൈവം പടച്ചു എങ്കിൽ നിങ്ങൾക്ക് ഈ മനുഷ്യനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ആരാണ് നൽകുന്നത്? അതാണ് ദൈവത്തിൻ്റെ വിശാലത. ദൈവം ശക്തനാണ് എന്ന പോലെ തന്നെ കാരുണ്യവാനും കൂടിയാണ്. അവനെ കൂടി നിഷേധിക്കുന്നവർക്ക് വരെ ഭൗതിക സൗകര്യങ്ങൾ കുറവാണെങ്കിൽ വകവെച്ചു കൊടുക്കണമെന്നാണ് ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നിരിക്കെ എല്ലാ മനുഷ്യർക്കും കുറവുള്ളവർക്ക് നികത്തിക്കൊടുക്കുവാൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു മതദർശനം സമൂഹം നൽകിയിരിക്കുന്ന ദൈവത്തിന് ഇതിലെന്തില്ല? ഈ പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുവാനും തള്ളിക്കളയുവാനും ചോദ്യം ചെയ്യുവാനുമുള്ള അവസരവും അവകാശവും കൂടി ഈ ഭൂമിയിൽ മനുഷ്യർക്ക് അവൻ നൽകിയെന്നത് അവൻ നൽകുന്ന കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യനെ പൂർണ്ണനായി സൃഷ്ടിച്ച അള്ളാഹു എന്തിനാണ് ലിംഗം ഛേദിക്കാൻ മനുഷ്യനോട് നിർബന്ധിക്കുന്നത്? മുടിവെട്ടുവാനും നഖം വെട്ടുവാനും ഒക്കെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതിന് ഇതിൻ്റെ ഉത്തരം കിട്ടുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു. മുഹമ്മദ് പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കും? എന്താണ് തെളിവ്? മുഹമ്മദ് നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകുവാൻ തന്നെയാണ് ആ കാലഘട്ടത്തിലെ ഒരു മനുഷ്യന് സ്വന്തമായി പറയുവാനോ പഠിക്കുവാനോ ബോധ്യപ്പെടുത്തുവാനോ കഴിയാത്ത കാര്യങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് പുറത്ത് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്ന വിഷയങ്ങൾ അന്നേ വളരെ വ്യക്തമായി കൃത്യമായി ഖുർആൻ പറഞ്ഞു വെച്ചു എന്നുള്ളത്. അതിലൂടെ ദൈവത്തിലേക്കുള്ള അടയാളങ്ങൾ കണ്ടെത്തി ദൈവത്തെ മനസ്സിലാക്കണമെന്നാണ് ഖുർആൻ ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് എല്ലാ നബിമാരും അറബ് രാജ്യങ്ങളിൽ മാത്രം ജനിച്ചത്? എല്ലാ നബിമാരും അറബ് രാജ്യത്തിലാണ് ചെയ്തത്. ഒരു പൊട്ടത്തരമാണ്, മഹാവിഡ്ഢിതരമാണ്. അറബ്
അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദുർ മലയാളത്തിൽ എഴുതിയത് അറബിക്ക് മലയാളത്തിൽ എഴുതുമ്പോൾ അത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് നിസ്കാരത്തിൽ ചൊല്ലുന്നതാണ്. നബിയും ഇത് ചൊല്ലിയിട്ടുണ്ടാവില്ലേ? അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ നബി എന്തിന് സ്വയം സ്തുതിക്കണം? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ്. ഇത് നിസ്കാരത്തിൽ ചൊല്ലുന്നതാണ്. നബിയും ഇത് ചൊല്ലിയിട്ടുണ്ടാവില്ലേ? അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ നബി എന്തിന് സ്വയം സ്തുതിക്കണം? അത് ശാസ്ത്രമുണ്ടോ എന്ന് എനിക്കറിയില്ല. ശാസ്ത്രമില്ലെങ്കിൽ ശാസ്ത്രമില്ല എന്ന് പറയാം. അത് ഇസ്ലാമിലെ കർമാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഇവിടുത്തെ ചർച്ചാ വിഷയമേ അല്ല. തീർച്ചയായും അപൂർണമായ കോടിക്കണക്കിന് ജന്മങ്ങൾ, ചാപിള്ളകൾ, എന്തിനീ ക്രൂര വിനോദം, ഇതിനെതിരെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ വിശ്വാസികൾ ദൈവത്തെ വെല്ലുവിളിക്കുന്നതിൽ സന്തോഷം. അതിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്തിനാണെന്ന്, അപൂർണമായ കോടിക്കണക്കിന് ജന്മങ്ങൾ, ചാപിള്ളകൾ, എന്തിനീ ക്രൂര വിനോദം, ഇതിനെതിരെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ വിശ്വാസികൾ ദൈവത്തെ വെല്ലുവിളിക്കുന്നതിൽ സന്തോഷം. പൂർണ്ണതയും അപൂർണതയും തീരുമാനിക്കുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥ വെച്ചിട്ടാണ്. മനുഷ്യന് 2 കാലും 2 കൈകളും ഉണ്ടായതുകൊണ്ട് 2 കാലും 2 കൈയും ഉണ്ടാവലാണ് പൂർണ്ണത എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാ മനുഷ്യരെയും 1 കാലും 1 കൈയും ഉള്ളവരായി സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ രണ്ടാമതൊരു ഉണ്ടാവലായിരിക്കും അപൂർണത. ഈ അപൂർണത എന്നൊക്കെ പറയുന്നത് നമ്മുടെ താൽക്കാലിക നിഗമനം നിന്നുണ്ടാകുന്ന വിഷയങ്ങളാണ്. അങ്ങനെ വളർന്നു വരുന്ന മനുഷ്യർക്ക് ജീവിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നതും, അതോടൊപ്പം തന്നെ ഇതിനപ്പുറത്ത് വരാനിരിക്കുന്ന, ഇവിടെ ജീവിതം അവസാനിക്കുന്നില്ല, പൂർത്തീകരിക്കുന്നില്ല, വരാനിരിക്കുന്ന ജീവിതത്തെ നമ്മെ ഒന്നുകൂടി തൊട്ടുണർത്തുവാനാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ മുമ്പിലിടുന്നത്. മോഡറേറ്റർ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു വാക്കിൻ്റെ ശരി അബ്ദുൽ ലത്തീഫിനോട് പറയാൻ ആവശ്യപ്പെടുകയാണ്. ഖുർആൻ ഒരു മതത്തിന്റെ മാത്രം ഗ്രന്ഥമാണ് എന്ന വാദം ശരിയാണോ? മോഡറേറ്റർ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ? ഖുർആൻ ഒരു മതത്തിന്റെ ഗ്രന്ഥം, ഖുർആൻ യഥാർത്ഥ മതത്തിന്റെ ഗ്രന്ഥമാണ്. ആ മതം ഏതാണോ അതാണ് ഖുർആന്റെ മതം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പഠിപ്പിച്ച, എന്നാൽ ദൈവത്തെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുവാൻ മനുഷ്യൻ സ്വീകരിക്കുന്ന മാർഗദർശനം ഏതോ അതിൻ്റെ പേരാണ് ഇസ്ലാം, അതിൻ്റെ വേദഗ്രന്ഥമാണ് ഖുർആൻ. ശരീരശാസ്ത്രത്തിന്റെ സങ്കീർണതകൾ വിവരിക്കുന്നത് ദൈവത്തിന്റെ തെളിവല്ല. അങ്ങനെയെങ്കിൽ ഏത് ദൈവം? എങ്ങനെയാണ് പടച്ചവൻ സങ്കീർണതകൾക്ക് കാരണക്കാരനാവുന്നത് എന്ന് പറയുന്നില്ല. ശരീരശാസ്ത്രത്തിന്റെ സങ്കീർണതകൾ വിവരിക്കുന്നത് ദൈവത്തിന്റെ തെളിവല്ല. അങ്ങനെയെങ്കിൽ ഏത് ദൈവം? അത് സങ്കീർണതകൾ വിവരിക്കുന്നത് ദൈവത്തിന്റെ തെളിവാണ് എങ്കിൽ അത് ഏത് ദൈവം എന്നാണ് ചോദ്യം. ഈ പ്രപഞ്ചത്തിന് ഒരേ ഒരു ദൈവമാണുള്ളത് എന്നും ആ ദൈവമാണ് സകലമാന സങ്കീർണവും അല്ലാത്തതുമായിരിക്കുന്ന വസ്തുക്കളും വസ്തുതകളും സൃഷ്ടിച്ചിരിക്കുന്നതെന്നും വിശ്വസിക്കുമ്പോൾ ഏതു ദൈവം എന്നതിന് പ്രസക്തിയില്ല. ഒരു ദൈവമേ ഈ പ്രപഞ്ചത്തിനുള്ളൂ. മതവിശ്വാസികൾ മുഴുവനും അംഗീകരിക്കുന്നത് ഒരേ ഒരു ദൈവത്തെ മാത്രമാണ്. വ്യാകരണ നിയമവും ശാസ്ത്രമാണല്ലോ. ഖുർആനിൽ വ്യാകരണ സംബന്ധമായ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച അയ്യൂബ് സാഹിബിനോടുള്ള മറുപടി. ഇവിടെ ഖുർആനും ശാസ്ത്രവുമാണ് വിഷയം. സദാചാരം ഇവിടെ ഉൾക്കൊള്ളാം. ഖുർആനിൽ വളരെ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന വിഷയമാണ് സദാചാരം. അത് മാറ്റിവെച്ചവർ തോന്നുന്നുവെങ്കിൽ മാത്രം ഉത്തരം പറയാം. ഈ ഒരു മുട്ടുസൂചി തനിയെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നു അള്ളാഹു എങ്ങനെ ഉണ്ടായി? ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞതാണ്. പുരുഷന്മാർക്ക് ചേലാകർമ്മങ്ങൾ നിർബന്ധമാക്കുന്ന അള്ളാഹു എന്തുകൊണ്ട് ഉമ്മയുടെ വയറിൽ നിന്ന് ജനിക്കുമ്പോൾ തന്നെ ചേലാകർമ്മം ചെയ്ത് ജനിപ്പിക്കാത്തത്? ആവശ്യമുള്ള അളവിലും തോതിലും മുടിയും നഖവും വെക്കാതിരുന്നത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ഇത് മനസ്സിലാവും. ഖുർആനിൽ ധാരാളം ശാസ്ത്രീയ സത്യങ്ങൾ ഉണ്ടായിരിക്കെ ഏറ്റവും അധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയതും നോബൽ പ്രൈസുകൾ നേടിയതും ഇസ്ലാമിന്റെ ശത്രുക്കളെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണല്ലോ. വളരെയധികം ശാസ്ത്രീയമായ ഖുർആൻ 14-ാം നൂറ്റാണ്ടിന് മുമ്പേ ഉണ്ടായിരുന്നിട്ടും എന്തിനാണ് പ്രശസ്ത ശാസ്ത്രത്തെ, ഖുർആനിലെ ശാസ്ത്രീയ സത്യങ്ങൾ അവരെ അറിയിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഖുർആനിലെ സത്യങ്ങൾ ശാസ്ത്രജ്ഞർ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ എത്രയധികം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുകയും ഗാഢമായി ചിന്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടിയിരുന്നില്ല. എന്ന് മാത്രമല്ല, വളരെയേറെ മുമ്പ് തന്നെ വലിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുകയും ചെയ്തേനെ. എന്തുകൊണ്ട് ഖുർആനിക ശാസ്ത്ര സത്യങ്ങൾ ഇത്രയും കാലം മറച്ചുവെച്ചു? ദൈവത്തിൻ്റെയോ പ്രവാചകന്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നുവോ? ഖുർആൻ ഒരു തുറന്ന പുസ്തകമാണ്. ശാസ്ത്രജ്ഞനും സാധാരണക്കാരനും പഠിക്കുവാനും ചിന്തിക്കുവാനും ഉതകുന്ന ഗ്രന്ഥം. വലഖദ് യസ്സർനൽ ഖുർആനൽ ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അതാണ് ഖുർആന്റെ പ്രയോഗം. ചിന്തിച്ചു മനസ്സിലാക്കുന്നവർക്ക് ഈ ഗ്രന്ഥം നാം എളുപ്പമാക്കി കൊടുത്തിരിക്കുന്നു. അത് നമ്മളായിട്ട് പ്രത്യേകിച്ച് ഓരോരുത്തരെ കൈ കൊണ്ട് കൊടുക്കേണ്ടതില്ല. തുറന്നു വെച്ചിരിക്കുന്ന എല്ലാവർക്കും ലഭ്യമാകുന്ന ഒരു ഗ്രന്ഥം. അത് ശാസ്ത്രത്തിற்கு ഉപയോഗപ്പെടുത്താം, അല്ലാത്തവർക്ക് ഉപയോഗപ്പെടുത്താം. അതിൽ പ്രത്യേകമായി നമ്മളൊന്നും നിർവഹിക്കേണ്ടതില്ല. അത് അറിയിക്കേണ്ട ബാധ്യത മാത്രമേ നമുക്കുള്ളൂ. ഖുർആനിന് തുല്യമായതാണ് എന്ന് ആര് തീരുമാനിക്കും? ഖുർആനിന് തുല്യമായത് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് തുല്യമായതല്ലെന്ന് നിങ്ങൾ പറയുകയില്ലേ? കൊണ്ടുവന്നിട്ട് പറഞ്ഞുതരാം തുല്യമാണോ അല്ലേ എന്നുള്ളത്. ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇത് ഏറ്റവും പുതിയ നിയമമാണെന്ന് പറയുന്നവർ ഏതെല്ലാം ഗ്രന്ഥവുമായാണ് ഇതിനെ താരതമ്യപ്പെടുത്തിയത്? ഇത് ഏറ്റവും
വലിയ ഗ്രന്ഥമാണെന്ന് പറയുന്നവർ ഏതെല്ലാം ഗ്രന്ഥവുമായാണ് ഇതിനെ താരതമ്യപ്പെടുത്തിയത്? നിലവിലുള്ള മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന സമ്പൂർണമായ സമഗ്രമായ അവസാനത്തെ വേദഗ്രന്ഥം അതാണ് വിശുദ്ധ ഖുർആൻ. സൗദി പണ്ഡിതന്മാരും മുഫ്തികളുമായ അബ്ദുൽ അസീസ് ബിൻ ബാസ്, സാലിഹ് ഫൂസാൻ തുടങ്ങിയ പണ്ഡിതർ ഇന്നും ഭൂമി ഉരുണ്ടതാണെന്നോ ചലിക്കുന്നതാണെന്നോ ഖുർആൻ ഉദ്ധരിച്ച് അംഗീകരിക്കാൻ ഒരുക്കമല്ല. ഇത് ശാസ്ത്രവും ഖുർആനുമായി വൈരുദ്ധ്യങ്ങളില്ല എന്ന താങ്കളുടെ വാദത്തിനെതിരല്ലേ? ഇവിടുത്തെ വിഷയം അറബി പണ്ഡിതന്മാരും ശാസ്ത്രവും എന്നാണെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞുതരാം. ഖുർആനും ശാസ്ത്രവും എന്നാണെങ്കിൽ മറുപടി തരാൻ പറ്റില്ല. അബ്ദുൽ ഹദീസിനെ ഐൻസ്റ്റീനെ പറ്റി പറഞ്ഞു. ഐൻസ്റ്റീൻ ഒരു ദാർശനികൻ എഴുതിയ കത്തിൽ മാനുഷിക ദൗർബല്യങ്ങളുടെ ഉൽപ്പന്നമാണ് ദൈവമെന്ന് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം? ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അബദ്ധമാണ് എന്നല്ല, ഒരുപാട് സുബദ്ധങ്ങൾ പറഞ്ഞിരിക്കുന്ന ഐൻസ്റ്റീൻ അബദ്ധങ്ങളും പറയാൻ പറ്റും, മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞ സുബദ്ധങ്ങളുടെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. മതം കൂടാതെയുള്ള ശാസ്ത്രവും ശാസ്ത്രം കൂടാതെയുള്ള മതവും അത് അപൂർണവും അന്ധതയുമാണ് എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്ന ഒരു പരമസത്യമാണ് എന്ന് കരുതി അദ്ദേഹം ഒരു അബദ്ധവും എവിടെയും പറഞ്ഞിട്ടില്ല എന്ന വാദം നമുക്കില്ല. തേർഡ് ജെൻഡറിനെ കുറിച്ച് ഖുർആനിൽ പറയുന്നില്ല എന്ന് പറയുന്നു, എന്താണ് അഭിപ്രായം? തേർഡ് ജെൻഡറിനെ കുറിച്ച് ഖുർആനിൽ പറയുന്നില്ല എന്ന് പറയുന്നു, എന്താണ് അഭിപ്രായം? തേർഡ് ജനറേഷൻ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതെങ്ങനെ ഉണ്ടാവുന്നുള്ളത്. മനുഷ്യന് ചെയ്യേണ്ട പണി അല്ലാഹു പറഞ്ഞിട്ടില്ല, ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഏതൊരു മനുഷ്യനും എന്താണോ സാധ്യമാകുന്നത് അത് നിർവഹിക്കാൻ മാത്രമേ അള്ളാഹു കൽപ്പിക്കുന്നുള്ളൂ. അവനവൻ്റെ കപ്പാസിറ്റി വിട്ട് പ്രവർത്തിക്കുവാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുന്നില്ല. ഇവിടെ തേർഡ് ജനറേഷൻ എന്ന അല്ലെങ്കിൽ മൂന്നാം ലിംഗം എന്നൊക്കെ പറയുന്ന ഒരു ടീമിനെ നമുക്ക് കാണുമ്പോൾ അവരെ പിന്നെ ശാസ്ത്രീയമായി ശാരീരികമായിരിക്കുന്ന ഗവേഷണಕ್ಕೆ വിധേയമാക്കിയിട്ട് ഏതിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഇസ്ലാമിക നിയമങ്ങൾ അവർക്ക് നടപ്പിലാകുന്നത്. റൂഹ് അള്ളാഹു എടുത്തതിന് ശേഷവും മനുഷ്യന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സാധിക്കുന്നതിലെ യുക്തി എന്ത്? എത്ര മിനിറ്റ് വരെ കൂടി പറഞ്ഞാൽ മതി. റൂഹ് അള്ളാഹു പിന്നെ പിൻവലിച്ച ശേഷവും നമുക്ക് നമ്മുടെ ഹൃദയം അതുപോലെ കിഡ്നി ഇങ്ങനെയുള്ള സംഗതിയൊക്കെ നൽകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? റൂഹ് വരുന്ന മുമ്പേ ഇത് പ്രവർത്തിപ്പിക്കാൻ അള്ളാഹു ശ്രമിച്ചുകൊണ്ടാണ്. ഭ്രൂണത്തിൻ്റെ ഏതാണ്ട് 22ാമത്തെ ദിവസം അല്ലെങ്കിൽ 4ാമത്തെ ആഴ്ച മുതൽ മിടിച്ചു തുടങ്ങുന്നതാണ് ഹൃദയം. മതം പറയുന്നത് 4ാമത്തെ മാസത്തിലെ ജീവൻ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ജീവൻ വരുന്ന മുമ്പേ മിടിച്ചു തുടങ്ങുവാൻ ഹൃദയത്തിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നുവെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഏതാനും മണിക്കൂറുകൾ കൂടി ആ ഹൃദയത്തിന് അങ്ങനെ തന്നെ നിലനിൽക്കുവാനും ശേഷം മറ്റൊരാളുടെ നിലനിൽപ്പ് മുന്നോട്ട് പോകുവാനും കഴിയും എന്ന ഖുർആനിക പ്രവാചക അധ്യാപനത്തിൻ്റെ പുലർച്ചയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പരമകാരുണ്യകനും സർവശക്തനുമായ ഒരു രക്ഷിതാവ് ഉണ്ട് എങ്കിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചപ്പോൾ തടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ടവർ അവർക്ക് ലഭിക്കേണ്ട കൃത്യമായ ശിക്ഷ ഇവിടെ ലഭിച്ചിട്ടില്ല എന്ന് അംഗീകരിക്കുന്നുവെങ്കിൽ അവർക്ക് കൂടി ശിക്ഷ ലഭിക്കണം എന്ന ആ കൃത്യതയുടെ ഭാഗമായിട്ടാണ് പാരത്രിക വിശ്വാസം എന്നത് മതം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് മാർഗദർശനമുണ്ട് എന്ന് പറയുന്നു ഖുർആനിനെ പ്രമാണമാക്കുന്നവർ എന്തിനാണ് ശാസ്ത്രത്തെ മാനദണ്ഡമാക്കുന്നത്? ശാസ്ത്രത്തെ നമ്മൾ മാനദണ്ഡമാക്കുന്നില്ല. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഖുർആനാണ് നമ്മുടെ മാനദണ്ഡം. എന്നാൽ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ശാസ്ത്ര സത്യങ്ങൾ ഒരിക്കലും ഖുർആനെതിരായി വന്നിട്ടില്ല. അതുകൊണ്ട് ആ ശാസ്ത്രത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ചിന്തിച്ചും ആലോചിച്ചും കണ്ടെത്തുന്ന വിഷയമാണ് ശാസ്ത്രമെങ്കിൽ ചിന്തിക്കുവാനും ആലോചിക്കുവാനും ആവശ്യപ്പെട്ടിരിക്കുന്ന മതം അതിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ അംഗീകരിക്കും. മുദ്ഗ എല്ല് അസ്ഥികൂടമാവുകയും പിന്നീട് അതിനെ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്തു എന്ന് പറഞ്ഞത് ശാസ്ത്രീയമായി തെറ്റാണ്. മൊത്തം മാംസമായി തീർന്നതിന് ശേഷം ഉൾഭാഗത്ത് കട്ടിപിടിച്ച് എല്ലുകളായി മാറുകയാണ്. ഖുർആനിനേക്കാൾ നല്ലതൊന്നും കാണിച്ചു കൊടുക്കാൻ കഴിയാത്തവർ ഖുർആനിലെ വ്യക്തമായ തെറ്റുകളല്ല എന്ന് ഒരു സാധാരണക്കാരൻ സമ്മതിക്കുമോ? ഈ പറഞ്ഞിരിക്കുന്ന വിഷയം ഒരു എംബ്രിയോളജിസ്റ്റ് കൃത്യമായി പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കാം. ഇത് നിഗമനങ്ങൾ മാത്രമാണ്. ഖുർആൻ പറഞ്ഞ സത്യസന്ധമായിരിക്കുന്ന വിഷയമാണ്. ഞാൻ അതിനുവേണ്ടിയാണ് നേരത്തെ സ്ലൈഡുകൾ വരെ കാണിച്ചുകൊണ്ട് ആ വിഷയത്തിൻ്റെ A to Z കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിനെ ഇങ്ങനെ ഓടിച്ചു പോയത് കൊണ്ട് മാത്രമാവില്ല. കൃത്യമായി പറഞ്ഞിരിക്കുന്ന വിഷയം അത് അല്ലെന്ന് തെളിയിക്കുവാനോ അതല്ലാത്ത മറ്റൊരു വിധത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് ഇവിടെ സമർത്ഥിക്കുവാനോ ശാസ്ത്രത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനിയും അതിലെ പഠനങ്ങൾ അവർ നടക്കുമ്പോൾ വസ്തുതകളിലേക്ക് തിരിച്ചെത്തും. ഓരോ ആളും എങ്ങനെ ജനിക്കണമെന്നത് ദൈവത്തിന്റെ തീരുമാനമെങ്കിൽ അംഗവൈകല്യമുള്ളവർ ജനിക്കുന്നതും ദൈവത്തിന്റെ തീരുമാനമാണോ? എങ്കിൽ ആ ദൈവം ക്രൂരനല്ലേ? ഇതൊക്കെ ഖുർആനും ശാസ്ത്രവുമായി ബന്ധമുണ്ടോ? ഖുർആനും ശാസ്ത്രവുമായി ബന്ധമില്ല. ഇതൊന്നും പരിണാമം ഖുർആൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഖുർആൻ അടിസ്ഥാനമാക്കിയുള്ള പാഠ്യവ്യവസ്ഥ നിലനിൽക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ എന്തിനാണ് പരിണാമം പഠിപ്പിക്കുന്നത്? ഇസ്ലാമിക രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പരിണാമം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ആ ചോദ്യം അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്.
ഞാനൊരു മുസ്ലിമായിട്ട് പ്രസവിച്ച് വളർന്ന് അവരുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് യഥാർത്ഥ ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല. താഴെ പറയുന്നവയെ കുറിച്ച് വാട്ട് ഈസ് ദി മെറ്റീരിയൽ ഓഫ് ദി ഗോഡ് ഇഫ് ഹാവ് നോ വൺ bigger than God? I don't want to explain with Quran because of Quran is Muslims holy faith, so I will never believe Quran explanations. ചോദ്യം ഇംഗ്ലീഷിലാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വായിച്ചു. ഇതിൽ ദൈവത്തിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്നാണ് ചോദിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു സമൂഹം മാത്രമാണ് ദൈവത്തിൻ്റെ അപ്രമാദിത്വത്തെക്കുറിച്ച് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരേണ്ടത്. അത് അംഗീകരിക്കുന്നിടത്തേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവും. നക്ഷത്രങ്ങൾ പിശാചിനെ എറിയാനുള്ള അസ്ത്രങ്ങളാക്കിയിരിക്കുന്നു, ഖുർആൻ 67:5. എന്നിട്ടും ചില പിശാചുകൾ രക്ഷപ്പെട്ടു പോകുന്നു. നക്ഷത്രം തീരെ ചെറുതായതുകൊണ്ടാണോ? അള്ളാഹുവിന് ഉത്തരം പോരാഞ്ഞിട്ടാണോ? അള്ളാഹുവിന് ഉന്നം പോരാഞ്ഞിട്ടാണോ? ചോദ്യം നമ്മുടെ വിഷയവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു പറഞ്ഞാൽ ഈ ചോദ്യം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. ഖുർആനിന്റെ വീക്ഷണത്തിന് എന്താണ് ഖുർആന്റെ വീക്ഷണത്തിൽ എന്താണ് ജീവൻ, ആത്മാവ്, മരണം? ഖുർആന്റെ വീക്ഷണത്തിൽ കൃത്യമായി പറഞ്ഞു, യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. റൂഹ് ദൈവത്തിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ വിജ്ഞാനം മാത്രമേ ആ വിഷയത്തിൽ നൽകിയിട്ടുള്ളൂ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടി വൈഭവങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും ഖുർആനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് യാതൊരു പ്രയാസമില്ല. ജീവൻ നൽകിയത് ആര് എന്നത് ദൈവമുണ്ട് എന്നതിന് തെളിവല്ല. ഭ്രൂണശാസ്ത്രത്തിന് ഉത്തരം നൽകിയിട്ടില്ല. എല്ല് മാംസം കൊണ്ട് പൊതിഞ്ഞു എന്ന ഘട്ടമില്ല. ഇത് ആദ്യം പറഞ്ഞതാണ് ഉത്തരം. താങ്കളുടെ വാദം മുഖവിലേക്ക് എടുക്കട്ടെ. സങ്കീർണമായതൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. താങ്കൾക്ക് കാറ് താനേ ലഭിച്ചില്ല, അതിനുണ്ടാക്കാൻ ആള് വേണം. സങ്കീർണമായത് കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നവർ അതിലും സങ്കീർണരാണ്. അപ്പോൾ അതിസങ്കീർണമായ പ്രപഞ്ചം ഉണ്ടാക്കുന്നവൻ എത്ര സങ്കീർണതയുള്ളവനായിരിക്കും? അയാളെ ദൈവത്തെ ആരുണ്ടാക്കി? താങ്കളുടെ വാദപ്രകാരം ഉണ്ടാക്കാതെ ഒന്നും ഉണ്ടാകുന്നില്ല. ദൈവം തന്നെ ഉണ്ടായത് എങ്ങനെയെന്ന് മറ്റുള്ളവർക്ക് തന്നെ ഉണ്ടാകാൻ പാടില്ല എന്ന് ശഠിക്കുന്നത് എന്തിനാണ്? ഇദ്ദേഹം ആദ്യം ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതിന് ഇനി കൂടുതൽ ഉത്തരം വല്ലതും ഉണ്ടെങ്കിൽ പറയാം. ദൈവത്തെ ആരുണ്ടാക്കി എന്നുള്ള ചോദ്യമാണ്. അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആദ്യവും അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഭൂമിയിലെ ജനങ്ങളോടാണല്ലോ ഖുർആന്റെ അഭിസംബോധന. എന്നാൽ ശാസ്ത്ര വളർച്ചയിൽ അന്യഗ്രഹങ്ങളിൽ മനുഷ്യരോ മനുഷ്യ സമാനമായ ജീവികളോ ഉണ്ടെന്ന് തെളിയിക്കാൻ അവർക്ക് കൂടി ബാധകമാണോ ഖുർആന്റെ അഭിസംബോധന? എങ്കിൽ അതിനുള്ള ഖുർആനിലെ ആയത്ത് ഏതാണ്? ഈ ഭൂമിയിലുള്ള ഇവിടെ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് ഖുർആൻ എന്ന് ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ള മാർഗദർശനം എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. മനുഷ്യർ എവിടെയെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അത് മാർഗദർശനമായിരിക്കും. ഇപ്പോൾ ഭൂമിയിലാണ് നമ്മൾ മനുഷ്യനെ കണ്ടിട്ടുള്ളത്. ഇനി മറ്റേതെങ്കിലും ഗ്രഹങ്ങളിലോ ഗോളങ്ങളിലോ എവിടെയെങ്കിലും മനുഷ്യൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഖുർആൻ അവർക്കും എത്തിച്ചു കൊടുക്കും. നമ്മൾ ഇൻഷാ അല്ലാഹ് അവരെ കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യും, അത് അംഗീകരിക്കുകയും ചെയ്യും. അയ്യൂബ് മൗലവി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട 7 ആകാശത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് താങ്കൾ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 ആകാശത്തെക്കുറിച്ച് അയ്യൂബ് മൗലവി ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിരുന്നു. ശരി, യൂണിവേഴ്സ് എന്നത് മൾട്ടിവേഴ്സ് എന്നതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അയ്യൂബ് മൗലവി അറിഞ്ഞോട് നിങ്ങൾക്കറിയില്ല. ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിനപ്പുറത്ത് 6 ലോകങ്ങൾ കൂടി ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായി അല്ലെങ്കിൽ ഇങ്ങനെ കോർത്തു വെച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും ശാസ്ത്രലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വിസ്മരിച്ചുകൊണ്ടാവരുത് ഖുർആനെ വിമർശിക്കേണ്ടത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കേണ്ടത്. തേനീച്ചയെ പറ്റി തേനീച്ച പഴം തിന്നിട്ടാണ് തേൻ ഉണ്ടാക്കുന്നതെന്ന് ഒരു ഖുർആൻ വചനമുണ്ട്. അത് തെറ്റല്ലേ? സൃഷ്ടാവ് എങ്ങനെ അത് പറയും? ഈ സമറി എന്ന പദത്തിനാണ് ഇവരെ പഴം എന്ന് പറഞ്ഞത്. ഖുർആൻ പഴത്തിന് മാത്രമായി ഉപയോഗിച്ച പദം ഫാക്കിഹത്ത് ഫവാക്കി എന്നാണ്. സമറി എന്ന പദം ഉൽപ്പന്നം എന്നതിൻ്റെ അർത്ഥം. പ്രൊഡ്യൂസ് ഓഫ് എർത്ത് എന്നാണ് ശരിക്കുള്ള ഇംഗ്ലീഷിലുള്ള അർത്ഥം. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഉയർന്നു വരുന്ന ഉൽപ്പാദിപ്പിക്കുന്ന മുളച്ചു വരുന്ന എല്ലാറ്റിനും പറയുന്ന ഫലവർഗ്ഗങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഖുർആൻ സമർ ഉപയോഗിച്ചത്. ആ മുളച്ചു പൊങ്ങുന്നതിൽ നിന്നാണ് തേനീച്ച തേൻ സ്വീകരിക്കുന്നത്. പിന്നെയും ദൈവം നക്ഷത്രങ്ങളെ പെറുക്കി പിശാചിനെ എറിയുന്ന ചോദ്യമാണ്. അത് ഇതുമായിട്ട് ശാസ്ത്രീയമല്ലാത്തത് കൊണ്ട് വിട്ടുകളയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രൊഫസർ രവിചന്ദ്രനോടോ ജബ്ബാർ മാഷിനോടോ താങ്കൾ ഇങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ? അപ്രസക്തമായ ചോദ്യം, നേരിട്ട് വേണമെങ്കിൽ ചോദിക്കാം അദ്ദേഹത്തോട്. റോഡ് നിയമങ്ങൾ അല്ലല്ല, അത് പിന്നെ പ്രസക്തമായ ചോദ്യമാണല്ലോ. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. ഈ ചോദ്യകർത്താവിന് നേരിട്ട് ഇദ്ദേഹത്തെ രവിചന്ദ്രനോടോ ജബ്ബാറിനോടോ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം.
അപ്പോൾ അയ്യൂബ് മൗലവിനെ സമ്പാദത്തിന് പറ്റില്ല എന്നാണോ? ഞാൻ റെഡിയാണ്. അടുത്ത ചോദ്യം. അല്ല, ചോദിച്ച സ്ഥിതിക്ക് പറയാം, ഞാൻ റെഡിയാണ്. രവിചന്ദ്രനോടോ ജബ്ബാർ സാറോടോ ആരുമായി സംവാദത്തിന് റെഡിയാണ്. പക്ഷേ എനിക്ക് അപ്പുറത്തൊരു പോസ്റ്റ് വേണം. വിശുദ്ധ ഖുർആനിന് പകരം അതിനേക്കാൾ മികച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചാൽ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിനെ കുറിച്ച് നമുക്ക് ചർച്ചയില്ല. തയ്യാറാണ്, അദ്ദേഹം തയ്യാറാണ്. ചോദ്യം ചോദിച്ച ആൾ തീർച്ചയായും അദ്ദേഹവുമായി ബന്ധപ്പെടാവുന്ന. അടുത്ത ചോദ്യം. റോഡ് നിയമങ്ങൾ ഖുർആനിൽ ഇല്ല, നിയമം മനുഷ്യനുണ്ടാക്കി. മാറുന്ന സമൂഹത്തിന് എന്തിനാണ് മാറാത്ത നിയമം? മനസ്സിലായില്ല. ചോദ്യം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് മനസ്സില്ല എങ്കിൽ എനിക്ക് അദ്ദേഹത്തെ നിർബന്ധിക്കാൻ കഴിയില്ല. ഞാൻ റെഡി. ഏത് ചോദ്യമാണ്? ഏത് സംവാദത്തിന് തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്താണ് അതില? അതിനുശേഷം ഞാൻ ചോദ്യം വായിക്കുന്നു. നമുക്കിങ്ങനെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അദ്ദേഹം ചോദ്യത്തിന് തയ്യാറാണ്, സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അല്ല മോഡറേറ്റർ സാർ, ഞാൻ സംവാദത്തിന് തയ്യാറാണ് എന്ന് മാത്രമല്ല പറഞ്ഞത്, കൂടെ ക്ലോസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്ലോസ്? വിശുദ്ധ ഖുർആൻ എന്ന ഒരു ജീവിത ദർശനത്തെ വിമർശിച്ചുകൊണ്ടാണ് യുക്തിവാദികൾ മുന്നോട്ട് പോകുന്നത്. രവിചന്ദ്രൻ സാറും അതുപോലെ പിന്നെ പറഞ്ഞ എന്താണ് ജബ്ബാർ സാറൊക്കെ. ഈ ആളുകൾ വിശുദ്ധ ഖുർആന് പകരം അതിനേക്കാൾ മികച്ചൊരു മാനിഫെസ്റ്റോ എന്ന് സമർപ്പിക്കുന്നുവോ അതിന്റെ പിറ്റേന്ന് അബ്ദുൽ ലത്തീഫ് സംവാദത്തിനുണ്ടാവും. അത് തീർച്ചയായിട്ടും സ്വീകാര്യമല്ലാത്ത ഒരു കാര്യമാണ്. നമുക്ക് നിലവിലുള്ള ഒന്ന് വെച്ചുകൊണ്ട് മാത്രമേ സംവാദം സാധ്യമാവുകയുള്ളൂ. അത് എനിക്ക് അതിൽ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ സാധിക്കില്ല. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. അത് അദ്ദേഹം അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് ചെയ്യുക എന്നല്ലാതെ അതിന് ഇല്ലാത്ത ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞാൽ ആർക്കും കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. റോഡ് നിയമങ്ങൾ ഖുർആനിൽ ഇല്ല, നിയമം മനുഷ്യർ ഉണ്ടാക്കി. റോഡ് നിയമങ്ങൾ, റോഡ് റൂൾസ് ഖുർആനിൽ ഇല്ല, നിയമം മനുഷ്യനുണ്ടാക്കി. മാറുന്ന സമൂഹത്തിന് എന്തിനാണ് മാറാത്ത നിയമം? ഇത് പിന്നെ ഏത് ശാസ്ത്രമായിട്ട് ബന്ധപ്പെടാ? ശാസ്ത്രവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് ആ ചോദ്യത്തിനും ഉത്തരമില്ല. വരിവരിയായി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. വരിവരിയായി ഇട്ട കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും അവർ. വിടർന്ന കണ്ണുകളുള്ള വെളുത്ത തരുണികളെ നാം അവർക്ക് ഇണചേർത്ത് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യരെ മോഹിപ്പിച്ച് അനുസരിപ്പിക്കാൻ ഉണ്ടാക്കിയ നിയമം ആധുനിക കാലത്തിന് യോജിച്ചതാണോ? ഇതിൽ യാതൊരു ശാസ്ത്രീയതയും ഇല്ലാത്തത് കൊണ്ട് ആ ചോദ്യത്തിന് വിരുദ്ധത ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതില്ല. അടുത്ത ചോദ്യം. ദൈവം എന്തിന് ഖുർആനിനെ അറബി ഭാഷയിൽ ഇറക്കുകയും മറ്റ് ഭാഷകൾ ലോകത്തെ സൃഷ്ടിച്ച് അത് മനസ്സിലാക്കാൻ തടസ്സപ്പെടുത്തുകയും ചെയ്തത് എന്തിന്? ദൈവം ഒരു ഭാഷ സൃഷ്ടിച്ചാൽ മതിയായിരുന്നില്ലേ? ഓക്കെ, അതിന് മറുപടി പറയാം. എന്തായിരുന്നാലും ഒരു ഭാഷയിൽ ഇറക്കണമല്ലേ ഖുർആൻ? ഒരു ഭാഷയിൽ ഇറക്കണം. ആ ഇറക്കുന്നത് ഏത് ഭാഷയിലായിരിക്കണം? ഒന്ന്, പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള. 2, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെയും വീണ്ടും ഒരു വളർച്ച ആവശ്യമില്ലാത്ത വിധം വളർച്ച പൂർണ്ണമായിരിക്കുന്ന ഭാഷ. കഴിഞ്ഞ 1400 വർഷങ്ങൾക്കിപ്പുറത്തേക്ക് അറബി ഭാഷയ്ക്ക് വളരേണ്ടി വന്നിട്ടില്ല. വളർച്ച പൂർണ്ണമായ ഭാഷയിലാണ് ഖുർആൻ ഇറക്കിയത്. അതാണെങ്കിലോ മനുഷ്യന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഏറ്റവും എളുപ്പമുള്ളതും വളരെ എളുപ്പത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാ നാട്ടിലുള്ളവർക്കും ബോധ്യമാകുന്നൊരു ഭാഷ എന്ന നിലക്കാണ് വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ഇറക്കിയത്. അടുത്ത ചോദ്യം. ഖുർആൻ മികച്ച മാനിഫെസ്റ്റോ ആണെന്ന് ആരാണ് അന്തിമമായി ആധികാരികമായി വിലയിരുത്തിയത്? ഖുർആൻ തന്നെയാണ് പറഞ്ഞില്ല, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതാണ് അതിന്റെ പ്രഖ്യാപനം. മറികടക്കാൻ മറ്റൊന്നില്ലാത്ത കാലത്തോളം അത് തന്നെയാണ് സത്യവും. അടുത്ത ചോദ്യം സദാചാരവുമായി ബന്ധപ്പെട്ടതാണ്. വേണമെങ്കിൽ ഉത്തരം പറയാം. അടിമ സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കാം എന്ന് പറയുന്ന മതത്തിന് എവിടെയാണ് ലൈംഗിക സദാചാരമുള്ളത്? സദാചാരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹത്തിന് ഉത്തരം പറയാൻ അബ്ദുൽ ലത്തീഫിന്. അതിന് അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. നബി കാണാത്ത ഏതെങ്കിലും ഒരു ലോക യാഥാർത്ഥ്യം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അന്റാർട്ടിക്ക പോലെ. നബി കാണാത്ത ഏതെങ്കിലും ഒരു ലോക യാഥാർത്ഥ്യം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അന്റാർട്ടിക്ക. എക്സാമ്പിൾ അന്റാർട്ടിക്കയെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ടോ എന്നാണ് ചോദ്യം. ഖുർആനിൽ എല്ലാ ശാസ്ത്ര കാര്യങ്ങളും പറയണമെന്നില്ല. പറഞ്ഞ കാര്യങ്ങൾ ശാസ്ത്രവിരുദ്ധമാകാതിരുന്നതിൽ നബി കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സമുദ്രത്തിൽ ഒരേ സമയത്ത് ശുദ്ധജലവും ഉപ്പുജലവും ഒരുമിച്ച് എന്നാൽ പരസ്പരം കൂടിക്കലരാതെ മറജൽ ബഹറൈനി യൽതഖിയാൻ എന്ന ഖുർആന്റെ പ്രയോഗം. അത് ഇന്ന് നമ്മൾ കണ്ടെത്തി. പിന്നെ മെഡിറ്ററേനിയൻ സീയിലൊക്കെ അത് കൃത്യമായി കണ്ടെത്തിയ ദൃശ്യങ്ങൾ വീഡിയോ സഹിതം വേണമെങ്കിൽ സമയം കിട്ടിയാൽ കാണിച്ചു തരാൻ ഇവിടെ കഴിയും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബി കാണാത്തതാണ് ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് അത്ഭുതകരവും അതുപോലെ ദൃഷ്ടാന്തവുമായി മാറുന്നതും.
അടുത്ത ചോദ്യം, മനുഷ്യരുടെ മൂല്യസങ്കല്പങ്ങൾ നിരന്തര പരിണാമിയാണ്. കാലം, പ്രദേശം എന്ന് തുടങ്ങി അനവധി മുന്നുപാധികൾക്കകത്താണ്. മൂല്യം മൂല്യ സങ്കല്പങ്ങൾ സദാചാരമാണോ എന്നറിയില്ല. മൂല്യസങ്കല്പങ്ങൾ ശാസ്ത്രീയ മൂല്യസങ്കല്പങ്ങളും ആവാം. ഉദാഹരണം, കുട്ടികൾക്ക് മനുഷ്യാവകാശ നിയമം അനുസരിച്ച് മുതിർന്നവർ നടത്തുന്ന ബലപ്രയോഗങ്ങൾക്ക് എതിരെ പ്രതിരോധിക്കാൻ അവകാശമുണ്ട്. ഖുർആൻ മൂല്യങ്ങൾ അനുസരിച്ച് 10 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് പ്രാർത്ഥിക്കാൻ, നിസ്കരിക്കാൻ വിസമ്മതിച്ചാൽ അടിക്കാമെന്ന് തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. ഇവയെ സംബന്ധിച്ച് ആധുനിക പൗര സമൂഹങ്ങളിലെ മൂല്യസങ്കല്പങ്ങളുമായി ഖുർആൻ ഒത്തുപോകുന്നുണ്ടോ? ഇതാണ് ചോദ്യം. ഇത് ശാസ്ത്രീയതയില്ലാത്തതാണ് കൊണ്ട് മറുപടി ഇല്ല. ധർമ്മശാസ്ത്രം ഒരു വാചകം പറയാം. തലോടുന്ന കൈകൾക്ക് ശിക്ഷിക്കുവാനും അവകാശമുണ്ട്. മാതാപിതാക്കളോടാണ് വിഷയം പറഞ്ഞിട്ടുള്ളത്, അല്ല നാട്ടിലെ എല്ലാവരും പോയിട്ട് കുട്ടികളെ തല്ലാനല്ല. ആ കാര്യം മനസ്സിലാക്കിയാൽ മതി. അടുത്ത ചോദ്യം, ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ചിലർ അംഗവൈകല്യത്തോടെ സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കൈപ്പിഴയാണോ? ഞാൻ നേരത്തെ പറഞ്ഞുള്ള അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അത് ഇനിയും വരാനിരിക്കുന്ന ലോകത്തെ നമ്മെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള അടയാളങ്ങളായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഭൂമിയിൽ ഖുർആൻ 51:49 ഭൂമിയിൽ എല്ലാത്തിനും ഇണകളെ ഉണ്ടാക്കി. ഇത് തെറ്റാണ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയ്ക്ക് ഇണകളില്ല. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയ്ക്ക് ഇണകളില്ല എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞിരിക്കുന്ന ആയത്തിലെ വിവക്ഷ അവിടെ എന്താ സംഗതി? പിന്നെ കൃത്യമായി പറഞ്ഞാൽ ജോഡികൾ, പെയേഴ്സ് എന്നാണ് ഉപയോഗിച്ചത്. പെയേഴ്സ് എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുമാണെന്ന് ആരാ പറഞ്ഞത്? ആണും പെണ്ണും പെയേഴ്സാണ്. ഒരു ജോഡി ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആണും ഒന്ന് പെണ്ണും എന്ന് പറയുമോ? ഒരു ജോഡി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും. ഇപ്പോൾ പുരുഷന്മാരാകുമ്പോൾ ഒരു ഷർട്ടും ഒരു മുണ്ടും. അതുപോലെ സ്ത്രീകളാണെങ്കിലോ ഞങ്ങളുടെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ പാവാട ഉണ്ടാവും, പിന്നെ ഒരു കുപ്പായം ഉണ്ടാവും, പിന്നെ ഒരു തട്ടം ഉണ്ടാവും. അപ്പോൾ എന്തായി? മൂന്നെണ്ണം കൂടിയതും ജോഡിയാണ്. ഇതിൽ ഏതാണ് ഏതാ പെണ്ണ്? ജോഡി എന്ന് ഖുർആൻ ഉപയോഗിച്ച പദം. അതുപോലെ തന്നെ ഇതേ പദം തന്നെ സമൂഹത്തിന്, സംഘങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പദങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് എല്ലാത്തിനെയും ഇങ്ങനെയാണോ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് ഖുർആനെ വിമർശിക്കാൻ ശ്രമിക്കുന്നത്. വസ്തുനിഷ്ഠമായി അത് തെളിയിക്കാൻ കഴിയില്ല. അധ്യായം 41:9, 41:12 ആദ്യം ഭൂമിയെ ഉണ്ടാക്കി, പിന്നീടാണ് ആകാശമുണ്ടാക്കിയത്. 37:6 പറയുന്നു, ആകാശത്തിന്റെ താഴത്തെ നിലയിൽ നക്ഷത്രങ്ങളെ പതിപ്പിച്ചു എന്ന്. അതായത് ഭൂമി ഉണ്ടാക്കിയ ശേഷമാണ് നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയത്. ഇത് തെറ്റാണ്. ഭൂമിയേക്കാൾ പഴക്കമുള്ളതാണ് നക്ഷത്രങ്ങൾ. ഭൂമി ഉണ്ടായ ശേഷമാണ് ആകാശങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടാക്കിയതെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ആ എഴുതി തന്നിരിക്കുന്ന വ്യക്തി ഒന്നുകിൽ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം ആ ഭാഗം കണ്ടിട്ടില്ല. ഖുർആൻ 41:9, 41:12 വീണ്ടും പരിശോധിക്കാം. അതിലെ ഭൂമി ഉണ്ടായ ശേഷമാണ് ആകാശവും ഉപരിലോകവും ഉണ്ടായെന്ന് പറഞ്ഞില്ല. മറിച്ച് 6 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 6 ഘട്ടങ്ങൾ കൊണ്ട് ആകാശങ്ങളെയും ഭൂമിയെയും ഉണ്ടാക്കി എന്ന് ഖുർആൻ പറഞ്ഞു. അതിൽ തന്നെ ഭൂമിക്ക് വേണ്ടി 2 ദിവസം ഉപയോഗപ്പെടുത്തി എന്നാണ് ഖുർആൻ വേറെ പറഞ്ഞത്. എന്നല്ലാതെ ഭൂമിക്ക് ശേഷമാണ് ആകാശം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു വാചകം കൂടി പറയാം. ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം പ്രായം ഏതാണ്ട് 13.7 ബില്യൺ വർഷമാണ്. ഭൂമിയുടെ പ്രായം 4.567 ഇത് പരസ്പരം കൂട്ടികളിച്ചാക്കുന്നൊരു ഉത്തരമുണ്ട്. അത് 1/3 ആണ്. അഥവാ 6 ദിവസം കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്ന ദൈവം ഭൂമിക്ക് വേണ്ടി പ്രത്യേകം അതിന്റെ 3 സമയമാണ് ഉപയോഗിച്ചത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അടുത്ത ചോദ്യം, അത് ആ ചോദ്യകർത്താവിന്റെ തന്നെ 3ാമത്തെ ചോദ്യമാണ്. ദൈവം ഭൂമി ഉണ്ടാക്കാൻ 2 ദിവസം എടുത്തു എന്ന് പറഞ്ഞാൽ ദൈവം സമയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നല്ലേ അർത്ഥം? അപ്പോൾ ദൈവം എങ്ങനെ സർവശക്തനാകും? ദൈവം ഭൂമിയെ ഉണ്ടാക്കാൻ 2 ദിവസം എടുത്തു. എന്താ പ്രശ്നം? എന്താ? ദൈവം ഭൂമിയെ ഉണ്ടാക്കാൻ 2 ദിവസം എടുത്തു എന്ന് പറഞ്ഞാൽ ദൈവം സമയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നല്ലേ അർത്ഥം? അപ്പോൾ സമയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ദൈവം എങ്ങനെയാണ് സർവശക്തനാവുക? മനുഷ്യന് നടക്കാനും കഴിവുണ്ട്, ഓടാനും കഴിവുണ്ട്. എല്ലായ്പ്പോഴും ഓടിക്കൊള്ളുന്ന നിയമമുണ്ടോ? ഓടാൻ കഴിയുന്നവനും ആവശ്യമുള്ളവനും നടക്കാൻ പറ്റും. അത്രയെങ്കിലുമുള്ള ബോധം ആ വിഷയത്തിലുണ്ടെങ്കിൽ ഈ മാതിരി ചോദ്യങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് മതപരിവർത്തന നിരോധനത്തിനെതിരെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് മുസ്ലിം മതസ്ഥർ അത് അനുവദിക്കുന്നില്ല? ഏതാ വിഷയത്തിൽ? അത് വിഷയവുമായി മുസ്ലിം രാജ്യങ്ങൾ വിശ്വാസ സ്വാതന്ത്ര്യവും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റിൻ്റെ പുറത്താണ്. ശാസ്ത്രത്തിൽ ഹിന്ദു ശാസ്ത്രമോ മുസ്ലിം ശാസ്ത്രമോ ഇല്ല. വ്യക്തിപരമായി ഗ്രഹിക്കാൻ, അപരനെ ബോധ്യപ്പെടുത്താനും കഴിയുന്നതാണ് ശാസ്ത്രം. അത്തരമൊരു ജ്ഞാനമാർഗം ഖുർആനിൽ അള്ളാഹു സ്വീകരിച്ചിരുന്നെങ്കിൽ കുറഞ്ഞ പക്ഷം മുസ്ലിങ്ങളിൽ തന്നെയുള്ള ഭിന്നത ഇല്ലാതാകുമായിരുന്നില്ലേ? ഐസിസിനും താലിബാനും മുജാഹിദിനും സുന്നികൾക്കും ഖുർആനാണല്ലോ. അതായത് ശാസ്ത്രത്തിന് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നുമില്ല. ശാസ്ത്രം ഏകമാണ്. എന്നാൽ മതം അതുപോലെ ഏകമായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഭിന്നത ഉണ്ടായത്?
ഞാൻ ഇവിടെ നേരത്തെ 2 പ്രസിദ്ധീകരണം എടുത്തു കാണിച്ചല്ലോ. ഒന്ന് ഒരു യുക്തിവാദി സംഘമാണ്, മറ്റു വേറെ യുക്തിവാദി സംഘമാണ്. ശാസ്ത്രത്തിൻ്റെ പേരിൽ മാത്രം നിലകൊള്ളുന്ന യുക്തിവാദികൾ പോലും ഒരേ തട്ടിലാണെന്ന് പറയാൻ കഴിയുമോ? വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുന്നതിൽ മനുഷ്യർക്ക് സംഭവിക്കുന്ന സ്വാഭാവികമായിരിക്കുന്ന ഏറ്റക്കുറവുകളിൽ നിന്നുണ്ടാകുന്നതാണ് അഭിപ്രായ വ്യത്യാസങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘം ചേരലും. ആ നിലപാട് യുക്തിവാദികൾക്ക് സ്വയം സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ മതസംഘങ്ങളെ അതിൻ്റെ പേരിൽ വിമർശിക്കുവാൻ അവർക്കെന്തായിരുന്നാലും അവകാശമല്ല. സദാചാരവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. സദാചാരവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. അടുത്ത 7 വയസ്സ് പ്രായമുള്ള ഒരു ബാലികയെ ദാരുണമായി പീഡിപ്പിച്ച് ഭാര്യയാക്കി വെച്ച ഒരു മനുഷ്യനെ എങ്ങനെ പ്രവാചകനായി കാണാൻ കഴിയും? ദൈവം ഇതിന് അനുമതി നൽകി. ശാസ്ത്രവുമായി ബന്ധമില്ല. മുസ്ലിം അല്ലാത്തവർ എല്ലാവരും മൃഗങ്ങളെ പോലെയാണ്, അവരോട് നിങ്ങൾ ക്രൂരമായി പെരുമാറണം. അതും ശാസ്ത്രവുമായി ബന്ധമില്ലാത്ത ചോദ്യമാണ്, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. തലച്ചോറിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് സചിത്രം പരാമർശിച്ചു കണ്ടു. ഖുർആനിൽ നിന്നും തലച്ചോറിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു സൂക്തം വ്യക്തമാക്കാമോ? എന്താ മനസ്സിലായില്ല? തലച്ചോറിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് സചിത്രം പരാമർശിച്ചു കണ്ടു. ഖുർആനിൽ നിന്നും തലച്ചോറിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു സൂക്തം വ്യക്തമാക്കാമോ? തലച്ചോറിന്റെ മനുഷ്യ ശരീരത്തിന്റെ ചാലക ശക്തിയായിരിക്കുന്ന തലച്ചോർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഖുർആൻ സംസാരിച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളും. ഇങ്ങനെ ഓരോന്ന്, മുടിയെക്കുറിച്ച് വേറെ പറയണം, നഖത്തെക്കുറിച്ച് വേറെ പറയണം, തൊലിയെക്കുറിച്ച് വേറെ പറയണം എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് മനസ്സിലാവും. ഞാൻ സൂചിപ്പിച്ചതാണ്, ശരീരത്തിൻ്റെ മൊത്തം ചാലക ശക്തിയായിരിക്കുന്ന ഈ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എല്ലാം നിർവഹിക്കപ്പെടുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടാനാണ് ഖുർആൻ അങ്ങനെയുള്ള ശാസ്ത്ര വിഷയങ്ങളെ ആ രൂപത്തിൽ സംസാരിച്ചത്. അടുത്ത ചോദ്യം മുമ്പ് ഉത്തരം പറഞ്ഞതാണ്, ദൈവത്തെ ആരുണ്ടാക്കി എന്നുള്ളത്. ചോദ്യം പ്രസക്തമല്ല, മറുപടി അല്ല. ദൈവത്തെ ആരുണ്ടാക്കി എന്നുള്ളതിന് അദ്ദേഹം ഉത്തരം പറയില്ല. അല്ല, ആ ഉത്തരം അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ് നമുക്ക് ഇപ്പം പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ഉത്തരം സാഹിബ് ആദ്യത്തെ സെഷൻ അവസാനിപ്പിക്കുന്നത് ഭൗതികവാദികൾക്ക് വിശദീകരിക്കാൻ സാധിക്കാത്ത ലൈംഗിക സദാചാരം പറഞ്ഞു. അത് ലൈംഗിക 56 ഇത് ലൈംഗിക സദാചാരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 450 കോടി വർഷം മുമ്പുണ്ടായ ഭൂമിയിൽ അതിൻ്റെ പടച്ചവരായവർ 6-ാം നൂറ്റാണ്ടിൽ മാത്രം ഉണ്ടായത് എന്തുകൊണ്ടാണ്? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്യാത്ത നമസ്കാരവും പള്ളിയിലേക്ക് പോകും ഇപ്പോൾ ചെയ്യുന്നതിൻ്റെ യുക്തി എന്ത്? എന്താ 450 കോടി വർഷം മുമ്പുണ്ടായ ഭൂമിയിൽ അതിൻ്റെ പടച്ചവൻ ഉണ്ടായത് 6-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. 450 കോടി വർഷമല്ല, 450 ബില്യൺ വർഷമാണ്. അതിനു മുമ്പ് ഭൂമി ഉണ്ടായിട്ടുണ്ട്. ആ ഭൂമിയിൽ പിന്നെ 6-ാം നൂറ്റാണ്ടിലെ ദൈവം ഉണ്ടായെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അത് ഈ എഴുതി തന്നിരിക്കുന്ന ആൾക്ക് സംഭവിച്ചിരിക്കുന്ന അബദ്ധമാണ്. ഖുർആൻ അങ്ങനെ പിന്നെ ഭൂമി ഉണ്ടായ ശേഷം അതിലാണ് ദൈവം ഉണ്ടായത്, അതിന് ശേഷമാണ് ഉണ്ടായത് എന്ന് ഖുർആനിൽ ഒരു പരാമർശമില്ല. അള്ളാഹുവിനെതിരെ സംസാരിക്കുന്ന അയ്യൂബ് മൗലവിക്കും കൂട്ടർക്കും നല്ല ബുദ്ധി കൊടുക്കാൻ അള്ളാഹുവിന് സാധിക്കാത്തത് എന്തുകൊണ്ട്? ഏത് മനുഷ്യർക്കും സൽബുദ്ധി ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് മതവിശ്വാസികളോട് ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാനും അത് പ്രാർത്ഥിക്കുന്നു. അയ്യൂബ് മൗലവിക്കും എനിക്കും എല്ലാവർക്കും സൽബുദ്ധി ഉണ്ടാവട്ടെ. ആദ്യ സെഷന്റെ അവസാന ഭാഗത്ത് ലൈംഗിക സദാചാരവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ശാസ്ത്രത്തിന്റെ വിശദീകരണം അനുസരിച്ച്, നമ്മുടെ അറിവനുസരിച്ച് ഈ ഭൂമിയുടെ വലുപ്പം പ്രപഞ്ചത്തിന്റെ 1/10 ലക്ഷം ഒരംശം പോലും വരില്ല. എന്നാൽ ദൈവം ലോക സൃഷ്ടിക്ക് എടുത്ത ആകെ 7 ദിവസത്തിൽ 4 ദിവസം മുഴുവൻ ഭൂമിയിൽ ചെലവഴിച്ചു. ഈ പൊരുത്തക്കേട് എങ്ങനെ? ഈ വലിപ്പമനുസരിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെങ്കിൽ മത്തൻ ഉണ്ടാവേണ്ടത് വലിയൊരു മരത്തിൻ്റെ മുകളിലാണ്. ആൽമരത്തിലോ വളരെ ചെറിയ കായാണുള്ളത്. വലിപ്പത്തിനനുസരിച്ചല്ല അത് ഉണ്ടാക്കുവാനുള്ള, സൃഷ്ടിക്കുവാനുള്ള ദിവസവും കാലവും സമയവും നിർണ്ണയിക്കേണ്ടത്. ആ വസ്തുവിൻ്റെ, ആ വസ്തുതയുടെ പ്രാധാന്യവും മഹത്വവും പരിഗണിച്ചുകൊണ്ടാണ്. അതാണ് ഖുർആൻ എടുത്തു പറയുന്നത്. സർവശക്തനായ ദൈവത്തിന് പ്രപഞ്ചം സൃഷ്ടിക്കാൻ 7 ദിവസം വേണോ? 1 സെക്കൻഡ് പോരെ? ഞാൻ നേരത്തെ പറഞ്ഞു ഉത്തരം. ഞാൻ ഉത്തരം പറഞ്ഞു. നടക്കാൻ കഴിയുന്നവന് ഓടാനും കഴിയും. മനുഷ്യനെ മണ്ണിൽ നിന്ന് ഖുർആൻ, അതായത് ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണ്, റോ മെറ്റീരിയൽ. ഈ മണ്ണ് എന്തിൽ നിന്ന് സൃഷ്ടിച്ചു? പ്രപഞ്ചത്തിൽ ഉള്ള മണ്ണ് മുഴുവൻ പോരാതെ സൃഷ്ടിച്ച ദൈവത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ മണ്ണ് കുഴിക്കാൻ പോകണോ? വിഷയവുമായി ബന്ധമുണ്ടോ? ഇല്ല. എങ്കിൽ മനുഷ്യനെ മണ്ണിൽ നിന്ന് ഖുർആൻ, അതായത് ദൈവത്തിനെ സൃഷ്ടിച്ചത് മണ്ണ്, റോ മെറ്റീരിയൽ ആയിക്കൊണ്ട്. ഈ മണ്ണ് എന്തിൽ നിന്ന് സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ച റോ മെറ്റീരിയൽ ആയിട്ടുള്ള മണ്ണ് എന്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് ചോദ്യം. ഓഹോ, ഇതിൻ്റെ ഉത്തരം ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിഷയാവതരണത്തിൻ്റെ. മനുഷ്യനെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ എന്ന മണ്ണ് എവിടെ നിന്നുണ്ടാക്കിയെന്ന് ഞാനതാ പറഞ്ഞത്. ഈ പ്രപഞ്ചം ദൈവം അനന്തതയിൽ നിന്നുണ്ടാക്കിയതാണ് എന്നാണ് ഖുർആൻ പറഞ്ഞു വെച്ചത്.
അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന ബിഗ് ബാൻ വിഷയങ്ങൾ വരെ ഖുർആന്റെ വിഷയത്തിൽ വന്നത്. അതിൽ നിന്നുണ്ടായിരിക്കുന്ന ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഭൂമിയാണ് മണ്ണിൻ്റെ സ്രോതസ്സ്. ആ മണ്ണിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്നത് ഖുർആൻ സമർത്ഥിക്കുന്നു. ശാസ്ത്രം അതിനെതിരുമല്ല. പ്രപഞ്ചത്തിലുള്ള മണ്ണ് മുഴുവൻ താനേ സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിക്കാൻ മണ്ണ് കുഴിക്കാൻ പോകണോ? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യണമെങ്കിൽ ദൈവിക പ്രവർത്തനങ്ങളാണോ അല്ലയോ എന്നുള്ള ആദ്യം സമ്മതിക്കേണ്ടതുണ്ട്. എന്താ ചോദിക്കേണ്ടത്? മനുഷ്യ സൃഷ്ടിപ്പടക്കമുള്ള പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആണോ അല്ലയോ? അത് അംഗീകരിച്ച ശേഷമാണ് ദൈവിക പ്രവർത്തനങ്ങളുടെ പ്രക്രിയകളുടെ മറ്റു അതിൻ്റെ ഏറ്റക്കുറവുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ചോ അന്വേഷിക്കേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും. ഖുർആനും ഗണിതശാസ്ത്രവും. ചോദ്യം: 3 പെൺകുട്ടികളുള്ള ഒരാൾ മരിച്ചാൽ 2/3 ആൺകുട്ടിക്ക്, 1/6 + 1/6 മാതാപിതാക്കൾക്ക്, 1/8 ഭാര്യക്ക്, മൊത്തം 112.5%. ദൈവത്തിന് 5ാം ക്ലാസ്സിലെ കണക്ക് അറിയാഞ്ഞതാണോ? ഗണിതശാസ്ത്രം എന്നൊരു പേര് വെച്ചുകൊണ്ട് ഞാൻ ഉത്തരം പറയാം. ഇത് കുറേ കാലമായിട്ട് ഇവിടെ വിശ്വാസം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാധനമാണ്. യഥാർത്ഥത്തിൽ പിന്നെ ഈ പറഞ്ഞ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ മരണപ്പെട്ടു. അവർക്ക് പിന്നെ മകളും ഭർത്താവും മാതാപിതാക്കളും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അത് എങ്ങനെ ഓഹരി വെക്കുമെന്നാണ്. ആ ഓഹരിക്ക് കണ്ടെത്തിയിരിക്കുന്ന മാർഗമാണെന്ത്? ഭർത്താവിന് 4/1, അതുപോലെ മകൾക്ക് പിന്നെ 2/1, മാതാപിതാക്കൾക്ക് 6/1 വീതം ഇങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല എന്നാണ്. ഇങ്ങനെ കൊടുക്കാൻ ഖുർആൻ പറഞ്ഞില്ല എന്നതിൻ്റെ വസ്തുത. എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തന്നെ മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മാതാവും പിതാവും മാത്രമാണ് അവകാശിയെങ്കിൽ മാതാവിൻ്റെ ഓഹരി 1/3 എന്നാൽ മാതാവിൻ്റെ കൂടെ മറ്റുള്ള അവകാശികൾ കൂടി വന്നപ്പോൾ അവരുടെ ഓഹരിയും 1/6 എന്ന പോലെ തന്നെ ഒരു പെൺകുട്ടി തനിച്ചാണ് എങ്കിൽ അവൾക്കുള്ള ഓഹരിയാണ് 1/2. അവളുടെ കൂടെ അതുപോലെ മറ്റൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾക്കുള്ള ഓഹരി 1/3 അതിന് താഴെയോ ആയിരിക്കും. ഇതെല്ലാം കൂടി മനസ്സിലാക്കുമ്പോൾ അവിടെ ഈ മാറ്റങ്ങൾ വരുന്ന ഭാഗത്തെ മാറ്റിവെച്ചാൽ ഭർത്താവിന് 4/1, അതുപോലെ പിന്നെ മാതാപിതാക്കൾക്ക് 6/1 വീതം ബാക്കിയുള്ളതാണ് ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ അല്ല പറഞ്ഞത്. അല്ല അല്ല പറയാത്തൊരു കണക്ക് പറഞ്ഞിട്ട് അള്ളാഹ്ക്ക് കണക്കറിയില്ല, 5ാം ക്ലാസ്സിലെ കണക്ക് പോലും അറിയില്ല എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചോ ഖുർആനെ കുറിച്ചോ ഒരു ധാരണയുമില്ലായ്മയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ സമയം കഴിഞ്ഞില്ലേ? സമയം നേരത്തെ കഴിഞ്ഞു ആയിട്ടുണ്ട്. എങ്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതുവരെ എന്നോട് സഹകരിച്ച പിന്നെ നമ്മുടെ മോഡറേറ്റർ, അതുപോലെ സഹസംവാദകൻ അയ്യൂബ് മൗലവി, ഈ കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടുമുള്ള എൻ്റെ കൃതജ്ഞത പ്രത്യേകം രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കാര്യങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ ആലോചിക്കുവാനും ചിന്തിക്കുവാനും ഉൾക്കൊള്ളുവാനും എല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അനേകം തീപ്പൊരികളൊക്കെ പാറിയെങ്കിലും സമാധാനപരമായിട്ട് ഈ സംവാദം അവസാനിച്ചതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.